ഇതുവരെ ഒരു എവിഡൻസും ഇല്ല. ദിലീപിനെ പ്രതിയാക്കുന്നതിനുള്ള ഒരു എവിഡൻസ് ഇതുവരെ ഇല്ല. അപ്പോൾ അതിൻ്റെ കാര്യങ്ങൾ അതിൽ അന്ന് പറയുകയും ചെയ്തു. ഉണ്ടാക്കാവുന്ന ഒരു പബ്ലിസിറ്റി ആസ്പെക്റ്റാണ് ഇത്ര വലിയൊരു നടനെ പിടികൂടിയിരിക്കുന്നു. അതായത് ഒരു കൊട്ടേഷൻ കൊടുത്ത് റേപ്പ് നടത്തി പ്രതികാരം തീർക്കുന്നു. അപ്പോൾ തന്നെ ഞാൻ ഇത് ചോദിച്ചു, ആക്ച്വലി അങ്ങനെ ഒരു കൊട്ടേഷൻ നടത്തുകയാണെങ്കിൽ ഒന്ന്, വാട്ട് ഈസ് ഹിസ് മോട്ടീവ്? ദിലീപിനോട് എനിക്ക് പ്രത്യേകിച്ച് യാതൊരു താല്പര്യമോ വിദ്വേഷമോ ഇല്ല. ദിലീപിന്റെ സിനിമകൾ വളരെ ഇഷ്ടമായിരുന്നെങ്കിലും ഈ ദിലീപിനെ ഞാൻ പേഴ്സണലായിട്ട് ഇതുവരെ കണ്ടിട്ടില്ല. ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല, ഇതുവരെ ഞാൻ നേരിട്ട് കണ്ടിട്ടില്ല. ആ സംഭവം കൊണ്ടാണല്ലോ അയാൾക്ക് ഇഷ്ടപ്പെട്ട പെണ്ണിനെ കല്യാണം കഴിയാൻ പറ്റിയത്. അതെ, ആക്ച്വലി കൊട്ടേഷനിൽ കൊടുക്കേണ്ട ഹി ഷുഡ് ഗിവ് സം ചോക്ലേറ്റ്സ് കൊടുക്കേണ്ടത് കാമുകി കെട്ടാൻ പറ്റുമല്ലോ. മാത്രല്ല ഈ 1 കോടി രൂപ കൊട്ടേഷൻ പറഞ്ഞിട്ട് 10,000 രൂപയാണ് അഡ്വാൻസ് കൊടുക്കുന്നത്. അല്ല, ഈ 2017 വരെ, ഇത് 2013 പറയുന്നത്. 10,000 രൂപയാണ് കൊടുത്തത് ആകെ. അങ്ങനെയൊക്കെ നടക്കൂ. തുളസീദാസ് എന്ന് പറഞ്ഞ ഒരു സംവിധാനം ഉണ്ടായിരുന്നു. ഇതേ ഇടയ്ക്ക് സിനിമയിലായിരിക്കും, ഇദ്ദേഹത്തിന്റെ സിനിമയ്ക്ക് വേണ്ടി കാണാൻ പോകുന്നു. വന്നപ്പം പുള്ളിയുടെ അടുത്തൊരു കസേര കിടപ്പുള്ളൂ, ദിലീപിന്റെ അടുത്ത്. ഇദ്ദേഹം ഇരിക്കാൻ തുടങ്ങാൻ നേരത്തെ ഈ കസേര കാലെടുത്ത് വെച്ചു, ഇരിക്കേണ്ട നിന്ന് പറഞ്ഞാൽ മതി. ഇത്തരത്തിലുള്ള ധാർഷ്ട്യമൊക്കെ ദിലീപിനുണ്ടായിരുന്നു. തിയേറ്ററുകളിൽ അയാളുടെ കൺട്രോളിലായിരുന്നു, നിർമ്മാണം അയാളുടെ കൺട്രോളിലായിരുന്നു, റിയൽ എസ്റ്റേറ്റ് അയാളുടെ കൺട്രോളിലാണ്. അതൊക്കെ കൊണ്ടുണ്ടായ ഒരു അവസരം കിട്ടിയപ്പോൾ എല്ലാവരും കൂടി പിടിച്ച് വലിച്ചതാണെന്ന് തോന്നുന്നു. അത് ഉണ്ടായിരിക്കാൻ സാധ്യതയാണ്. അപ്പോൾ ഇയാളുടെ എല്ലാ സിനിമയും പോയി, സ്വത്തും എല്ലാം പോയി. അതെ, അയാൾക്ക് വന്ന എക്സ്പെൻസസ്, ഈ കേസ് നടത്താൻ കുറച്ച് എക്സ്പെൻസ് എങ്ങനെയാണ് വന്നിരിക്കുന്നത്, സംശയമുണ്ടോ? അപ്പൊ അതെല്ലാം കൂടി എടുക്കുകയാണെങ്കിൽ ഡാമേജിന് സൂട്ട് വന്നാൽ വളരെ ഡാമേജ് ചെയ്യും. പോലീസിന് കൺസേൺ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു. ഞാൻ പറയുകയാണെങ്കിൽ ഇങ്ങനെയുള്ള കേസുകളിൽ ആൾക്കാർ അത് ചെയ്യണം. നമസ്കാരം, മറുനാടിൻ്റെ പുതിയ പോഡ്കാസ്റ്റിലേക്ക് സ്വാഗതം. ഇന്ന് ദിലീപ് കേസിൻ്റെ പശ്ചാത്തലത്തിലാണ് നമ്മുടെ പോഡ്കാസ്റ്റ് ആരംഭിക്കുന്നത്. അതേക്കുറിച്ച് ആധികാരികമായി പറയേണ്ടത്, ഈ സമയത്ത്, ആ കേസുണ്ടാകുന്ന സമയത്ത് കേരള പോലീസിൻ്റെ തലവനായിരുന്ന ഡോക്ടർ ടി.പി. സെൻകുമാർ. നമസ്കാരം സാർ. നമസ്കാരം. നമുക്ക് ആദ്യം ദിലീപിനെ കുറിച്ച് തന്നെ സംസാരിച്ചു തുടങ്ങാം. ഈ ദിലീപ് കേസ് ഉണ്ടാകുമ്പോൾ ഞാനല്ല, ബെഹ്റയാണ് അല്ലേ? ബെഹ്റയാണ്. അത് കഴിഞ്ഞ് ഇടയ്ക്ക് ഫെബ്രുവരി, ഇത് എനിക്ക് തോന്നുന്നു ഫെബ്രുവരി 17 തോന്നുന്നു ദിലീപ് കേസ് ഉണ്ടാകുന്നത്. ഞാൻ വരുന്നത് മെയ് 5 ഓക്കെ. അപ്പോൾ ജൂലൈയിൽ ദിലീപ് കേസായി. ദിലീപിനെ അറസ്റ്റ് ചെയ്യുന്നത് ജൂലൈയിലാണ്. അപ്പോൾ സാർ വന്നതിന് ശേഷമാണ്? അല്ല, ദിലീപിനെ അറസ്റ്റ് ചെയ്യുന്നത് ഞാൻ മാറിയതിന് ശേഷമാണ്. അപ്പോൾ 2 മാസം ഉണ്ടായുള്ളൂ. മെയ് ജൂണിലേ ഉണ്ടായുള്ളൂ. എനിക്ക് വാസ്തവത്തിൽ ഈ പറയുന്ന അന്നത്തെ സോകാൾഡ് സ്പെഷ്യൽ ടീം ഉണ്ടല്ലോ, ഈ സന്ധ്യയുടെ കീഴിലുള്ളത്, അവര്, സന്ധ്യ നെവർ യൂസ് ടു ടോക്ക് ടു മീ, നെവർ യൂസ് ടു ബ്രീഫ് മീ ഓൺ എനിത്തിങ്. അന്ന് ADGP ആണ്. കാരണം എന്താ വെച്ചാൽ ഇവർക്കൊക്കെ ഞാൻ തിരിച്ചു വന്നതിൽ വലിയ അസഹിത കാണിച്ചിട്ടുള്ള ആൾക്കാരാണ്. ഞാൻ വരുമ്പോഴൊക്കെ മുഖമൊക്കെ വല്ലാതെ വീർത്തിരിക്കുന്ന ആൾക്കാരായിരുന്നു. എന്തുകൊണ്ടാണെന്ന് എനിക്കറിയില്ല. വാസ്തവത്തിൽ എനിക്ക് അത്ഭുതം തോന്നിയിട്ടുള്ളത്, കുറച്ച് IPS വളരെ ഒരു മൈന്യൂട്ട് IPS ഇതിനോട് ഭയങ്കര വിരോധമായിരുന്നു. അതായത് ഞാൻ തിരിച്ചു വരില്ല എന്ന് ഉറപ്പിച്ച് വെച്ചിരുന്ന ആൾക്കാരായിരുന്നു. സാറ് സർവീസിലായിരുന്നപ്പോൾ, ഇതിനു മുമ്പ് ആയിരുന്നപ്പോൾ ഇവർക്കൊക്കെ നല്ല വിധേയത്വമായിരുന്നില്ലേ? സാർ ആദ്യം DGP ആയിരുന്നു. അതെ, തീർച്ചയായിട്ടും. ഒരു പ്രശ്നമില്ല. പോയി കഴിഞ്ഞപ്പോഴാണ് സ്വഭാവം മാറുന്നത്. പോയി കഴിഞ്ഞിട്ട് പിന്നീട് വരുമ്പോൾ പിന്നെ വരുന്ന സമയത്ത് 2 മാസം ബാക്കിയുണ്ടായിരുന്നുള്ളൂ എനിക്ക്. കാരണം പീരീഡ് ഞാൻ ലീവിലായിരുന്നല്ലോ. അപ്പം നമുക്ക് 3 മാസം വേണം നമ്മളൊരു CR എഴുതണമെങ്കിൽ. അപ്പോൾ 2 മാസം ഒരാൾക്ക് CR എഴുതാനൊന്നും പറ്റില്ല. അപ്പോൾ ഇവർക്കറിയാം അവരുടെ CR ഒന്നും മോശമാക്കാനായിട്ട് പറ്റത്തില്ല നമുക്ക്. അല്ലെങ്കിൽ ഞാൻ ആരുടെയും CR ഒന്നും അധികം മോശമാക്കിയിട്ടില്ല, ആരുടെയും. മിക്കവാറും എല്ലാവർക്കും എനിക്ക് തോന്നുന്നു 9 out of 10 ഒക്കെ കൊടുത്തുകൊണ്ടിരുന്നതാണ്. അപ്പോൾ അതിൽ ഇവർക്കും നമ്മളങ്ങനെ കൊടുത്തിട്ടുണ്ട്. പക്ഷേ ഇവിടേൽ നമ്മൾ ആദ്യത്തെ വർഷം ഒരു ഇത് എഴുതിയിരുന്നു, പക്ഷേ കുഡ് ഹാവ് ഡൺ ബെറ്റർ ഇൻ റിക്രൂട്ട്. അവർ ആദ്യം ADGP ആംഡ് പോലീസ് ബറ്റാലിയനായിരുന്നു. അപ്പോൾ ഞാൻ DG ആയിട്ട് ചാർജ് എടുക്കുന്ന സമയം അന്ന് നളിനിന് ഏറ്റവും ഞാനായിട്ട് ഒരു വഴക്കുമില്ല. അവർക്ക് വിജയാനന്ദ് വരുന്ന ഇഷ്യൂ ഒന്നും വന്നിട്ടില്ല. അപ്പോൾ അവർ പറഞ്ഞത് ഇവർ സൂക്ഷിക്കണം. കാരണം ഇവർ എന്ത് ചെയ്തെന്ന് വെച്ചാൽ അവിടുത്തെ ഈ റിക്രൂട്ട്മെൻറ്റിന് ടോട്ടൽ മാൻ പവർ അവിടുത്തെ ഒരു ക്ലർക്കിനെയാണ്, ഒരു ക്ലർക്കല്ല, അവിടുത്തെ ഒരു സെക്ഷൻ ഓഫീസറെയാണ് ഇവർ ഡിപ്പെൻഡ് ചെയ്തിരുന്നത്. അങ്ങനെ പോലീസിലെ റിക്രൂട്ട്മെൻറ്റിന് ടോട്ടൽ സ്ട്രെങ്ത് എത്ര ബാക്കിയുണ്ടെന്നുള്ളത് അറിയിച്ചാലല്ലേ, വേക്കൻസി അറിയിച്ചാലല്ലേ PSC അത് റിക്രൂട്ട് ചെയ്യുള്ളൂ. അത് പ്രോപ്പറായിട്ട് അറിയിക്കില്ല.
അപ്പോൾ റിക്രൂട്ട്മെൻറ്റ് പ്രോപ്പറായിട്ട് നടക്കില്ല. അപ്പോൾ ലോക്കലിലേക്ക് ബറ്റാലിയനിൽ നിന്നാണ് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അത് പ്രോപ്പറായിട്ട് നടക്കാതെ അവർക്ക് ബുദ്ധിമുട്ടുണ്ടാവും. അപ്പോൾ 5000 വേക്കൻസി ഉണ്ടെങ്കിൽ 2500 3000 എന്നൊക്കെ പറഞ്ഞ് ഓരോ തോന്നിയ ഇതാണ്. അപ്പോൾ അങ്ങനെ ഇപ്പോൾ അവരെന്നോട് പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ ഒരു ദിവസം അവരായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയം ഇവർ പറഞ്ഞു ഇത് തെറ്റാണ് എന്നൊക്കെ ചീഫ് സെക്രട്ടറി, ഇവർ ഹോം സെക്രട്ടറി ആയിരിക്കും, സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയം ഇവർ ഫോണ് ഇത് ഓപ്പൺ ചെയ്തിട്ട് ഇത് സംസാരിക്കാൻ തുടങ്ങി. അപ്പോൾ അവിടെ നിന്നുള്ള ബീന എന്ന് മറ്റോ പറയുന്നൊരു സ്ത്രീയാണ്. അവർ പറയുകയാണ് എന്താണ് പറയുക, ഒരു മോശം വേർഡ് ഉപയോഗിച്ചിട്ട് ഒരു അഡീഷണൽ ചീഫ് സെക്രട്ടറി ഹോമിനെ പറഞ്ഞിട്ട് പറയുകയാണ് അവർക്കും അതൊന്നും അറിയില്ല, അവർ പറയുന്നത് മുഴുവൻ തെറ്റാണെന്നൊക്കെ ഇവർ ഓപ്പണായിട്ട് കേട്ടു. മനസ്സിലായി. അപ്പോൾ അവർക്ക് മനസ്സിലായി അങ്ങനെ ഉള്ള ആളാണെന്ന്. അപ്പോൾ എന്നോട് ആദ്യം വാൺ ചെയ്യാണ് ഇങ്ങനെയാണ് സ്ഥിതി, മാത്രമല്ല അവിടെ ശ്രദ്ധിച്ചില്ലെങ്കിൽ റിക്രൂട്ട്മെൻറ്റ് പ്രോപ്പറായിട്ട് നടക്കില്ല എന്നുള്ളത്. അപ്പോൾ ഞാനത് നോക്കിയിട്ട് അത് പിന്നീട് ഞാൻ തന്നെ അതങ്ങ് PhD ഏറ്റെടുത്തിട്ട് നമ്മളാണ് പിന്നീട് നേരിട്ട് കൊടുത്ത് അത് കറക്റ്റാക്കിയത്. അതുകൊണ്ട് ബെഹ്റയൊക്കെ വരുന്ന സമയത്ത് റിക്രൂട്ട്മെൻറ്റിൽ ഒറ്റ വേക്കൻസി ഉണ്ടാകില്ല, കംപ്ലീറ്റ് നടത്തിയത്. അപ്പോൾ അങ്ങനെ നടത്തിയത്. അപ്പോൾ ഐ ജസ്റ്റ് റോട്ട് ദാറ്റ് റിക്രൂട്ട്മെൻറ്റ് ആസ്പെക്ട് ഇൻ, അതായത് ഈ അങ്ങനെ ഒരു പ്രശ്നം സന്ധ്യയ്ക്ക് ഉണ്ടായിരുന്നു, മിണ്ടത്തില്ലായിരുന്നു. അല്ല അത് കണ്ടു കഴിഞ്ഞപ്പോൾ അവർക്ക് വലിയ വിഷമമായി. അതായത് ഇവരുടെ CRൽ ഉള്ള കാര്യം എഴുതാൻ പാടില്ല, എന്തായാലും നമ്മൾ സൂപ്പർ എന്ന് എഴുതണം എന്നുള്ളതാണ്. പക്ഷേ 9 തന്നെ കൊടുത്തായിരുന്നു. പക്ഷേ 9 കൊടുത്തെങ്കിലും വിത്ത് എ കണ്ടീഷൻ, ഒരു 1 സെൻറ്റൻസ് ഇറ്റ് കുഡ് ഹാവ് ബീൻ ഡൺ ബെറ്റർ, അത്രേ എഴുതിയിട്ടുള്ളൂ. അപ്പോൾ അത് വലിയ ഒരു ഇതിലായിരുന്നു. അത് കഴിഞ്ഞ് നമ്മളെ പിന്നെ പുറത്താക്കി. അത് കഴിഞ്ഞിട്ട് പിന്നെ അന്ന് മറ്റേ പെരുമ്പാവൂരിലെ, അത് കഴിഞ്ഞ് പേര് പറയണ്ട, പേര് പറഞ്ഞ് 228B ഇതിൽ വരണ്ട. അപ്പോൾ അതിൽ ആ കേസിൽ കേസ് നടക്കുന്ന സമയത്ത് തന്നെ ഞാനത് വിചാരിച്ചൊരു വനിതാ ഓഫീസറുടെ നേതൃത്വത്തിൽ കൊടുക്കാം. അങ്ങനെ ഒരു ദിവസം ഇവരോട് പറഞ്ഞു. അപ്പോൾ അവർ പറഞ്ഞു, അപ്പോൾ ഇലക്ഷനൊക്കെ ഡിക്ലെയർ ചെയ്തിരിക്കുന്ന സമയമാണ്, എൻ്റെ ടീം വേണം എനിക്ക്. അപ്പോൾ ഞാൻ പറഞ്ഞു അതെന്ത് ടീം, നമ്മൾ ഉള്ളവരെ വെച്ചിട്ട് ഒരു ടീം തരും, ആൻഡ് ഇറ്റ് വിൽ ബി എ ഗുഡ് ടീം. അല്ല എനിക്ക്, അപ്പോൾ ഇവർക്കെല്ലാം ഒരു സ്പെസിഫിക് ഓഫീസേഴ്സ് ഉണ്ട്, അത് വെച്ച് അവർ വർക്ക് ചെയ്യുള്ളൂ. അതിന് മുമ്പൊക്കെ ഉണ്ടായിരുന്ന ഒരാളാണ് ഉണ്ണിരാജയൊക്കെ. അതെ. അപ്പോൾ ഉണ്ണിരാജ പിന്നീട് ഒരു പർട്ടിക്കുലർ കേസിൽ അയാൾക്ക് അത് ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞ് പിണങ്ങിപ്പോയി. പിന്നെ ഉണ്ണിരാജ ഇവിടെ ടീമിലുണ്ടായിട്ടില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ പിന്നെ നിർബന്ധിക്കാൻ പോയില്ല. നമുക്ക് നമ്മൾ ഒരാളെ നിർബന്ധിച്ചൊരു കേസ് കൊടുക്കുന്നതിൽ ഒരു അർത്ഥമില്ലല്ലോ, ബില്ലിങ് അല്ലെങ്കിൽ. കാര്യം അങ്ങനെയൊന്നുമില്ല. വാസ്തവത്തിൽ ഞാനൊക്കെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇപ്പം ഞാൻ ISR കേസിന് 2ാമത് എടുക്കുന്ന സമയത്ത് മുഖ്യമന്ത്രിയോട് പറയുന്നുണ്ട്, തെറ്റാണ് എൻ്റെ തലയിൽ ഇത് അടിച്ചേൽപ്പിക്കുന്നത്. കാരണം എന്നെക്കാളും 6 കൊല്ലം സീനിയറായിട്ടൊരു ഓഫീസറെ അന്വേഷിച്ചിരുന്ന കേസാണ്. അത് മാറ്റുന്നതിന്, CBIക്ക് കൊടുക്കുന്നതിന് അദ്ദേഹം കണ്ടുപിടിച്ച 4 കാരണങ്ങളിൽ ഒന്നെന്ന് പറയുന്നത് അദ്ദേഹത്തെക്കാളും സീനിയറായിട്ടുള്ളൊരു ഓഫീസർ ഒരു സസ്പെക്റ്റാണ് എന്നുള്ളതാണ്. അപ്പോൾ ഞാൻ അദ്ദേഹത്തെക്കാൾ 6 കൊല്ലം ജൂനിയറാണ്. അപ്പോൾ ഞാൻ മറ്റേ സസ്പെക്റ്റഡ് ഓഫീസറിനേക്കാളും 10 കൊല്ലം ജൂനിയറാണ്. അപ്പോൾ അത് എന്നെ തരരുതെന്ന് പറഞ്ഞു. പക്ഷേ അദ്ദേഹം മുഖ്യമന്ത്രി പറഞ്ഞു അത് പറ്റില്ല, ഞങ്ങൾക്ക് സെൻകുമാർ തന്നെ അന്വേഷിക്കണം, ഞങ്ങൾ ഓർഡർ ഇടുമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ എഴുതി തരും, ഇത് എന്തുകൊണ്ട് എടുക്കുന്നത് ശരിയല്ല എന്ന് എഴുതി തരും. പിന്നെ ഒരു കോടതി ഓർഡർ ഇടാതെ ഞാൻ ഇതിലൊന്നും ചെയ്യില്ല. ഞാൻ അങ്ങനെ തന്നെ എഴുതി കൊടുത്ത് അങ്ങനെ തന്നെ ചെയ്തുള്ളൂ. പിന്നെ കേരള ഹൈക്കോടതിയുടെ ഓർഡർ വന്നതിന് ശേഷമാണ് നമ്മൾ ഒഫീഷ്യലായിട്ട് ഇത് അന്വേഷിക്കാനായിട്ട് തുടങ്ങിയത്. 2 ദിവസം ഉണ്ടായുള്ളൂ. സന്ധ്യ ഏൽപ്പിച്ചില്ല അന്വേഷണം. ഇല്ല, ഇതിൽ സന്ധ്യ ഏൽപ്പിച്ചില്ല. ആ കേസ്, പെരുമ്പാവൂർ കേസ് സന്ധ്യ ഏൽപ്പിച്ചില്ല. ഉണ്ടായിരുന്നു, ടീമിലുണ്ടായിരുന്നു. അന്ന് വനിതാ ഓഫീസർമാരെ കിട്ടാവുന്നവർ അതിലിട്ടുമെന്ന് മാത്രമേ ഉള്ളൂ. ബട്ട് അന്വേഷണം ബേസിക്കലി വാസ് ഡൺ ബൈ മെൻ. എല്ലായിടത്തും അങ്ങനെയൊക്കെ നടക്കാറുണ്ട്. പക്ഷെ ആ കേസിൽ നമ്മൾ വാസ്തവത്തിൽ വി വെർ ജസ്റ്റ് ഗോയിങ് ടു ഗെറ്റ് ഇറ്റ്. പക്ഷേ എല്ലാവരും വിചാരിച്ച് നമ്മൾ ആരെങ്കിലും പിടിക്കുന്നതാണ്. അപ്പോൾ പക്ഷേ നമ്മുടെ അടുത്ത് അന്ന് മുഖ്യമന്ത്രിയോ അല്ലെങ്കിൽ ഹോം മിനിസ്റ്ററോ ഒന്നും ഒരു പ്രഷറോ ഒന്നും ഇട്ടില്ല കേട്ടോ. അത് അവർ ചോദിക്കുമായിരുന്നു, ആളെ കിട്ടുമെന്ന് ചോദിക്കുമായിരുന്നു ഇലക്ഷന് മുമ്പ്. അപ്പോൾ ഞാനത് ഓഫീസേഴ്സിനും കൂടുതൽ പ്രഷറൊന്നും കൊടുക്കാൻ പോയില്ല. നമ്മളെ കംപ്ലീറ്റ് സയൻറ്റിഫിക് ആയിട്ടുള്ള കാര്യങ്ങൾ ഞാൻ ഈയിടെ എൻ്റെ ഫയൽസ് നോക്കിയായിരുന്നു. അപ്പോൾ അതിൻ്റെ കോപ്പിയുണ്ട്, ഞാൻ അന്ന് കൊടുത്തിരിക്കും. ഞാൻ തന്നെ ആലോചിക്കായിരുന്നു, ഇത്രയധികം പോയിൻറ്റ്സ് ഞാൻ എഴുതി കൊടുത്തിരുന്നു ഈ കേസിൽ നിന്നൊക്കെ. അപ്പോൾ ആ കേസ് ഏകദേശം എനിക്ക് തോന്നുന്നത് ഒരു പക്ഷേ ഒരു
അതിൽ ചെറിയ കളി നടന്നിരിക്കാൻ സാധ്യതയുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ അന്ന് നമ്മൾ കണ്ണൂർ എന്നുള്ള ഒരു ടീമിനെയൊക്കെയാണ് അതിൽ മനോജ് അതിൻ്റെ മൊബൈൽ ടവർ ലൊക്കേഷനുമൊക്കെ വെച്ചിട്ട് ആൾക്കാരെടുക്കാൻ വെച്ചിരുന്നത്. അപ്പോൾ അതിൻ്റെ അവസാനം 4 നമ്പറാണ് ബാക്കിയുള്ളത്. അവിടെ നിന്ന് ആ രാത്രിക്ക് ശേഷം മിസ്സിംഗ് ആയിട്ട് കണ്ടതെന്ന് പറഞ്ഞ് ഇരിക്കുകയായിരുന്നു. അതിലൊരു നമ്പറാണ് ഇവൻ്റെ ആയിരുന്നത്. പിന്നീട് അത് വെച്ചാണ് പിടിക്കുന്നത്. ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം നടന്നുകൊണ്ടിരിക്കുന്നു. അങ്ങനെ നമ്മൾ ആരും പ്രഷർ ചെയ്യാൻ പോയില്ല. ഇതെന്നോട് പിന്നീട് ഒരു റിട്ടയർ ചെയ്ത, ആ സമയത്ത് ഹൈക്കോടതിയിൽ ജഡ്ജായിരുന്നു, പിന്നീട് റിട്ടയർ ചെയ്ത ഒരാൾ എന്നോട് പിന്നീട് പറഞ്ഞിരുന്നു, ഞങ്ങളിങ്ങനെ വാച്ച് ചെയ്യുമായിരുന്നു ഇലക്ഷൻ സമയത്ത് പ്രഷറിൻ്റെ പേരിൽ ആരെങ്കിലും പിടിക്കുമോ എന്നുള്ളത് അറിയാനായിട്ട്. അദ്ദേഹം പറഞ്ഞു വി ആർ ഹാപ്പി ദാറ്റ് അത് സംഭവിച്ചില്ല എന്നുള്ളത്. കാരണം ഒരു ഇലക്ഷനെ ബാധിക്കുന്ന കേസായിട്ട് പോലും നമ്മളത് ചെയ്തില്ല എന്നുള്ളത്. ഒറിജിനൽ പ്രതി തന്നെയാണോ പിടിക്കപ്പെട്ടത്? തീർച്ചയായിട്ടും. കാരണം അത് DNA നമ്മൾ, പക്ഷേ DNA ഒക്കെ നമ്മൾ ശേഖരിച്ച് വെച്ചായിരുന്നു. അപ്പോൾ ഈ അതിലൊക്കെ പറയുന്ന ആൾക്കാരുണ്ട്, കുറേ സുഡാപ്പികൾ വന്ന് പറയുന്നുണ്ട്. ഒരുത്തൻ ഇന്നാൾ എഴുതിയിട്ടുണ്ടായിരുന്നു, നിങ്ങൾക്കൊക്കെ എന്താണ് ഡെത്ത് വാറണ്ട് ഉണ്ട് കംപ്ലീറ്റ്, എന്താണ്. അപ്പോൾ എനിക്ക് മനസ്സിലായില്ല എന്താണെന്ന്. അപ്പോൾ ഇവന്മാരെന്താ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, ഞാനാണ് അയാളെ ഫിക്സ് ചെയ്ത് കൊടുത്തതെന്ന്. അയാളെ ഫിക്സ് ചെയ്ത് കൊടുക്കണമെങ്കിൽ ഞാൻ അന്നേ അറസ്റ്റ് ചെയ്താനെ. ഇലക്ഷന് മുമ്പ് കിട്ടുകയാണെങ്കിൽ നമുക്ക് ഫിക്സ് ചെയ്ത്, നമുക്കറിയില്ലല്ലോ. നമുക്കിപ്പോൾ അതിൽ അയാൾ ഇവരുടെ പുറത്ത് കടിച്ചിരുന്നു. അപ്പോൾ ആ കടിച്ചിരുന്ന ഭാഗം നമ്മൾ അന്ന് എടുത്തിട്ട് ആദ്യം നമ്മുടെ ഫോറൻസിക് സയൻസിൽ കൊണ്ടുവന്നത്. പക്ഷേ അവിടെ ഇത് സംവിധാനം കേടായി കിടക്കുകയായിരുന്നുകൊണ്ട് രാജീവ് ഗാന്ധി ബയോടെക്നോളജിയിൽ കൊടുത്തിട്ടാണ്. അവിടെ നിന്നാണ് അതാണ് കൂടുതൽ നല്ലതെന്ന് തോന്നുന്നു. രാജീവ് ഗാന്ധിയാണ് ബെറ്ററാണ്. അതാണ് ഫിക്സ് ചെയ്യാനായിട്ട്. അപ്പോഴാണ് ഞാൻ അന്നേ പറഞ്ഞു എല്ലാ ഓഫീസേഴ്സിനോടും, ഇനി നമ്മൾ അക്യൂസിനെ ഐഡൻറ്റിഫൈ ചെയ്യണമെങ്കിൽ DNA ഷുഡ് ബി മാച്ചിങ്. കാരണം പല്ല് കടിക്കുന്നത് തന്നെ അത് മാച്ച് ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞ് എന്നോട് ഒരു ഫോറൻസിക്കിലെ ആളൊക്കെ പറഞ്ഞിരുന്നു, അത് വേറൊരാളെ അറസ്റ്റ് ചെയ്യാം കാരണം അത് കറക്റ്റ് മാച്ച് ചെയ്യുന്നുണ്ടെന്ന്. അത് പക്ഷേ ആ തുണി കൂടി ഇരുന്നുകൊണ്ടാണ്, വായിൽ കടിക്കുമ്പോൾ ആ തുണി കൂടി ഇരുന്നുകൊണ്ടാണ് അത് മാച്ച് ചെയ്ത് ആക്സിഡൻ്റലി കോയിൻസിഡൻ്റലി വന്നതായിരിക്കും. ഞാൻ പറഞ്ഞു ഐ വിൽ നോട്ട് ഡു ഇറ്റ് ടിൽ ദ DNA മാച്ചസ്, നൗ ദാറ്റ് വി ഹാവ് DNA. അപ്പോൾ അതിൽ ആ DNA മാച്ച് ചെയ്യാനായിട്ട് അത്രയെല്ലാം എവിഡൻസ് 90% നമ്മൾ കളക്ട് ചെയ്തായിരുന്നു, ഇയാളെ പിടിക്കുന്ന ഒഴിച്ച്. ഈ തോക്കുസ്വാമിയൊക്കെ പറയുന്നത് അയാൾ അവിടെ വെച്ച് മറ്റേ പുള്ളി കൂടെ ജയിലിൽ വെച്ചിട്ടുണ്ടായിരുന്നു, അവൻ പാവപ്പെട്ട ചോര കണ്ടിട്ട് ബോധം കിട്ടി വീണ പാവപ്പെട്ടവനൊക്കെയാണെന്ന് പറഞ്ഞത്. ഐ ഡോണ്ട് കമൻറ്റ് ഓൺ ഹിം ബിക്കോസ് ഇവർക്കൊന്നും ഇതിൻ്റെ കാര്യങ്ങളൊന്നും അറിയില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് ആ ഫോണിൻ്റെ നമ്പർ വെച്ച് 4 ഉണ്ടായിരുന്നത് പിന്നീട് ബാക്കിയുള്ളത് ഐഡൻറ്റിഫൈ ചെയ്ത് കൃത്യമായിട്ട് ഒരെണ്ണം റിങ് ചെയ്ത സമയത്ത് അവർക്കത് കൃത്യമായിട്ട് കിട്ടി. അങ്ങനെ ചെന്നൈയിൽ അടുത്ത ഒരു സ്ഥലത്തുണ്ടെന്ന് അറിഞ്ഞുകൊണ്ട് അതിനെ പോയി പിടിക്കാൻ പറ്റി. പക്ഷെ പിടിക്കാൻ സാധിച്ചു കഴിഞ്ഞപ്പോൾ അതിൻ്റെ DNA മാച്ച് ചെയ്തൊന്നും മാത്രം നോക്കിയാൽ മതി, എളുപ്പമായി. വേറെ ഒന്നുമില്ല, വേറെ എല്ലാം കഴിഞ്ഞിരിക്കുകയാണല്ലോ. അതിനൊക്കെ കിട്ടാവുന്ന എല്ലാ എവിഡൻസും ആയിട്ടുണ്ടായിരുന്നു. അല്ല, അപ്പോൾ ഈ സന്ധ്യമാനത്തിലേക്ക് തിരിച്ചു വന്നാൽ പിന്നെ ഇവിടെ തിരിച്ച് വന്നപ്പം ഒട്ടും സഹകരിക്കുന്നില്ല, വലിയ ഇതാണ്. മാത്രമല്ല ഇവർക്കെല്ലാം അപ്പോൾ പുതുതായിട്ട് വന്ന ഗവൺമെൻറ്റിനെ പ്ലേസ് ചെയ്യാനായിട്ടുള്ള പുതിയതായിട്ടുള്ള ഗവൺമെൻറ് നമ്മളായിട്ട് ഭയങ്കര ഉടക്കമാണെന്ന് അറിയുകയും ചെയ്യാമല്ലോ. അതായത് നമ്മളോട് ഉടക്കുകയാണെങ്കിൽ ഗവൺമെൻറ്റിൻ്റെ കൂടുതൽ സപ്പോർട്ട്, നല്ല കുട്ടിയാകും. അതായത് സെൻകുമാറിനെ മാക്സിമം അങ്ങനെയുള്ള തച്ചങ്കരിയൊക്കെ അവിടെ ഇട്ടത്. ഐ ഡോണ്ട് നോ വെദർ യു ആർ തച്ചങ്കരിയുടെ കാര്യങ്ങൾ അറിയുന്ന ഒരാളാണ്. പിന്നെ ഇദ്ദേഹം പിന്നെ പിണങ്ങി പോയത് എങ്ങനെ? ഈ തച്ചങ്കരി അത്ര വിശ്വസ്തനായിരുന്നു. പിന്നീട് തച്ചങ്കരി ഒരു മറ്റേ SP റാങ്കിലുള്ള മനുഷ്യാവകാശ കമ്മീഷൻ 2 വർഷം കൊണ്ടിട്ടായിരുന്നു. അതെന്ത് സംഭവിച്ചത്? ഞാൻ ഷോക്ക്. ഒരിക്കൽ പോലും ഞാൻ ചോദിച്ചു, അതെ ഇത് കുഴപ്പമില്ല എന്നൊക്കെ പറഞ്ഞു DG ആവുന്ന വിചാരിച്ചിരുന്നതാണ്, ഉറപ്പായിട്ടാവുമെന്ന് കരുതിയിരുന്നതാണ്. അതിനെപ്പോഴും ഒരു ക്രിമിനൽ മൈൻഡഡ് പേഴ്സൺ അത്രയേ ഉള്ളൂ, അത്ര ഇതുണ്ട്. അവിടെ ഉണ്ടായിരുന്ന 16 ഫയൽസ് എടുത്തുകൊണ്ട് പോയത് റിപ്പോർട്ട് കൊടുത്തൊക്കെ ഉണ്ട്. പിന്നെ നമ്പർ ഇപ്പോഴും എൻ്റെ കയ്യിൽ ഇരിപ്പുണ്ട്, അത് ഏത് ഫയൽസ് ആണെന്നുള്ളതൊക്കെ. അതുകൊണ്ടായിരിക്കും സർക്കാരോട് ഉടക്കാഞ്ഞത്. സർക്കാർ എന്നെ നിരീക്ഷിക്കാനായിട്ട്. അപ്പോൾ അതിന് തയ്യാറാവുന്ന എനിക്കറിയാം. അങ്ങനെ ബാക്കി ഒരു ഓഫീസറും അങ്ങനെ തയ്യാറായില്ല. ഇവൻ്റെ പേരിലുണ്ടായിരുന്ന എൻക്വയറിയിൽ 4-5 ഞാൻ തന്നെ നടത്തിയിട്ടുള്ളതാണ്. മാത്രമല്ല ഇവനെ പിരിച്ചുവിടണമെന്നും പറഞ്ഞ് എനിക്ക് മുന്നേ ഉണ്ടായിരുന്ന ബാലസുബ്രഹ്മണ്യ സാറ് ഗവൺമെൻറ്റിലേക്ക് എഴുതിയിട്ടുള്ളതാണ്. 25, അതായത് 15 ഇയറിലും 25 ഇയറിലും റിവ്യൂ നടത്തിയിട്ട് സൂട്ടബിൾ അല്ലാത്ത ഓഫീസേഴ്സിനെ പിരിച്ചുവിടണമെന്നും പറഞ്ഞ് പിരിച്ചുവിടാൻ അയച്ചതാണ്. അത് ഉമ്മൻചാണ്ടി സാറിൻ്റെ ഒരു സഹായം കൊണ്ടാണ് അത് പിരിച്ചുവിടാതിരുന്നത്. അല്ലെങ്കിൽ ഫസ്റ്റ് ഓഫീസർ ടു ബി സെൻഡ് ബാക്ക്, സർവീസ് കഴിച്ച് വിടേണ്ട ഒരാളായിരുന്നു തച്ചങ്കരി. ക്രിമിനൽ ആക്ടിവിറ്റീസാണ് മുഴുവൻ. ഏതിലിട്ടാലും എവിടെ ഇട്ടാലും ഹി വിൽ ഫൈൻഡ് സംതിങ്.
അപ്പം എന്നോടൊക്കെ എന്തുമാത്രം ആൾക്കാർ പിന്നീട് ഇപ്പോൾ റിട്ടയർ ചെയ്തതിന് ശേഷം വന്ന് പറഞ്ഞിട്ടുണ്ടെന്നു, ഈ കേരള ബുക്സ് ആൻഡ് പബ്ലിഷിങ്ങിലൊക്കെ ഇരിക്കുന്ന സമയത്ത് അയാൾ എങ്ങനെയാണ് പൈസ അവർ കൊടുക്കേണ്ട കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നിട്ട് പ്രിൻറ്റിങ്ങിൻ്റെയൊക്കെ ഭയങ്കര മുകളിലിട്ട് കോട്ട് ചെയ്തിട്ട് അതിന് ശേഷം ഇത് അവർ കൊടുക്കണമെങ്കിൽ ഇത്ര ലക്ഷം രൂപ കിട്ടിയിരിക്കണം. അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു എനിക്ക് തോന്നുന്നു ആകെ 2-3 വർഷത്തെ മാത്രമാണ് ഇപ്പോൾ കേസ് നടക്കുന്നത്. അത് തന്നെ എത്ര 85% മറ്റോ കൂടുതലുണ്ടെന്നും പറഞ്ഞാണ് നടക്കുന്നത്. അതിൻ്റെയൊക്കെ ഒരു ഹോൾ സർവീസ് പീരീഡിൽ എടുത്തു നോക്കണം. അല്ല, അതൊന്നും അന്വേഷണം നടക്കാത്തതിന് അതിനെപ്പറ്റി ഹോൾ സർവീസ് പീരീഡിൽ ഒരു അന്വേഷണത്തിൽ വന്നില്ല. ഇവൻ ഏത് ഗവൺമെൻറ് ആണെങ്കിലും ഇവന് ആളുണ്ടാവും. അതായത് 2002-ലാണെന്ന് തോന്നുന്നു, ആന്റണി സാറാണ് മുഖ്യമന്ത്രി. അപ്പോൾ ഞാനന്ന് KSBCയുടെ MD ആണ്. അപ്പോൾ ഞാൻ ഒരു ദിവസം മുഖ്യമന്ത്രിയുടെ ഓഫീസിലേക്ക് ചെന്ന സമയത്ത് അപ്പോൾ പ്രതാപൻ്റെ അടുത്താണ് നമ്മൾ ഇരിക്കുന്നത്. അപ്പോൾ പ്രതാപനോട് ചോദിച്ചു, എന്താ പ്രതാപൻ, സാറ് ഇത് 6ാമത്തെ കാളാണ് ഒരു ബിഷപ്പിൻ്റെ, 6ാമത്തെ ബിഷപ്പിൻ്റെ കാളാണ് അദ്ദേഹത്തിന് വേണ്ടി. അപ്പോൾ അങ്ങനെ വലിയ സപ്പോർട്ട് അയാൾക്കുണ്ടായിരുന്നു. അത് പലയിടത്തും പലതും നോക്കിയിട്ടുണ്ട്, എല്ലാം പൊളിഞ്ഞു പോയിട്ടുള്ളൂ. ഇടുക്കിയിൽ ഇവനിരുന്ന് ഇടുക്കിയിൽ ആൾക്കാർ കുട്ടികൾക്ക് ഇവൻ്റെ പേരിടാൻ തുടങ്ങി എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര ഇതായിരുന്നു. അതിനൊക്കെ കഞ്ചാവിൻ്റെ അവസാനം ഒരു DYSPയുടെ ജോലി പോയി. ഇയാളുടെ പറഞ്ഞനുസരിച്ച് ചെയ്ത് അയാളുടെ ജോലി പോയി. അതൊക്കെ പുള്ളി അതൊരു ചുമ്മാ ഉണ്ടാക്കുന്ന കഥയായിരുന്നല്ലേ കഞ്ചാവ്? എല്ലാം അതെ. ഒരു കഥ എനിക്കറിയാം. ഞാൻ ദീപിക വർക്ക് ചെയ്യുമ്പോൾ അദ്ദേഹം പാലക്കാട് SP-യാണ്. അപ്പം വീരപ്പൻ അവിടെ പാലക്കാട് ആ ഭാഗത്ത് കാട്ടിലുണ്ടെന്ന് പറഞ്ഞൊരു വാർത്ത. അപ്പോൾ ദീപിക എന്നെ അങ്ങോട്ട് വിട്ടു അഡീഷണൽ, കാരണം അവിടുത്തെ റിപ്പോർട്ടർ വിട്ടു. അപ്പം എല്ലാ ദിവസവും ഞങ്ങളെല്ലാം പോലീസ് വണ്ടി തന്നെ കൊണ്ടുപോകും, ഒരു സ്ഥലത്ത് കൊണ്ടിടും. എന്നിട്ട് പുള്ളി വീരപ്പനെ തേടിപ്പോൾ ചില വെടിവെച്ചൊക്കെ കേൾക്കും, തിരിച്ചു വരും. 2-3 ദിവസം എനിക്ക് മനസ്സിലായി തട്ടിപ്പാത്. അപ്പം ഞാൻ 3-ാം ദിവസം എഴുതി ഇതിങ്ങനെ ഒരു അഭ്യാസം. അതോടെ പതിയെ എല്ലാവരും എഴുതി നിർത്തിപ്പോകും. അങ്ങനെയാണ് പുള്ളി ആ കാലം. പക്ഷെ അഴിമതി ഒരുപാട് ആരോപണങ്ങൾ വന്നില്ലേ? എനിക്ക് തോന്നുന്നു അത് തന്നെയാണ് അവസാനം KFCയിൽ ഇരുന്നതിന് ശേഷം മുഖ്യമന്ത്രിക്ക് തന്നെ മനസ്സിലായി ഇയാൾ അദ്ദേഹത്തിനും കൂടി വിഴുങ്ങുന്ന ആളാണെന്ന്. അത് ഒരു കാര്യം സംഭവിച്ചതുകൊണ്ടാണ് മാറ്റിയത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പിന്നെ മാറ്റി, അതായത് ഞാൻ മനസ്സിലാക്കുന്നത് അനിൽകാന്തിനോട് ചോദിച്ചു, ഒരു പൈസയും വാങ്ങിക്കാൻ പറ്റാത്ത ഒരു പോസ്റ്റ് പറയാൻ പറഞ്ഞു. അനിൽകാന്ത് എനിക്ക് തോന്നുന്നു പറഞ്ഞു കൊടുത്തു. മനുഷ്യാവകാശ കമ്മീഷനിലെ ചീഫ് ഇൻവെസ്റ്റിഗേറ്റിംഗ് ഓഫീസറാണ്, അവിടെ ഇരുത്തു. അപ്പോഴും ചെന്നപ്പോൾ തന്നെ പറഞ്ഞില്ല, അത് DG ആകുന്നതിന് മുമ്പുള്ള ഒരു ഇതാണ്, മറ്റാണ് എന്നൊക്കെ പറഞ്ഞ് നടന്നതാണ്. പക്ഷെ നടന്നില്ലല്ലോ. അവസാനം കേസൊക്കെ കോഷ് ചെയ്യാനായിട്ട് പലരുടെ അടുത്തും പോയി, കേസ് കേൾക്കുന്ന ജഡ്ജിയുടെ അടുത്തൊക്കെ പോയിട്ടുള്ള ഇഷ്യൂസൊക്കെ ഉണ്ട്. ഞാനും കേട്ടു. അതോടെ അത് ഒരു കേസ് കൈവിട്ടു പോയെന്ന് എന്നോട് ഒരാൾ പറഞ്ഞു. ഈ ഇവിടുത്തെ അല്ല, കോട്ടയത്തെ കണ്ട കേസിൽ ജഡ്ജിയെ വീട്ടിൽ പോയി കണ്ടതോടുകൂടിയാണ് ആ കേസ് കൈവിട്ടു പോയി, അല്ല കിട്ടിയാലേ ഒരാളെ. അല്ല, അങ്ങനെയുണ്ട് വളരെ. അല്ല, പക്ഷേ അയാളെ പോലെയുള്ള ഓഫീസർമാർ കുറവാണ് കേട്ടോ പോലീസിൽ. പക്ഷെ എന്നിട്ടും ഒരു കേസും ഇല്ല. ഏതോ ഒരു കേസും കണ്ടിട്ടേ ഉള്ളൂ, ഒരു കേസ് ബാക്കിയുള്ളൂ. പക്ഷെ എന്നാലും SPC ആകാൻ സാധിച്ചില്ലല്ലോ. ഈ സന്ധ്യയുടെ കേസിലും സന്ധ്യയുടെ ഒക്കെയുള്ള ഒരു ആഗ്രഹമായിരുന്നു അവർക്ക് SPC ആകണം എന്നുള്ളത്. അതുകൊണ്ടായിരിക്കാം ഒരു പക്ഷേ എന്നോട് വളരെ ദേഷ്യം കാണിക്കുകയും, അതായത് CR ഒന്നും എഴുതാൻ പറ്റില്ലല്ലോ, ഗവൺമെൻറ് ഭയങ്കര സപ്പോർട്ടായിട്ട് നിൽക്കുന്ന. അപ്പോൾ വാസ്തവത്തിൽ അവരാണ് എന്നോട് വന്ന് ഈ കേസ് പറയേണ്ടത്, നടിയുടെ കേസ് പറയേണ്ടത്. ഇങ്ങനെയാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അല്ല സാറ്, അല്ല മറ്റേ ബെഹ്റയുടെ കാലത്താണ് അത് ഉണ്ടാകുന്നത്. അത് കഴിഞ്ഞ് സാറ് വന്നപ്പോൾ അപ്ഡേറ്റ് ചെയ്തിട്ടില്ല. എൻ്റെ അടുത്ത് ഒരു ദിവസം വന്നിട്ടില്ല. അപ്പോൾ അതിൽ ഞാൻ സ്പെഷ്യൽ SITയുടെ ചുമതലക്കാരിയാക്കിയത് ആരാ? ബെഹ്റയാണ്. അപ്പോൾ അതിൽ എന്നോട് പിന്നീട് പറയുന്നത്, ഞങ്ങൾക്കൊരു IG ഉണ്ടായിരുന്നു, ഐ ജസ്റ്റ് ഫോർഗോട്ട് ഹിസ് നെയിം, ഞാൻ നിലത്തെ പോസ്റ്റിലിട്ടിട്ടുണ്ട്. അത് പിന്നെ സുദർശൻ എന്ന് പറഞ്ഞ കശ്യപ് ദിനേന്ദ്ര കശ്യപും സുദർശനും കൂടി. കശ്യപ് ഈസ് വൺ ഓഫ് ദ ബെസ്റ്റ് ഓഫീസർ. ഇപ്പോഴുണ്ടാവും. എനിക്ക് സെൻട്രലിലാണ്, എനിക്ക് NTROയിലാന്ന് തോന്നുന്നു. സുദർശൻ ഇപ്പം SP ആണ്, എവിടെയെങ്കിലും SP ആയിരിക്കും. അവർ രണ്ടുപേരും കൂടി വന്നിട്ട് എന്നോട് ബ്രീഫ് ചെയ്തത് ഇതൊക്കെയാണ് സംഭവം. അപ്പോഴാണ് ഈ പറയുന്ന ഇയാളെ പിടിച്ച് ക്വസ്റ്റ്യൻ ചെയ്ത് ഓക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതിൽ ഞാൻ ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു, സാറേ യാതൊരു എവിഡൻസും ഇല്ല, ഇതുവരെ ഇല്ല.
അപ്പോൾ ഞാൻ പറഞ്ഞു, ഇൻവെസ്റ്റിഗേഷനിൽ ഞാൻ ASP ആയപ്പോൾ മുതൽ റിട്ടയർ ചെയ്യുന്ന വരെ എടുക്കുന്ന ഒരു പോളിസിയുണ്ട്. നമ്മൾ സയൻറ്റിഫിക് എവിഡൻസ് പരമാവധി എടുക്കാൻ നോക്കുക, സർക്കംസ്റ്റാൻഷ്യൽ എവിഡൻസും ഡയറക്റ്റ് എവിഡൻസും ഒക്കെ എടുക്കാൻ നോക്കുക. ചില കേസിൽ നമ്മൾക്ക് തോന്നും ഇവനാണ് പ്രതി, ബട്ട് വി ആർ കൺവിൻസ്ഡ്, പക്ഷേ വി ഹാവ് നോ എവിഡൻസ്. അപ്പോൾ അങ്ങനെയുള്ളൊരു കേസിൽ നമ്മൾ ഒരിക്കലും എവിഡൻസ് പാഡപ്പ് ചെയ്യരുത്. അപ്പോൾ അങ്ങനെയുള്ള കേസുകൾ ലീവ് ഇറ്റ് എന്ന് വെച്ചാൽ അവൻ രക്ഷപ്പെടട്ടെ, അതിന് ദൈവം പണി കൊടുക്കട്ടെ, ദൈവത്തിനും കുറേ വർക്ക് വേണമല്ലോ. അപ്പോൾ അങ്ങനെ പണി അല്ലാതെ നമ്മൾ പാഡപ്പ് ചെയ്തിട്ട് ഒരുത്തനെ നമ്മൾ ഒരിക്കലും ചെയ്യരുത്. ഇപ്പം ഞാൻ കാസർഗോഡ് ട്രെയിനിങ് ആണ് തുടങ്ങിയത്, പിന്നെ തലശ്ശേരിയായിരുന്നു. അപ്പോൾ എനിക്ക് ഏറ്റവും ഇഷ്ടമുണ്ടായിരുന്ന ഓഫീസറാണ് ഹക്കിം ബത്തേരി എന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ വെടിവെപ്പിൻ്റെ ഒക്കെ ഉണ്ടായിരുന്ന ആൾ. അപ്പോൾ തലശ്ശേരിയിലൊക്കെ ഉണ്ടായിരിക്കുമ്പോൾ പുള്ളി കൂത്തുപറമ്പ് CA ആണ്. കൂത്തുപറമ്പ് CA ആയിരിക്കുമ്പോൾ ഹക്കിം ബത്തേരി എന്നോട് ചില കേസിൽ പറയും, അപ്പോൾ ഒരു നിർത്തിയിട്ടിരിക്കുന്ന ഒരു ബസ്, ലൈൻ ബസ് ഓടുന്ന പ്രൈവറ്റ് ബസ്സാണ്, ആ നിർത്തിയിട്ട് ആളെ കയറ്റിക്കൊണ്ടിരിക്കുന്ന ബസ്സിൻ്റെ മുന്നിൽ പോയിട്ട് ഒരു കാറിടിച്ച് കാർ ഓടിച്ചിരുന്ന ആൾ മരിച്ചുപോയി. അപ്പോൾ അന്ന് അത്തരം കേസുകൾക്ക് GCR എഴുതണം, ഗ്രേവ് ക്രൈം റിപ്പോർട്ട് തയ്യാറാക്കണം, ASP. അപ്പോൾ ഞാനിത് അന്വേഷിച്ച് ഗ്രേവ് ക്രൈം റിപ്പോർട്ട് തയ്യാറാക്കുന്ന സമയത്ത് ഞാൻ ഡയറക്ഷൻ കൊടുത്തു, ഇറ്റ് ഇസ് എ ക്ലീൻ കേസ് വെയർ ബസ് ഡ്രൈവർ ഈസ് അബ്സല്യൂട്ട്ലി ഇന്നസെൻറ്റ്. അല്ലാതെ ബസ് ഡ്രൈവർ പിന്നെ ബസ് ആകാശത്ത് നിർത്താൻ പറ്റും? അയാളുടെ സ്റ്റോപ്പിൽ നിർത്തി ആളെ എടുക്കുന്നു, മറ്റേ കാറുകാരൻ കൊണ്ടുവന്ന് ഓപ്പോസിറ്റ് വന്നിട്ട് ഇടിക്കും. അപ്പോൾ സൈഡും തെറ്റാണ്, അയാൾ ഉറങ്ങിപ്പോവുകയോ എന്തോ ചെയ്തിട്ടുണ്ട്, വന്ന് ഇടിച്ചു. അപ്പോൾ ഇവർ ചാർജ് ചെയ്യാനായിട്ട് അയാളുടെ പേരിൽ, ബസ് ഡ്രൈവറുടെ പേരിൽ ചാർജ് ചെയ്യാനായിട്ട് വരികയാണ്. അപ്പോൾ അതിന് അവർ പറയുന്നൊരിതുണ്ട്, ഇളം ചാർജ്. ഈ ഇളം ചാർജ് എന്ന് പറഞ്ഞാൽ കേസ് ചാർജ് ചെയ്യും വിട്ടുപോകും, ഉറപ്പായിട്ടും വിട്ടുപോകുന്ന കേസാണ്. പക്ഷേ അത് കൊടുത്താൽ ഒരു ഗുണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവർക്ക് ഇൻഷുറൻസ് ഒക്കെ കൂടുതൽ കിട്ടും. ആ ഒരു ഇതാണ്. അപ്പം ഞാൻ പറഞ്ഞു ഇളം ചാർജിൻ്റെ പരിപാടി നടക്കില്ല ബത്തേരി, അത് നമ്മൾ അതിന് പോകാൻ പറ്റില്ല. കാരണം അയാൾക്ക് കുറേ സഫറിങ് നടന്നിട്ട് ഒരു കേസ് തീരുള്ളൂ. നമ്മൾ ഇന്നസെൻറ്റിന് അത് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അങ്ങനെയുള്ളതൊന്നും നമ്മുടെ അടുത്ത് പറ്റില്ല. ഐ വിൽ ഗോ ബൈ ദിസ് പോളിസി ദാറ്റ് നമുക്ക് പറ്റാത്തൊരു കേസാണെങ്കിൽ ലെറ്റ് ഇറ്റ് ലീവ് ഇറ്റ്. ഇനി വേറെ ടീം അന്വേഷിക്കുകയോ CBI അന്വേഷിക്കുകയോ ആരന്വേഷിക്കുകയോ ചെയ്തോട്ടെ, പക്ഷേ നമ്മുടെ ഭാഗത്തുനിന്ന് ഒരു പാഡിങ് അപ്പ് ഉണ്ടാകില്ല. അപ്പോൾ അത് എല്ലായിടത്തും നമ്മൾ DJ ആയിട്ട് പോലും നമ്മൾ അതിൻ്റെ എക്സാമ്പിളാണ് ഈ പെരുമ്പാവൂർ കേസൊക്കെ. അല്ലെങ്കിൽ നമുക്ക് ഒരാളൊക്കെ പിടിക്കാനൊക്കെ ആയിട്ട് വളരെ എളുപ്പമായിരുന്നു. ഞാൻ പറഞ്ഞു വി വിൽ ഗോ ഓൺ സയൻറ്റിഫിക് ബേസിസ്, ആബ്സൊല്യൂട്ട്ലി സയൻറ്റിഫിക്. ഞാൻ 4-5 പേജ് സയൻറ്റിഫിക് ഇന്ന കാര്യങ്ങൾ ചെയ്യണമെന്ന് എഴുതി കൊടുത്ത്, ഇതൊന്നും ഒരു DGമാരും ചെയ്തിട്ടില്ല. ഏത് DGമാർ ചെയ്തിട്ടുണ്ടെന്നൊന്ന് അന്വേഷിച്ച് നോക്കിയാൽ മതി ഇത്തരം കേസുകളിൽ. അപ്പോൾ ഇത്തരം കേസുകൾ ആക്ച്വലി ഉണ്ടാകുന്ന സമയത്ത് ഈ പെൺകുട്ടിയുടെ ഈ ഇൻസിഡൻറ്റ് നടക്കുമ്പോൾ തന്നെ അവിടുത്തെ SP എന്നെ വിളിച്ച് രാത്രി പറഞ്ഞു. അപ്പോൾ ഞാൻ അന്ന് തന്നെ ഓറലായിട്ട് പറഞ്ഞു ഇന്ന കാര്യങ്ങൾ റെഡിയാക്കണം. അതുകൊണ്ടാണ് നമ്മൾ സയൻറ്റിഫിക് എവിഡൻസ് ഒന്നും പോകാതെ അത് തന്നെ നമ്മൾ സേവ് ചെയ്തത്. അപ്പോൾ അത്തരം കേസിൽ ഇവർക്ക് വന്നു കഴിഞ്ഞിട്ട് എന്നെ ബ്രീഫ് ചെയ്യാനായിട്ട് വളരെ എന്താണ് പറയുന്നത്, ഒരു ഔദിത്യം കാണിച്ച് അങ്ങനെയൊക്കെ നടക്കുന്ന സമയത്ത് ദിനേന്ദ്ര കശ്യപും ഈ പറയുന്ന സുദർശനും വന്ന് എന്നെ ബ്രീഫ് ചെയ്തായിരുന്നു. അപ്പോൾ അതിൽ നിന്നുള്ള ഇൻഫർമേഷൻ എനിക്കുള്ളൂ വാസ്തവത്തിൽ ഈ കേസിനെ പറ്റി. അപ്പം ഞാൻ പറഞ്ഞു ഇതിൽ പ്രോപ്പറായിട്ടേ പോകാവൂ, എവിഡൻസ് എൻ്റെ പ്രിൻസിപ്പിളാണ്. ഞാൻ അവരോട് പറഞ്ഞു ഇതനുസരിച്ചാണ് ചെയ്യേണ്ടത്. ആൻഡ് തിങ്സ് ഷുഡ് ബി ബേസ്ഡ് ഓൺ ട്രൂത്ത്. അല്ലാതെ അപ്പം അതിൽ നമ്മൾ നോക്കിയ സമയത്ത് എന്താണ് പറയുന്നത്, ഇപ്പോൾ ഒരു സംഭവം ഉണ്ടാകണമെങ്കിൽ എല്ലാത്തിനെയും കോൺസ്പിറസി ഉണ്ടാകണം, അതിന് വേറെ ആൾക്കാരായിരിക്കണം എന്നുമില്ല. ഇപ്പോൾ യു ആർ കണ്ടക്ടിങ് എൻ ഇൻ്റർവ്യൂ വിത്ത് മീ, ഇതിന് ഇതിൻ്റെ പുറകിൽ ഏതെങ്കിലും ദർ ഈസ് സം കോൺസ്പിറേറ്റർ ബിഹൈൻഡ് യു എന്ന് പറഞ്ഞാൽ അതിലെന്താ ഉള്ളത്? അത് അങ്ങനെയില്ല. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ പറയുന്നതിന് ഒരു കോൺസ്പിറസി ഉണ്ടെന്ന് പറയുന്നതിൽ ഒരു അർത്ഥമില്ല. അപ്പോൾ എല്ലാത്തിനും ഇങ്ങനെ കോൺസ്പിറസി ഒക്കെ ഉണ്ടാവണമെന്നില്ല. രണ്ടാമത് അങ്ങനെ കോൺസ്പിറസി ഉണ്ടെങ്കിൽ ഏതെങ്കിലും ഒരാൾ പറയുന്നതനുസരിച്ച് അല്ലെങ്കിൽ നമ്മൾ ഈ സമയത്ത് തന്നെ ദിലീപിനെതിരെ ഇയാൾ പറഞ്ഞെന്ന് തോന്നുന്നു അല്ലേ? ഈ ആ സമയത്താണ് ഈ പറയുന്ന ലെറ്റർ എടുക്കലും അങ്ങനെയുള്ള ഇഷ്യൂസൊക്കെ ഉണ്ടാകുന്നത്. വാട്സാപ്പിൽ അയച്ചു കൊടുത്തു എന്നൊക്കെ പറയാം. അതൊക്കെ ജയിലിൽ ഞാനും ജയിൽ DGP ആയിരുന്നല്ലോ. എൻ്റെ ഫോൾസ് ഞാൻ കൂടുതൽ അതിനെപ്പറ്റി പറയുന്നില്ല, പക്ഷേ അതെല്ലാം തട്ടിപ്പായിരുന്നു എന്നുള്ളത് ആൾമോസ്റ്റ് എനിക്കറിയാം. കാരണം ഞാനും ജയിൽ DGP ആയിരുന്നു, എന്നെ അറിയുന്ന ഓഫീസേഴ്സ് അവിടെയുണ്ട്. അല്ലെങ്കിൽ സനൽകുമാർ എന്ന് പറഞ്ഞ വക്കീൽ പറഞ്ഞത് എൻ്റെ അതിനകത്ത് ഈ കത്തിൽ ഒരു വെട്ടുത്തിരുത്ത് പോലും ഇല്ലെന്ന് പറഞ്ഞു. മനോഹരമായി കൈപ്പടയിൽ
സാധാരണ ആര് കത്തെഴുതിയാലും ഒരു തിരുത്തൂല, ഒന്നുമില്ലാത്ത കത്താന്ന് വളരെ നല്ല കൈപ്പടയിൽ വളരെ നല്ല ഭാഷയിൽ നല്ല ഭാഷയിൽ. അപ്പൊ എന്നിട്ട് ആ സമയത്താണ് ഇത് സംഭവിക്കുന്നത്. അതെ. അപ്പൊ ഇതില് അപ്പൊ ഇത്തരം കാര്യങ്ങളൊക്കെ അപ്പൊ സാറ് വിശദീകരണം ചോദിച്ചില്ലേ സന്ധ്യയോട്, SIT ഓഫീസർ എന്ന നിലയിൽ? SIT അല്ല, SIT അപ്പോഴ് ദിലീപിനെ പിടിക്കാനായിട്ട് തുടങ്ങിയിട്ടില്ല. ഞാനുള്ള സമയത്ത് ആളെ പിടിച്ചില്ല. മനസ്സിലായി. അതായത് ഞാൻ അത് മാറിക്കഴിഞ്ഞിട്ട് ആണ് ഞാൻ പറയുന്നത്. പത്രക്കാരനോട് പലതും ചോദിച്ച കൂട്ടത്തിൽ ഈ ദിലീപിനെതിരെ എവിഡൻസ് ഉണ്ടോ എന്ന് ചോദിച്ച കൂട്ടത്തിൽ അതാണ് ഞാൻ ഇന്നലെ പോസ്റ്റിലിട്ടത് അന്ന് പറഞ്ഞത്. ഞാൻ പറഞ്ഞു ഇതുവരെ ഒരു എവിഡൻസും ഇല്ല, ദിലീപിനെ പ്രതിയാക്കുന്നതിനുള്ള ഒരു എവിഡൻസ് ഇതുവരെ ഇല്ല. അപ്പോൾ അതിൻ്റെ കാര്യങ്ങൾ അതിൽ അന്ന് പറയുകയും ചെയ്തു. പക്ഷെ പിന്നീട് അപ്പോൾ ചില ഓഫീസേഴ്സിനുള്ളൊരു നമ്മൾ കാണുന്നതെന്ന് വെച്ചാൽ ചില ഓഫീസേഴ്സ് കൺവിക്ഷൻ ഒരു മെൻറ്റാലിറ്റി ഉണ്ട്. അതായത് അവർക്ക് വേണം, ഞാൻ പിടിക്കുന്ന കേസ് തെളിഞ്ഞിരിക്കണം, ഞാൻ പിടിക്കുന്ന കേസ് കൺവിക്ഷനായിരിക്കണം എന്നുള്ളൊരിത് വരുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യുന്നത് വെച്ചാൽ പാഡപ്പ് ചെയ്യും. ഈ സയൻറ്റിഫിക് എവിഡൻസൊക്കെ പലതും പാഡപ്പ് ചെയ്യാനായിട്ട് സാധാരണക്കാരുടെ അടുത്ത് ഇപ്പോൾ ഫോറിനിലൊക്കെ ആണെങ്കിൽ ഇപ്പോൾ അമേരിക്കയിലോ അങ്ങനെയുള്ള സ്ഥലങ്ങളിലാണെങ്കിൽ കുറച്ചുകൂടി ബുദ്ധിമുട്ടാണ് അവിടുത്തെ പോലീസിന്. കാരണം എന്ന് വെച്ചാൽ ഇതേ സാധനം തന്നെ അവരും പ്രതിഭാഗവും എടുത്തുകൊണ്ടുപോയിട്ട് ദേ വിൽ ആൾസോ ഹാവ് റിപ്പോർട്ട്സ്. അത് ചോദ്യം ചെയ്ത് വരുമ്പോൾ നമുക്ക് ഉത്തരം പറയാൻ ബുദ്ധിമുട്ടാകും. പക്ഷേ ഇവിടെ അങ്ങനെ ഇല്ലാത്തതുകൊണ്ട് നമ്മൾ ഒരു കാര്യം പാഡപ്പ് ചെയ്താൽ, ഇപ്പോൾ ഫസൽ മർഡർ കേസിൽ തലശ്ശേരിയിലുണ്ടായിരുന്ന മർഡർ കേസിൽ ഇവർ ചെയ്തത് ആ ബ്ലഡിൽ സോക്ക് ചെയ്ത ഒരു ടവൽ കൊണ്ടുപോയിട്ട് അറസ്റ്റുകാരൻ്റെ അവിടെ ഇടുകയാണ് ചെയ്തത്. അത് റിക്കവറി നടത്തിയല്ലേ. അപ്പോൾ അത് വളരെ ക്ലിയർ ആയിട്ടൊരു എവിഡൻസാണ്. ഇയാളുടെ ബ്ലഡുമായിട്ട് മാച്ച് ചെയ്യും, കൃത്യമായിട്ട് ഫിക്സ് ചെയ്യാൻ പറ്റും. അപ്പോൾ അതേപോലുള്ള കാര്യങ്ങൾ ചെയ്യിക്കാനായിട്ട് വേണമെങ്കിൽ പറ്റും. അപ്പോൾ അങ്ങനെയുള്ള പല കാര്യങ്ങളും സയൻറ്റിഫിക്കായിട്ട് തന്നെ പ്രൂവ് ചെയ്തു എന്ന് പറയാനായിട്ട് പറ്റുന്നതാണ്. അപ്പോൾ അത് ഈ ദിലീപിൻ്റെ കേസിൽ ഇപ്പോൾ ഞാൻ ദിലീപിനോട് എനിക്ക് പ്രത്യേകിച്ച് യാതൊരു താല്പര്യമോ വിദ്വേഷമോ ഇല്ല. ദിലീപിൻ്റെ സിനിമകൾ വളരെ ഇഷ്ടമായിരുന്നെങ്കിലും ഈ ദിലീപിനെ ഞാൻ പേഴ്സണലായിട്ട് ഇതുവരെ കണ്ടിട്ടില്ല. ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല, ഇതുവരെ ഞാൻ നേരിട്ട് കണ്ടിട്ടില്ല. അപ്പോൾ എനിക്ക് ദിലീപിനോട് അങ്ങനെ ദിലീപിനെ സേവ് ചെയ്യണം എന്നുള്ളൊരു ഇൻട്രസ്റ്റ് അങ്ങനെ പേഴ്സണലായിട്ട് യാതൊരു ബന്ധവുമില്ല എനിക്ക്. അയാളുടെ സിനിമ ഇഷ്ടമായി എന്നുള്ളത് കൊണ്ട് മാത്രം ഇപ്പോൾ അതുപോലുള്ള സിനിമ ഇഷ്ടമായ ആളാണ് ജഗതി ശ്രീകുമാർ വിതര കേസിലുണ്ടായിരുന്നത്. അപ്പോൾ ഞാൻ ജഗതിയോട് പറയുകയും ചെയ്തു, അന്ന് നമ്മൾ പിടിച്ച് ക്വസ്റ്റ്യൻ ചെയ്യുന്ന സമയത്ത് പറയുകയും ചെയ്തു, ഞങ്ങളൊക്കെ ടെൻഷൻ മാറ്റാനായിട്ട് നിങ്ങളുടെ സിനിമയൊക്കെ കാണുന്ന സമയത്താണ് നിങ്ങളാണ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഒപ്പിച്ച് വെച്ച് അവിടെ വന്നിരിക്കുന്നതെന്ന് പറയുകയും ചെയ്തതാണ്. അപ്പോൾ അതുകൊണ്ട് ഈ ഞാനിരിക്കുന്ന സമയത്തോളം അവർ അങ്ങനെ ചെയ്തില്ല. പക്ഷെ അത് ഞാൻ മാറിക്കഴിഞ്ഞ ഉടനെ ഒരു ഇരട്ടി വാശിയോടെ, അതായത് ഇനിയിപ്പോൾ ഇതിനെ സൂപ്പർവൈസ് ചെയ്യുന്ന ആൾ വീണ്ടും ബെഹ്റയാണല്ലോ തിരിച്ചു വരുന്നത്. അപ്പോൾ ബെഹ്റ എവിടെ പോയായിരുന്നു സാർ? 2 മാസം വിജിലൻസ് ഡയറക്ടറായിട്ട്. അപ്പോഴേക്കും മറ്റേ ജേക്കബ് തോമസ് ഇവരായിട്ട് ഉടക്കി പോയി. ജേക്കബ് തോമസും ആക്ച്വലി അവരുമായിട്ട് നല്ല ടൈംസിലായിരുന്നു. ജേക്കബ് തോമസിനുണ്ടായിരുന്ന അഡീഷണൽ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ജേക്കബ് തോമസും കൂടി ഒരു കോൺട്രിബ്യൂട്ടറി ഫാക്ടറാണ് അവരുടെ ഇലക്ഷൻ വിജയത്തിന് എന്നുള്ളതാണ്. എനിക്കറിയാം. എന്നാ വെച്ചാൽ യഥാർത്ഥത്തിൽ പിണറായി വരണമെന്ന് ആഗ്രഹിച്ച് വർക്ക് ചെയ്ത അവിടെ ഞാനുണ്ട് ആ സമയത്ത് 2016 അന്ന് ഞാൻ ജേക്കബ് തോമസിന്റെ ഒരു സ്ഥിരം സന്ദർശനമായിരുന്നു. വിജിലൻസ് അദ്ദേഹം അഡീഷണൽ DG ആയിരുന്നല്ലോ. അന്ന് ഒരുപാട് കാര്യങ്ങൾ എനിക്കറിയാമായിരുന്നു. അപ്പൊ എന്നിട്ട് അദ്ദേഹത്തിന് പക്ഷേ അദ്ദേഹം DGP ഒന്ന് പ്രതീക്ഷിച്ചിരുന്നു. അദ്ദേഹത്തെ സീനിയർ ആയിരുന്നു. അദ്ദേഹം വിചാരിച്ചിരുന്ന സാറ് പോയി കഴിഞ്ഞ ഉടനെ തന്നെ അദ്ദേഹം DGP ആവുന്ന കരുതിയിരിക്കും. അപ്പോഴാണല്ലോ ഇവരെല്ലാം വെട്ടിക്കൊണ്ട് ബെഹ്റ വെച്ച് സാറിനെ വിജിലൻസ് ഡയറക്ടർ ആക്കിയല്ലോ. അന്നും ഞാൻ വിജിലൻസിൽ പോയി കാണുമായിരുന്നു. അപ്പോൾ പോയി കാണുമ്പോഴൊക്കെ ഈ വെള്ളാപ്പള്ളിയുടെ ഫയലൊക്കെ എനിക്കറിയായിരുന്നു. അപ്പോൾ എനിക്ക് അന്നുണ്ടായിരുന്ന പ്രതീക്ഷ മുഴുവൻ, എനിക്ക് ഏറ്റവും വലിയ ആഗ്രഹം, വിഷമം, ഈ സർക്കാരോട് പിണങ്ങാനുള്ള മെയിൻ കാരണം ഞാൻ വെള്ളാപ്പള്ളിയെ പിടിച്ചകത്തുണ്ടെന്ന് ഞാൻ കരുതിയിരുന്നത്. കാരണം അത്രമാത്രം ആ സമയത്ത് വെള്ളാപ്പള്ളി കുഴപ്പമുണ്ടാക്കിയായിരുന്നില്ല. കേരളത്തിൽ മുഴുവൻ നടന്ന പ്രസംഗം പറഞ്ഞ് സർക്കാരിനെതിരെ അന്ന് വർഗീയത ഒരുപാട് ഇട്ടേക്കായിരുന്നു. അപ്പോൾ ഇയാളുടെ തട്ടിപ്പ് ഒരുപാടുണ്ട്. ഇയാളകത്തുള്ള ഞാൻ പ്രതീക്ഷിച്ചു. അവസാനം ജേക്കബ് തോമസ് പോലും ഉടക്കുണ്ടാക്കുന്ന ഈ വിഷയത്തിനകത്ത്. എന്നിട്ട് ജേക്കബ് തോമസിന്റെ അവിടേക്ക് വന്നത് EP ജയരാജന്റെ ഇഷ്യൂലാണ്. അല്ല, ജേക്കബ് തോമസിന് അവിടെ ഇരുന്നു. ജേക്കബ് തോമസിനെ എനിക്ക് 10-30 വർഷമായിട്ട് നന്നായിട്ട് അറിയുകയും ഞാൻ പരമാവധി ഹെൽപ്പ് ചെയ്തിരിക്കുന്ന ഒരു ഓഫീസർ ജേക്കബ് തോമസ് ആണ്. പക്ഷെ ആ ജേക്കബ് തോമസ് വിജിലൻസ് ഡയറക്ടറായിട്ട് ചെയ്ത പണി എന്ന് പറയുന്നത് എനിക്കെതിരെ കറപ്ഷൻ കേസ് എടുക്കാനായിട്ട് ശ്രമിച്ചു എന്നുള്ളതാണ്. എന്നിട്ട് കണിച്ചുകുളങ്ങര അവർക്ക് വേണ്ടി കണിച്ചുകുളങ്ങര മർഡർ കേസ് എന്ന് പറയുന്ന അത് അബ്സല്യൂട്ട്ലി ഒരു മോട്ടോർ ആക്സിഡൻ്റ് ആയിട്ട് പോകും. ഹിമാലയ എവറസ്റ്റ് ഇതിൻ്റെ
അതായത് അന്ന് ഞാൻ IG സൗത്ത് സോണായിരിക്കുന്ന സമയത്ത് ഒരു ഡയറക്ഷൻ കൊടുത്തിരുന്നു. ഞാൻ എൻ്റെ എക്കണോമിക്സിലാണ് PhD എടുത്തത്. അപ്പോൾ അതിൻ്റെ റോഡ് ആക്സിഡൻസിൻ്റെ ഒരു ഇത് വന്ന സ്റ്റഡി ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഞാൻ പ്രത്യേകം ശ്രദ്ധിക്കുമായിരുന്നു. അപ്പോൾ ഒന്നിൽ കൂടുതൽ ആൾക്കാർ മരിക്കുകയാണെങ്കിൽ അത് എന്നെ ഇമ്മീഡിയറ്റ് ആയിട്ട് അറിയിക്കണം. അപ്പോൾ രണ്ടുപേരും മരിച്ചായിരുന്നു ആ ആക്സിഡൻറ്റിൽ. അപ്പോൾ ഞാൻ അവിടുത്തെ DSPയുടെ സ്ഥലത്ത് പോയി നോക്കിയിട്ട് എന്നെ വിളിക്കാൻ പറഞ്ഞു. അങ്ങനെ വിളിച്ചപ്പോഴാണ് ഇത് വളരെ പഴകിയൊരു വണ്ടിയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു അവിടെ സ്ട്രേറ്റ് റോഡാണല്ലോ, അങ്ങനെ വന്ന് നേരിട്ട് ഒന്നും ഇടിക്കാൻ പറ്റില്ല, ഇറ്റ് മസ്റ്റ് ബി സംതിങ് സസ്പീഷ്യസ്. അതിൽ നിന്ന് തുടങ്ങിയ അന്വേഷണമാണ് നമ്മൾ ആ കംപ്ലീറ്റ് കേസ് ഇതേപോലെ എൻ്റെ ബാക്കിലുള്ള കംപ്ലീറ്റ് കോൺസ്പിറസി തെളിയിക്കുന്നത്. അന്നത്തെ DG ആയിരുന്ന മിസ്റ്റർ രാമൻ ശ്രീവാസ്തവനോട് പറഞ്ഞിരുന്നു, നിങ്ങളൊന്നും ഒരു കാരണവശാലും ഇതൊരു ആക്സിഡൻറ്റ് കേസ് എന്നല്ലാതെ മർഡർ കേസായിട്ട് ഡിറ്റക്ട് ചെയ്യാനേ പറ്റില്ല എന്ന്. പക്ഷെ എന്തായി, മർഡർ കേസായിട്ട് തന്നെ ഡിറ്റക്ട് ചെയ്ത് കൺവിക്ഷൻ എല്ലാം ആയില്ലേ. അപ്പോൾ നമ്മൾ അന്വേഷിക്കുകയാണെങ്കിൽ പ്രോപ്പറായിട്ട് അന്വേഷിക്കാൻ പറ്റും. ആ കേസിൽ അപ്പോൾ ഹൈക്കോടതിയിലും റിക്വസ്റ്റ് ചെയ്ത് റിസീവർ വെക്കണം എന്നുള്ളത് ഞാൻ തന്നെയായിരുന്നു. അങ്ങനെ റിസീവർ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ റിസീവർക്ക് ഞാൻ ഇൻഫർമേഷൻ കൊടുത്തില്ല എന്ന് പറഞ്ഞാൽ, നോക്കൂ ഞാൻ IG ആണ്, എൻ്റെ താഴെ DIG ഉണ്ട്, SP ഉണ്ട്, അന്വേഷിക്കുന്ന. ഹൈക്കോടതി റിസീവർ എന്തിനായിരുന്നു? കാരണം അതിൽ ഡെപ്പോസിറ്റേഴ്സ് ഉണ്ടല്ലോ, അപ്പോൾ അവരുടെ കാര്യങ്ങൾ തീർക്കാനായിട്ട് എല്ലാം എടുക്കാനായിട്ട് റിസീവർ വയ്ക്കാനായിട്ട് ഒന്നാന്തരം ഒരു അഡ്വക്കേറ്റിനെയാണ് റിസീവറായിട്ട് വെച്ചിരുന്നത്. അപ്പോൾ അദ്ദേഹത്തിന് ഇതൊന്നും ഇപ്പോൾ എന്നോട് വന്നിരിക്കുന്ന ചോദ്യങ്ങളൊന്നും പക്ഷെ ആദ്യം നോക്കിയാൽ മറ്റൊരു ഓഫീസറോടോ മാധ്യമങ്ങളോ വേറെ ആരോടും ചോദിക്കുന്നില്ല. ഇപ്പോൾ ഈ പെരുമ്പാവൂർ കേസിൽ എന്തുകൊണ്ടാണ് അവിടുത്തെ SHO ഉണ്ട്, അതിന് മുകളിലുള്ള CA ഉണ്ട്, DSP ഉണ്ട്, SP ഉണ്ട്, DIG ഉണ്ട്, IG ഉണ്ട്, ADG ഉണ്ട്. ഇത്രയും കഴിഞ്ഞിട്ടാണ് DG വരുന്നത്. പക്ഷെ ഉത്തരവാദിത്തം DGക്കാണ്. മനസ്സിലായോ? ഇവിടെ പുറ്റിങ്ങൾ വെടിക്കെട്ടില്ല, ഇതെല്ലാം കഴിഞ്ഞിട്ടാണ് DG വരുന്നത്. അതിന് മുമ്പോ DGമാർക്ക് ഇതിനൊന്നും ഉത്തരവാദിത്തമില്ല. ഇപ്പോൾ TP ചന്ദ്രശേഖരൻ കേസ് നടക്കുമ്പോൾ മിസ്റ്റർ ജേക്കബ് പുന്നൂസ് ആയിരുന്നു DG. അവിടെ എന്തുകൊണ്ടത് നടന്നെന്ന് ആരെങ്കിലും അതിൻ്റെ ഉത്തരവാദിത്തം അദ്ദേഹത്തെ ആണെന്ന് ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? എല്ലാവരുടെ ആളാണ് അദ്ദേഹം ഇപ്പോഴും അതുണ്ട്. അല്ല, പക്ഷേ ഞാൻ ചോദിക്കുന്നത് അപ്പം ഞാൻ IG ആയിരിക്കുമ്പോൾ IG വരെയാണ് ഉത്തരവാദിത്തം, IGക്കാണ് ഉത്തരവാദിത്തം. അത് പിന്നെ എൻ്റെ മുകളിൽ ആർക്കും ഉത്തരവാദിത്തമില്ല. അങ്ങനെയൊരു സ്വഭാവം കാണിക്കാറുണ്ട് നമ്മൾ. പക്ഷേ എന്താണെന്ന് വെച്ചാൽ സിൻസിയർ ആയതുകൊണ്ട് ഐ ടേക്ക് ഓവർ ദ റെസ്പോൺസിബിലിറ്റി. അപ്പോൾ അതിൻ്റെ കൃത്യമായിട്ടുള്ള ഈ റിട്ടേൺ ഇൻസ്ട്രക്ഷൻ തന്നെ കൊടുക്കുകയും ചെയ്യും. അതെ, അതിൻ്റെ പേരിൽ ഒരു പെറ്റീഷൻ ഒരു അഡ്വക്കേറ്റിൻ്റെ നിന്ന് വാങ്ങിച്ചിട്ട് ആ അഡ്വക്കേറ്റ് എന്ന് പറഞ്ഞാൽ 10-25 കേസിൽ പ്രതിയായിട്ടൊരു അഡ്വക്കേറ്റാണ്. ആ അഡ്വക്കേറ്റിൻ്റെ പേരിൽ പോക്സോ കേസൊക്കെ ഉള്ളൊരു അഡ്വക്കേറ്റാണ്. ആ അഡ്വക്കേറ്റിൻ്റെ പെറ്റീഷൻ വാങ്ങിച്ചിട്ട് എൻ്റെ പേരിൽ എന്തോ അന്വേഷണം നടത്തുകയാണ്. എന്നിട്ട് ഒരു ഡയറക്ഷൻ DSP വിളിച്ചു കൊടുക്കുക, എന്തായാലും എന്തെങ്കിലും ഇതിൽ കണ്ടുപിടിച്ചിരിക്കണം. ജേക്കബ് തോമസ് ഇൻട്രസ്റ്റ് ഉണ്ടാകാൻ കാരണം എന്ന് വെച്ചാൽ അല്ലല്ല അതേവരെ എന്ത് സംഭവിച്ചു എന്ന് വെച്ചാൽ, ഞാൻ DG ആയിരിക്കുന്ന സമയത്ത് വിൻസെൻ്റ് പോളാണ് അന്ന് ഈ മറ്റേ വിൻസെൻ്റ് പോള് മറ്റേ ഇതിൽ ഡയറക്ടർ വിജിലൻസ്. വിൻസെൻ്റെ കീഴിലാണ് ജേക്കബ് തോമസ് വർക്ക് ചെയ്യുന്നത്. ജേക്കബ് തോമസിൻ്റെ ഏരിയയിലല്ലാത്ത അയാളുടെ ഏരിയയിലല്ലാത്ത ഒരു സ്ഥലത്താണ് ഈ പറയുന്ന മണിയുടെ കേസ്, മണി സാറിൻ്റെ കേസ് നടക്കുന്നത്. ജേക്കബ് തോമസ് എന്താ ചെയ്യണമെന്ന് വെച്ചാൽ, വിൻസൻ എന്ന് വെച്ചാൽ വളരെ സിൻസിയർ ഓഫീസർ ഇതൊക്കെയാണ്, പക്ഷെ വളരെ മൈൽഡാണ്, കുറച്ചുകൂടി പലതായിട്ട്. അപ്പോൾ ആ ഓഫീസിൽ കയറിയിട്ട് അവിടെ നിന്ന് ഇത് ഫോട്ടോ എടുത്തിട്ടാണ് എല്ലാവർക്കും ഇത് കൊടുത്തുകൊണ്ടിരുന്നത്. ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത കാര്യമാണ്. ഒന്ന്, സ്വന്തം കേസല്ല. പിന്നെ രണ്ടാമത്തത് DG അവിടുത്തെ ഡയറക്ടറാണെന്ന് പറയേണ്ടത്. ഇയാൾക്ക് അവിടുന്ന് വിജിലൻസിന് എന്തെങ്കിലും പറയണമെങ്കിൽ ഡയറക്ടർ വിജിലൻസ് ആണല്ലോ പറയേണ്ടത്. പക്ഷെ എല്ലാം പുറത്തേക്ക് വിടുന്നത് ഇയാളാണ്. അങ്ങനെ ഇത് കുറച്ച് കഴിഞ്ഞ് ഇപ്പം ഞാൻ അന്ന് ആദ്യമായിട്ട് ഞങ്ങൾ ഫേസ്ബുക്ക് തുടങ്ങുന്നതാണ് DG പോലീസിൽ. അതുവരെ ഫേസ്ബുക്ക് ഒന്നും ആരും, കാരണം ഫേസ്ബുക്ക് തുടങ്ങുന്നതിനെ പറ്റി പറഞ്ഞപ്പോൾ എന്നോട് ആൾക്കാർ പറഞ്ഞു അത് ഭയങ്കര ഇതായിരിക്കും, ആൾക്കാർ മുഴുവൻ കമൻ്റ് ഇടും, വളരെ ഇതായിരിക്കും, മോശമായിരിക്കും. ഞാൻ പറഞ്ഞു നമുക്ക് കുഴപ്പമില്ല, വിൽ ബി ഓപ്പൺ, നമ്മൾ ഫെയർ ആയിട്ട് നോക്കാം, നമുക്ക് ഇടാത്ത. അപ്പോൾ ജേക്കബ് തോമസിന് ഞാൻ ഫേസ്ബുക്കിൽ ഒരു ഇതിട്ടു, നമുക്ക് യു ആർ ദ അഡീഷണൽ DG ആൻഡ് യു ഷുഡ് ഫോളോ ദ DG ഡയറക്ടർ. മെസ്സഞ്ചറിലിട്ടു. അല്ല, അന്ന് ഫേസ്ബുക്കേ ഉള്ളൂ. അല്ല, ഫേസ്ബുക്കിൽ അപ്പം നാട്ടുകാർ കാണത്തില്ലേ? കാണും. അല്ല, സാർ അന്ന് ചുമതല DG-യാ? ഡയറക്ടർ, ഞാൻ ഡയറക്ടർ ജനറൽ ഓഫ് പോലീസാണ്, SPC ആണ്. അതെ, അതിട്ടിട്ട് സാർ ഫേസ്ബുക്കിലിട്ടു. ഫേസ്ബുക്കിലിട്ടു.
അതായത് ഈ IPS ഓഫീസേഴ്സ് ഷുഡ് നോട്ട് ബിഹേവ് ലൈക്ക് ദിസ്. അതായത് സ്വന്തം സീനിയറിനെ ബുദ്ധിമുട്ടിലാക്കുന്ന വിധത്തിൽ ഇതുപോലുള്ള കാര്യങ്ങൾ ചെയ്യരുത്. അതായിരിക്കണം അയാളെ പ്രകോപിപ്പിച്ചത്. പിന്നീട് രണ്ടാമത്തെ കാര്യം ഉണ്ടായിരിക്കുന്നത് പിണറായി വിജയനെ സന്തോഷിപ്പിക്കുക എന്നുള്ളൊരു കാര്യം കൂടി ഉണ്ടായിരിക്കണം. അങ്ങനെ പരമാവധി ശ്രമിച്ചു നോക്കിയ ഒരാളാണ്. എനിക്ക് എതിരെ എന്തെങ്കിലും എടുക്കാൻ പറ്റുമെന്നുള്ളത് പരമാവധി ശ്രമിച്ചു നോക്കിയ ഒരാളാണ്. അത് അപ്പോൾ അവർ ഓഫീസേഴ്സ് വന്നിട്ട് റിസീവറോട് ചോദിച്ചു നോക്കിയപ്പോൾ പറഞ്ഞു ഇദ്ദേഹമാണ് ഏറ്റവും കൂടുതൽ ഇൻഫർമേഷൻ തന്നത്. മനസ്സിലായോ? അങ്ങനെ അവർക്ക് കൊടുക്കാൻ പറ്റുള്ളൂ. എനിക്കെതിരെ ഇതേപോലെ മറ്റൊരു വിജിലൻസ് കേസിൻ്റെ ഇതിൽ എടുക്കാൻ നോക്കിയിട്ട് എൻക്വയറി നടത്താണ്. എനിക്കറിയില്ല അപ്പോൾ എന്താ കാര്യം എന്നൊക്കെ. അപ്പോൾ അവരുടെ ചർച്ചയിൽ അപ്പോൾ അവിടെ ഇരുന്നൊരു ഓഫീസർ എൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, ഈ വെങ്കടേഷ് എന്ന് പറയുന്ന ഓഫീസർ ഇപ്പോൾ SIT ശബരിമലയുടെ ഇപ്പോൾ ADGP SIT ശബരിമല അയാൾ IG ആണെന്ന് ആൾ പറഞ്ഞു. അപ്പോൾ സർക്കാരിൻ്റെ നിങ്ങൾ സത്യസന്ധമായിട്ടാണ് എഴുതിയിരിക്കുന്നത്, പക്ഷേ സർക്കാരിൻ്റെ താല്പര്യം അതല്ലല്ലോ. സർക്കാരിൻ്റെ താല്പര്യം എനിക്കെതിരെ എന്തെങ്കിലും എടുക്കണം എന്നുള്ളതാണ്. അങ്ങനെ ഒരു ഓഫീസർ എൻ്റെ കീഴിൽ വർക്ക് ചെയ്തൊരു ഓഫീസർ പറയുകയാണെങ്കിൽ ആൾക്ക് സർക്കാരിൻ്റെ താല്പര്യം അങ്ങനെ വരികയാണെങ്കിൽ, അതുകൊണ്ടാണ് ഞാനും പറഞ്ഞത് ഈ SIT ശബരിമലയിലെ കേസിൽ വിശ്വസിക്കാൻ പറ്റില്ല, CBI എൻക്വയറി വേണമെന്ന് പറഞ്ഞതാണ്. അല്ല, അങ്ങനത്തെ ചില ആൾക്കാരുണ്ട്. അപ്പോൾ ഇവർ ഞാനും കൂടി മാറിയ സമയത്ത് ഷീ ബിക്കേം മോർ എന്താണെന്ന് വെച്ചാൽ, അപ്പോൾ മാത്രമല്ല ഈ ദിലീപിനെയൊക്കെ പിടിച്ചുണ്ടാകുന്ന പബ്ലിസിറ്റി, പിന്നെ ഇവർക്ക് അതിൽ അപ്പുറത്തെ സൈഡിൽ ഉണ്ട് എന്ന് അപ്പം പെട്ടെന്ന് വന്നൊരു ഗ്രൂപ്പീസൊക്കെ ഉണ്ടല്ലോ ഫിലിമിൽ വന്ന്, അതിൽ അപ്പുറത്തെ സൈഡിലുണ്ടായിരുന്ന അവർക്കുണ്ടായിരുന്ന പിന്തുണ, അല്ല കണക്ഷൻസ് ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വെച്ച് നോക്കുന്ന സമയത്ത് അല്ല, മുഖ്യമന്ത്രിയായിട്ട് നല്ല അടുപ്പമായിരുന്നു അവർ. സന്ധ്യ മുഖ്യമന്ത്രി വളരെ മുഖ്യമന്ത്രിയെ കൺവിൻസ് ചെയ്യാനുള്ള ശേഷി അവർക്കുണ്ടായിരുന്നു. അന്നുണ്ടായിരുന്നു. കാരണം ആദ്യത്തെ സമയത്ത് ഇങ്ങനെ വന്ന വശം തന്നെ എന്താണ് മറ്റേ പെരുമ്പാവൂർ കേസ് ഡിറ്റക്റ്റ്, കാരണം 90% എവിഡൻസ് ഞങ്ങൾ തന്നെ എടുത്തിരിക്കുന്നത്. എൻ്റെ ജഡ്ജ്മെൻറ്റ് നോക്കിയാൽ കൃത്യമായിട്ട് അറിയാം. അത് കഴിഞ്ഞപ്പോൾ ഇപ്പോൾ ഹൈക്കോടതിയിലെ ജഡ്ജ്മെൻറ്റ് വന്നപ്പോൾ അവർ തന്നെ പറഞ്ഞത് എന്താണ്, ഇത് ആദ്യത്തെ ഇൻവെസ്റ്റിഗേഷനിൽ തന്നെ മിക്കവാറും എവിഡൻസ് എല്ലാം എടുത്ത് വെച്ചിരുന്നു. കാരണം അതെല്ലാം ഫാക്റ്റാണല്ലോ, ഡിസ്പ്രൂവ് ചെയ്യാൻ പറ്റാത്ത ഫാക്റ്റാണ്. ആകെ കൂടി ചെയ്തത് ഈ 4 ഫോണെ ഒന്ന് ലിമിറ്റ് ചെയ്ത് അതിൽ നിന്ന് കൃത്യമായിട്ട് അത് എടുക്കാമെന്ന് മാത്രമേ അവർക്ക് ചെയ്യാൻ ബാക്കിയുണ്ടായുള്ളൂ. ബാക്കി എല്ലാ എവിഡൻസും കളക്ട് ചെയ്ത് വെച്ചിരുന്നു. ഇപ്പോൾ അന്ന് ഉണ്ടായിരുന്ന ആൾക്കാരാണ് നമ്മൾ പോലീസുകാരെ മുഖം മൂടിയിട്ട് കൊണ്ടുവന്നു. അവർ ഈ കുട്ടിയുടെ അമ്മ അവിടെയുള്ള ആൾക്കാർ അവരാണ് പ്രതികളെന്ന് പറഞ്ഞു നടക്കുമ്പോൾ അവരെ പിടിച്ചുകൊണ്ട് നടക്കുമ്പോൾ അവരല്ലെങ്കിൽ അവർക്ക് എന്തുണ്ടാകുന്ന ബുദ്ധിമുട്ട് എന്താണ്? അതുകൊണ്ടാണ് അവരുടെ മുഖം മറച്ചു കൊണ്ടെന്ന് നമ്മൾ ക്വസ്റ്റ്യൻ ചെയ്യുന്നത്. നമുക്കല്ലാന്ന് ഉറപ്പായപ്പോൾ നമ്മൾ വിട്ടയക്കുന്നു. അതല്ലേ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ചിലർ പറയുന്നത് എന്താണ്, ചെരുപ്പ് തൂക്കിയിട്ടു. അപ്പോൾ ഈ ചെരുപ്പ് എല്ലാവരെയും കാണിക്കാനായിട്ട് കൊണ്ടുപോയി നടന്നിട്ട് ആ ചെരുപ്പ് ഒരെണ്ണം ചെളിയിലും ഒരെണ്ണം മുകളിലായിട്ടാണ് കിടന്നിരുന്നത്. അങ്ങനെയാണ് അത് ചെരുപ്പ് എടുക്കുന്നത്. ആ ചെരുപ്പ് നമ്മൾ കഴുകിയെടുത്ത് എവിടെ ഏത് സ്ഥലത്ത് ഈ ചെരുപ്പ് ധരിച്ചിരുന്നവനെ അറിയാമോയെന്ന് ചോദിക്കാനാണ്. ദീസ് ആർ ഓൾ പോസിബിലിറ്റീസ്. അപ്പോൾ ആ പോസിബിലിറ്റി നമ്മൾ നോക്കുകയായിരുന്നു. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നോക്കിയപ്പോൾ ആ കേസിൽ ഒരു ഡിറ്റക്ഷനൊക്കെ വരുത്തിയുകൊണ്ട് ഗവൺമെൻറ്റിന് വന്ന വശം തന്നെ ഒരു മൈലേജ് കിട്ടി. അവർ UDF പിടിക്കാത്തൊരു കേസ് ഞങ്ങൾ പിടിച്ചു. ഭയങ്കര മൈലേജ് ആക്കിയായിരുന്നു. അപ്പോൾ അതിന് മുന്നിൽ LDF പിടിക്കാത്ത എത്ര കേസാണ് നമ്മൾ പിടിച്ചിട്ടുള്ളത്. അപ്പോൾ ഞാൻ DG ആയ പിന്നെയാണ് ഇപ്പോൾ ഒരു പോലീസുകാരനെ കൊന്ന കേസ് ഇവിടെ പാരിപ്പള്ളിയിൽ. അത് എൻ്റെ പ്രതിനെ പിടിക്കുന്നത് ഞാൻ വന്നതിന് ശേഷമാണ്. ആടാൻ്റണി എന്ന് പറഞ്ഞ ഒരുത്തനെ പിടിക്കുന്നതൊക്കെ. അല്ല, അപ്പം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒരാളുടെ പീരീഡിൽ ഉണ്ടാകുന്ന എല്ലാ കേസും അയാളുടെ പീരീഡിൽ തന്നെ ഡിറ്റക്ഷൻ നടത്തി അങ്ങനെ പോവുകയല്ലല്ലോ. ഇറ്റ് ഈസ് എ കണ്ടിന്യൂസ് പ്രോസസ്സ്. ഏതായാലും ഇവർക്ക് അപ്പോൾ എന്തായാലും ഒരു വാശിയായി അപ്പോൾ ദിലീപിനെ പിടിച്ചേ പറ്റുള്ളൂ. അവരുമായിട്ടുള്ള ഒരു സിനിമാക്കാരുമായിട്ടുള്ള ബന്ധം കൂടെ ഇതിന് പ്രധാന ഘടകമായിട്ടുണ്ട്. അപ്പോൾ എവിഡൻസ് ഇതുപോലുള്ള പല കേസുമുണ്ട്. അതായത് എവിഡൻസ് ഇല്ലാത്ത കാര്യങ്ങളിൽ, അത് ഞാൻ ഇന്നലത്തെ ലോറി കേസ് സൂചിപ്പിച്ചിട്ടുണ്ട്. നമ്മുടെ ആലുവ പാലത്തിൻ്റെ മുകളിൽ കൂടെ ട്രെയിൻ പോകുന്ന സമയത്ത് അതിൽ നിന്നൊരു സ്ത്രീനെ തള്ളിയിട്ട് വന്നിട്ട് അതിലെ പ്രതിയായിട്ട് NIT-യിലെ മറ്റൊരു പ്രൊഫസർ, കൊച്ചി കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലെ NIT-യിലെ ഒരു മനസ്സിലാവുന്നുണ്ട്, കുറേ കാലം വന്ന സംഭവം. വാസ്തവത്തിൽ അതൊക്കെ പറയുകയാണെങ്കിൽ അതിൽ ഇനി കേസ് വരട്ടെ. ഏതായാലും അത് ട്രയൽ എടുത്തിട്ടില്ല എന്ന് തോന്നുന്നു. ഇതുവരെയോ? ട്രയൽ തുടങ്ങിയിട്ടില്ലല്ലോ.
അതൊക്കെ വരുമ്പോഴാണ് അതിൽ ഇനി അതിൻ്റെ പ്രോസിക്യൂഷൻ അല്ല ഡിഫൻസ് സൈഡിൽ നല്ല അഡ്വക്കേറ്റിനൊക്കെ അയാളെ വെച്ചിട്ടുണ്ടോയെന്നറിയില്ല ചോദ്യം ചോദിക്കാനായിട്ട്. കാരണം ഒരു ട്രെയിൻ അതിൽ പോയിക്കൊണ്ടിരിക്കുമ്പോൾ അതിന്നൊരു സ്ത്രീ വീണ് വെള്ളത്തിൽ എത്തിക്കഴിയുമ്പോഴാണ് ഒച്ചയുണ്ടാകുന്നത്. ഒച്ചയുണ്ടാകുമ്പോഴാണ് ഈ മണൽ വാരാൻ നിൽക്കുന്നവർ ആ ഒച്ച കേട്ടിട്ട് നോക്കുന്ന സമയത്ത് അവരെ തള്ളിയിട്ട ആൾ അവിടെ നിൽക്കുകയാണ്. എത്ര ബോഗി മാറിക്കഴിഞ്ഞിട്ടുണ്ടാകും. ആ രാത്രിയിൽ ഒരു ട്രെയിനിൽ ഫിസിക്കലായിട്ടൊന്ന് വെരിഫൈ ചെയ്ത് നോക്കിയാൽ മതി, ഒരാളെയും നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റില്ല. പകലാണെങ്കിൽ കുറച്ചെങ്കിലും ഐഡൻറ്റിഫൈ ചെയ്യാം. പിന്നെ ഈ സമയം കൊണ്ട് ഒരു 4-5 ബോഗി മാറിപ്പോയി കഴിയും. അത്ര എത്ര ഒരു 25, 26, 30 കിലോമീറ്റർ സ്പീഡാണെങ്കിൽ പോലും പല ബോഗികൾ മാറിപ്പോയി കഴിയും. അത് കഴിഞ്ഞിട്ട് അല്ലേ ആബ്സല്യൂട്ട്ലി ഇറ്റ് ഈസ് ആബ്സല്യൂട്ട്ലി അങ്ങനെയുള്ള കേസുകളാണ്. അപ്പോൾ ഇതുപോലെ പല കേസുകളുണ്ട്, നമുക്ക് ചൂണ്ടിക്കാണിക്കാവുന്ന കേസുകളൊക്കെ ഉണ്ട്. അപ്പോൾ അതിൽ ഇപ്പം ഞാനൊരു പർട്ടിക്കുലർ കേസ് പറയുകയാണെങ്കിൽ, ഞാൻ DG ആയിരിക്കുന്ന സമയത്ത് അതിന് മുന്നൊക്കെ ഉണ്ടായ ഒരു കേസാണ് നമ്മുടെ സ്ഥലത്തിൻ്റെ പേര് വല്ലാർപ്പാടത്തിൻ്റെ അപ്പുറത്തുള്ള അവിടെ ഒരു പോക്സോ കേസ് പോലുള്ള ഒരു കേസാണ്. അപ്പോൾ അതിലുണ്ടായിരുന്ന ഒരു അക്യൂസ്ഡ് അയാളുടെ ഒരു റിക്വസ്റ്റ് വന്നു. റിക്വസ്റ്റ് ഇതായിരുന്നു, എന്താണെന്ന് വെച്ചാൽ ഒരു ടെസ്റ്റ് ഐഡൻറ്റിഫിക്കേഷൻ പരേഡ് നടത്തണം, എന്നെ ഐഡൻറ്റിഫൈ ചെയ്യുകയാണെങ്കിൽ അങ്ങനെ ചെയ്യട്ടെ, ഇല്ലെങ്കിൽ അപ്പോൾ അത് വനിതകൾക്ക് മാത്രമായിട്ട് അങ്ങ് വിട്ടുകൊടുത്തിരിക്കുകയാണ് ആ കേസ്, ഞാൻ വരുന്നതിന് മുമ്പ് തന്നെ. അപ്പോൾ ഞാൻ ഇവരുടെ ആൾക്കാരെ വിളിച്ചിട്ട് ഞാൻ ഇവരോട് ചോദിച്ചു, ഒരു ടെസ്റ്റ് ഐഡൻറ്റിഫിക്കേഷൻ പരേഡ് അത് ലീഗലാണല്ലോ, നിങ്ങൾ നടത്തി എന്നിട്ട് ഇയാൾ പ്രതിയാണെങ്കിൽ പിടിക്കും. അപ്പോൾ അതിന് മുന്നുണ്ടായിരുന്ന വിതുര കേസിലൊക്കെ നമ്മൾ മാൻഡേറ്ററി ആക്കിയിരുന്നത് ടെസ്റ്റ് ഐഡൻറ്റിഫിക്കേഷൻ പരേഡ് കഴിഞ്ഞിട്ട് ഒരാളെ നമ്മൾ അറസ്റ്റ് ചെയ്യാവൂ. കാരണം എന്താണെന്ന് വെച്ചാൽ അല്ലെങ്കിൽ ഒരു റോങ് ആളെയായിരിക്കും നമ്മൾ അറസ്റ്റ് ചെയ്യുന്നത്. ഇപ്പം ഒരാളുടെ പേഴ്സൺ പറഞ്ഞിട്ട്, ഇപ്പം ഷാജൻ എന്ന് പറഞ്ഞ് ഷാജൻ സ്കറിയാന്ന് പറഞ്ഞ ഒരാൾ ഒരു പെൺകുട്ടിയുടെ അടുത്ത് പോവുകയാണെങ്കിൽ അവർക്ക് അറിയണമെന്നില്ല. ജഗദീഷ് ശ്രീകുമാർ എന്ന് പറഞ്ഞ ആൾ നോണാണ്, സോ ദാറ്റ് ഷീ നോസ് ഇത് ഇന്ന ആളാണെന്നുള്ളത്. വേറൊരാൾ പോയിട്ട് എൻ്റെ പേര് ഇതാണെന്ന് പറഞ്ഞാൽ ഈ ആളും പേരും നമ്മൾ രണ്ടും ഒരുമിച്ച് വരണ്ടേ. അപ്പോൾ ആ കേസിൽ ഇവർ പറഞ്ഞു ഒരു സ്റ്റാൻഡ് എടുത്തവർ അല്ലാതെ ആ ഒരു ഇൻഫ്ലുവൻസ്ഡ് ആകും. ഞാൻ ചോദിച്ചു, അങ്ങനെയാണെങ്കിൽ നിങ്ങൾ എന്ന് പിടിച്ചാലും ഇത് തന്നെ സംഭവിക്കുമല്ലോ. അങ്ങനെ ഞാനും പിന്നെ ഇൻസിസ്റ്റ് ചെയ്യാൻ പോയില്ല. ഐ കുഡ് ഹാവ് ഡൺ ഇറ്റ് ഇൻ റൈറ്റിംഗ്. പിന്നെ ഞാൻ ഇവർക്ക് ഇത്ര വാശി കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചത് അങ്ങനെ പോകട്ടെ. അയാൾ ഹൈക്കോടതിയിൽ പോയി ഓർഡർ വാങ്ങിച്ചു, ടെസ്റ്റ് ഐഡൻറ്റിഫിക്കേഷൻ പരേഡ് നടത്താൻ പറഞ്ഞു. ടെസ്റ്റ് ഐഡൻറ്റിഫിക്കേഷൻ പരേഡ് നടത്തിയപ്പോൾ അയാൾ ഐഡൻറ്റിഫൈ ചെയ്തില്ല, ആൾ പോയി. മനസ്സിലായോ? അപ്പം അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ടൊക്കെ നമുക്ക് കൃത്യമായിട്ട് അറിയാം, നമ്മൾ ഇതൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് ഈ ഓഫീസേഴ്സിൻ്റെ ക്യാരക്ടർ നമുക്കറിയാൻ പറ്റും. ഇവർ എന്തിനാണോ നിൽക്കുന്നത്, ഒരു പ്രിൻസിപ്പളിനാണോ ലീഗലാണോ, അല്ലെങ്കിൽ വെദർ ദേ ആർ സ്റ്റാൻഡിങ് ഫോർ എ പ്രിൻസിപ്പൾ ആൻഡ് സ്റ്റാൻഡ് ഓൺ ലീഗൽ ബേസിസ്, അങ്ങനെയാണോ എന്നൊക്കെ നമുക്കറിയാൻ പറ്റും. അപ്പോൾ നമ്മൾ അതാണ് ഞാൻ പറഞ്ഞത്, ദിനേന്ദ്ര കശ്യപ് ഈസ് വൺ ഓഫ് ദ ഔട്ട്സ്റ്റാൻഡിങ് വോയിസസ്. അദ്ദേഹം തീർത്ത് പറഞ്ഞ ഒരു കാര്യമില്ലെന്ന് പറഞ്ഞു. അതെ. അപ്പോൾ അത് കംപ്ലീറ്റ് ആക്കാൻ ആളുണ്ടായിരുന്നില്ല എന്ന് തോന്നുന്നു. ഹി വെൻ ഫോർ ഡെപ്യൂട്ടേഷൻ ആൻഡ് ഹി ഹാസ് നോട്ട് കം ബാക്ക് ഓൾസോ. അപ്പോൾ അതുകൊണ്ടാണ് ഞാനന്ന് റിട്ടയർ ചെയ്ത സമയത്ത് മീഡിയ എന്നോട് ചോദിച്ച സമയത്ത് ഞാൻ പറഞ്ഞത്, ഇറ്റ് ഈസ് ആക്ച്വലി ദിലീപിൻ്റെ പേരിൽ ഇതുവരെ യാതൊരു എവിഡൻസും കളക്ട് ചെയ്തിട്ടില്ല, അയാളെ അറസ്റ്റ് ചെയ്യാനാണ്. ഉടനെ വിത്തിൻ ഫ്യൂ ഡേയ്സ് ഹി വാസ് അറസ്റ്റഡ്. അതുകൊണ്ടാണ് ഇപ്പോൾ എന്നുള്ള ജഡ്ജ്മെൻറ്റ് വന്നപ്പോഴും ഞാൻ അത് തന്നെ പറഞ്ഞത്. ബിക്കോസ് ഐ ന്യൂ ഇറ്റ് വാസ് എന്താ പറയുന്നത്, പ്രോപ്പർലി നോട്ട് ഇൻവെസ്റ്റിഗേറ്റഡ് പാർട്ട് ഓഫ് ദാറ്റ് കേസ്. പിന്നെ എന്തായിരിക്കും ദിലീപിനെ അവർ പ്രതിയാക്കാനായിട്ട് ഇൻട്രസ്റ്റ് കാണിക്കാൻ കാര്യം? ദിലീപിനോട് രാഷ്ട്രീയ വൈരാഗ്യം ഒന്നും ഉണ്ടാവേണ്ട കാര്യമില്ല. അല്ല, ഞാൻ ഈ പറഞ്ഞ പോലെ അവർക്കുണ്ടാകാവുന്ന ഒരു പബ്ലിസിറ്റി ആസ്പെക്റ്റാണ് അതിൽ ഉണ്ടാക്കാവുന്ന ഒരു പബ്ലിസിറ്റി ആസ്പെക്റ്റാണ് ഇത്ര വലിയൊരു നടനെ പിടികൂടിയിരിക്കുന്നു. അതായത് ഒരു കൊട്ടേഷൻ കൊടുത്ത് റേപ്പ് നടത്തി പ്രതികാരം തീർക്കുന്നു. അപ്പോൾ തന്നെ ഞാൻ ഇത് ചോദിച്ചു, ആക്ച്വലി അങ്ങനെ ഒരു കൊട്ടേഷൻ നടത്തുകയാണെങ്കിൽ ഒന്ന്, വാട്ട് ഈസ് ഹിസ് മോട്ടീവ്? അതെ, അപ്പോൾ അയാളുടെ കുടുംബം തകർത്തെന്ന് പറയുന്നത് അങ്ങനെയല്ലല്ലോ അതിൽ വരുന്നത്. ഇപ്പോൾ 2013 അയാൾ കൊട്ടേഷൻ കൊടുത്തു എന്ന് പറയുന്നത്, എന്നിട്ട് 2017 നടത്തുന്നത്. ഇതിനിടയ്ക്ക് കല്യാണം കഴിച്ചു. ഇതിനിടയ്ക്ക് എത്ര രൂപ കൊടുത്തിട്ടുണ്ട്? അല്ല മാത്രമല്ല അത് മാത്രം അത് ആ സംഭവം കൊണ്ടാണല്ലോ അയാൾക്ക് ഇഷ്ടപ്പെട്ട പെണ്ണിനെ കല്യാണം കഴിക്കാൻ പറ്റി. അതെ, വിഷയം ഉണ്ടായിട്ടെങ്കിൽ ആക്ച്വലി കൊട്ടേഷനിൽ കൊടുക്കേണ്ട ഹി ഷുഡ് ഗിവ് സം ചോക്ലേറ്റ്സ് കൊടുക്കേണ്ടത് അല്ലേ, കാമുകിയെ കെട്ടാൻ പറ്റുമല്ലോ. അതെ. അപ്പോൾ അങ്ങനെയാണ് വരേണ്ടത്, യാതൊരു ഇത് വരേണ്ട ആവശ്യമില്ല അങ്ങനെയാണെങ്കിൽ.
അപ്പോൾ നമ്മൾ സാധാരണ നിലയിൽ മാത്രമല്ല ഈ 1 കോടി രൂപ കൊട്ടേഷൻ പറഞ്ഞിട്ട് 10,000 രൂപയാണ് അഡ്വാൻസ് കൊടുത്തത്. അല്ല, ഈ 2017 വരെ, ഇത് 2013 പറയുന്നതല്ലേ പറയുന്നത്. 10,000 രൂപയാണ് കൊടുത്തത് ആകെ. അങ്ങനെയൊക്കെ നടക്കുമോ? അപ്പോൾ നമ്മൾ ഇപ്പം ഈ പലരും ഇപ്പം പറയുന്നുണ്ടല്ലോ ജഡ്ജിനെ പറ്റിയൊക്കെ പറയുന്ന സമയത്ത് ബൻ വി ഷുഡ് സീ ദാറ്റ് വാട്ട് വാസ് ദ എവിഡൻസ് കളക്റ്റഡ്. അതല്ല പറയുന്നില്ല ഇവരാരും, എവിഡൻസിനെ കുറിച്ചാണ് പറയേണ്ടത്. ഒന്നാമത്തെ കാര്യം, ആക്ടിവിറ്റി ഡൺ ഈസ് എ വെരി ഗ്രീവിയസ് തിങ്, അതിനെങ്കിലും യാതൊരു സംശയമില്ല. മാത്രമല്ല ഇവൻ ഇതിനു മുമ്പ് ഇതുപോലെ പലരും വേറെ ആരും മോട്ടിവേറ്റ് ചെയ്യേണ്ട ആവശ്യം, വേറെ ആരും കൊട്ടേഷൻ കൊടുക്കേണ്ട ആവശ്യമില്ല. ഇപ്പൊ ഇവന്റെ വാക്ക് മാത്രമാണ് ഇവരിത് കേട്ടിരിക്കുന്നത്. ഇവന്റെ വാക്ക് ഇപ്പൊ അവനെ സംബന്ധിച്ചിടത്തോളം ഒരു പൈസ കിട്ടുന്നതിനുള്ള ഒരു സോഴ്സോ അതല്ലെങ്കിൽ അങ്ങനെ നോക്കുന്ന സമയത്ത് അങ്ങനെ പിടിക്കാനായിട്ട് ഇപ്പൊ വളരെ സീനിയറായിട്ട് ഒരു ആർട്ടിസ്റ്റിനെ ഇതുപോലെ കൊണ്ടുപോയിട്ട് അവർ രക്ഷപ്പെട്ട കാര്യമൊക്കെ അവർ പിന്നീട് പറഞ്ഞിരുന്നല്ലോ. അപ്പോൾ അങ്ങനെയുള്ള കേസുകളിലൊക്കെ ഇൻവോൾവ് ആയിട്ട് ഒരുത്തൻ ഇത്തരം കാര്യങ്ങൾ അറിയുന്നതാണ്. മാത്രമല്ല ഇവർ പലപ്പോഴും ഇവനൊക്കെ സിനിമാ ഫീൽഡിലും കുറേ നാൾ ഇപ്പം മുകേഷിൻ്റെ നല്ല പരിചയമുണ്ട്. അപ്പോൾ അവിടുത്തെ ഓരോരുത്തരെ പറ്റി നന്നായിട്ട് അറിയാൻ പറ്റും. ആ ധാരണ കൃത്യമായിട്ട് ഉപയോഗിക്കുകയാണ്. അപ്പോൾ അത് കഴിഞ്ഞാൽ ഇവരാരും മിണ്ടാതിരിക്കുന്നതുകൊണ്ട് ഹീ നോസ് ദാറ്റ് ഇതിലും അങ്ങനൊരു എന്താ പറയുന്നത് കേസാകുന്ന സംഭവമൊക്കെ ഉണ്ടാകുന്ന അവർ വിചാരിക്കുന്നില്ല. മനസ്സിലായി. അപ്പോൾ അതുകൊണ്ട് അപ്പം നമ്മൾ ഇത് എടുക്കുന്ന സമയത്ത് നോക്കേണ്ടത് ഓക്കെ ഇയാളുടെ മോട്ടീവ് എന്തായിരിക്കും. അയാളുടെ മോട്ടീവ് ആക്ച്വലി ഷുഡ് ബി, നേരത്തെ പറഞ്ഞ പോലെ he should be happy that because of her activity he could ultimately marry a woman whom he wanted to marry second time. ആഗ്രഹിച്ചത് പെണ്ണിനെ കിട്ടി. അതെ. അപ്പോൾ അതുകൊണ്ട് ഇയാൾക്ക് പിന്നെ അങ്ങനെ ഒരു ബാഡ് മോട്ടീവ് പിന്നെ ഉണ്ടാകേണ്ട ഒരു ഒക്കേഷൻ ഇല്ല. എന്ന് മാത്രമല്ല കൊട്ടേഷൻ പൂർത്തിയായതിനു ശേഷം കാശ് കൊടുക്കാതിരിക്കുന്നില്ലല്ലോ. 10,000 രൂപ നിർത്താൻ എന്തായാലും പരാതി ഉണ്ടാവും അറിയാമല്ലോ. അതെ അതെ, തീർച്ചയായിട്ടും അങ്ങനെ ഒരു കാര്യമുണ്ടല്ലോ. അതെ അതെ. പക്ഷേ മാത്രമല്ല ഫെബ്രുവരിയിൽ നടന്ന കാര്യത്തിന് ഈ 2-3 മാസത്തേക്ക് ദിലീപിന്റെ പേര് വരുന്നില്ല. ഇല്ല മുഖ്യമന്ത്രി പറയുകയും ചെയ്തു ഗൂഢാലോചന ഇല്ലെന്ന് പറയുകയും ചെയ്തു. അപ്പൊ ഇതിനകത്ത് സന്ധ്യ ആയിരിക്കും ഇതിനകത്ത് ഒരു വില്ലൻ റോൾ എടുത്തത്. അല്ല, അത് എനിക്ക് തോന്നുന്നു അത് ആ ഒരു സ്പീച്ച് ഇന്നലെ അയാൾ പറയുന്നുണ്ടല്ലോ, അതിനുശേഷമാണ് ഇങ്ങനെ ഒരു ഗൂഢാലോചനയുടെ കാര്യം എൻ്റെ പുറകിൽ വരുന്നത്. ഗൂഢാലോചനയുണ്ട്, അത് ഈ 6 പേര് തമ്മിലുള്ള ഗൂഢാലോചനയാണ്. അവരെല്ലാം കൃത്യമായിട്ട് ശിക്ഷിക്കാനുള്ള കൺവിക്ട് ചെയ്ത് കഴിഞ്ഞിട്ട് ഇനി സെന്റൻസ് വരേണ്ട ആവശ്യം മാത്രമേ ഉള്ളൂ. അപ്പോൾ അതുവരെ കൃത്യമായിട്ട് ചെയ്തിട്ടുണ്ട്. അല്ല, അങ്ങനെയാണെങ്കിൽ ഇതിനകത്ത് വലിയൊരു അപകടം ഉണ്ടല്ലോ. കാരണം ഇപ്പം ഞാൻ മനസ്സിലാക്കുന്നതനുസരിച്ച് ജഡ്ജ്മെൻറ്റിൽ പോലീസിൻ്റെ വീഴ്ച എണ്ണി പറയാനുള്ള സാധ്യതയുണ്ട്. അത് ജഡ്ജ്മെന്റ് 12-ാം തീയതി അറിയുള്ളൂ. അത് അല്ല എന്നുള്ള അങ്ങനെയാണ് ഇപ്പം പോലീസ് വൃത്തങ്ങൾ ഇപ്പോൾ ഒരു ഈ കേസ് ഇതുമായി ബന്ധപ്പെട്ട ഒരു ഉന്നത പോലീസ് ഉദ്യോഗസ്ഥൻ എന്നോട് പറഞ്ഞത് അങ്ങനെ ഒരു സംഭവം ഉണ്ടെന്നാണ് പറഞ്ഞത്. അപ്പം അങ്ങനെ ഒന്ന് ഇവർക്കെതിരെ ഈ നഷ്ടപരിഹാരത്തിനാണ് കേസ് കൊടുത്താൽ പ്രശ്നമാവുമല്ലോ. തീർച്ചയായിട്ടും. അത് ഹിന്ദുവിലാൽ ഇന്റർവ്യൂ കൊടുത്തിട്ടുണ്ട്. അല്ല, പലരും ഇത് ചെയ്യാത്തത് കൊണ്ടാണ് ഈ പോലീസിൽ ഈ തെറ്റായ പ്രവണത നടക്കുന്നത്. പലരും, അതായത് ഇതേപോലെ സഫർ ചെയ്യുന്ന പലരും, ഇപ്പം ഞാൻ പോലും അങ്ങനെ ഒരു കേസ് കൊടുക്കില്ല. ഇപ്പം ഞാൻ കൊടുക്കാമെന്ന് പറഞ്ഞാൽ ഇപ്പം എന്നെ കാറ്റിലേക്ക് എടുത്തതാണ്. കാറ്റിലേക്ക് എടുത്തപ്പോൾ തന്നെ എനിക്കെതിരെ 5 കേസ് എടുത്തു ഗവൺമെൻറ് 2017. ഈ 5 കേസും ഞാൻ ഹൈക്കോടതിയിൽ പോയിട്ട് കൗഷിക്കുകയും ഒക്കെ ചെയ്തു. അങ്ങനെ ഞാൻ വീണ്ടും ഒരു പെറ്റീഷൻ കൊടുക്കുകയാണ്. അപ്പോൾ പെറ്റീഷൻ കൊടുത്ത സമയത്ത് എന്ത് ചെയ്തെന്ന് വെച്ചാൽ ഗവൺമെൻറ് കൊടുത്തു. KT മെമ്പറായിട്ട് എന്നെ എടുത്തായിരുന്നു, സെലക്ട് ചെയ്തായിരുന്നു. ആ സെലക്ഷൻ കഴിഞ്ഞ സമയത്ത് ഈ സർക്കാരിൻ്റെ കാലത്ത് 2017 ഈ കേസൊക്കെ കഴിഞ്ഞോ? അല്ല, ഞാൻ റിട്ടയർ ചെയ്തിട്ട് അതായത് സർക്കാരുമായിട്ട് കേസ് നടത്തിക്കൊണ്ടിരുന്നിട്ടും എഴുത്തായിരുന്നു. കാരണം അന്ന് ചീഫ് സെക്രട്ടറി ആയിരുന്ന SM വിജയാനന്ദ് സർട്ടിഫിക്കറ്റ് കൊടുത്തു. മനസ്സിലായോ? അപ്പോൾ സർട്ടിഫിക്കറ്റ് കൊടുത്തു കഴിഞ്ഞ് സർട്ടിഫിക്കറ്റ് കൊടുക്കാതിരിക്കാനായിട്ട് നോർമലി യാതൊന്നുമില്ല, എനിക്കെതിരെ യാതൊന്നും നിലവിലില്ലായിരുന്നു. അപ്പോൾ ഞാൻ റിട്ടയർ ചെയ്ത ഉടനെയാണ് മറ്റേ പോപ്പുലേഷൻ്റെ കണക്ക് പറഞ്ഞു, മുസ്ലിം പോപ്പുലേഷൻ എത്രയുണ്ടെന്നും പറഞ്ഞു. അല്ല, ആക്ച്വലി ഇറ്റ് ഈസ് എ ഗവൺമെൻറ് ഡാറ്റ. മനസ്സിലായോ? അതും പോലീസ് നോക്കണ്ടേ? ഈ പറഞ്ഞിരിക്കുന്നത് ഇനി ഞാൻ തന്നെയാണെങ്കിൽ ആ ഡാറ്റ എവിടെ നിന്ന് വന്നു? ആ ഡാറ്റ ഗവൺമെൻറ് ഡാറ്റയാണ്. അല്ല, ഞാൻ വീണ്ടും അത് തുടർച്ചയായിട്ട് ഇപ്പോൾ കൊടുക്കുന്നുണ്ട് എല്ലായിടത്തും. ഇതാണ് പോപ്പുലേഷൻ വരുന്നത്. ഇപ്പോൾ ഔട്ട് ഓഫ് 100 ചിൽഡ്രൻ ബോൺ ഇൻ കേരള 45 are ഫ്രം ദിസ് കമ്മ്യൂണിറ്റി, 40 ഫ്രം ദിസ് കമ്മ്യൂണിറ്റി, 13 ഫ്രം ദിസ് കമ്മ്യൂണിറ്റി എന്ന് പറഞ്ഞുള്ള ഡാറ്റ കൃത്യമായിട്ട് കൊടുക്കുന്നുണ്ട്, എല്ലാത്തിനും കൊടുക്കുന്നുണ്ട്. അപ്പോൾ മനസ്സിലാക്കണം, ഈ 27% കമ്മ്യൂണിറ്റിയാണ് ഈ 45 കുട്ടികൾ ഉണ്ടാക്കുന്നത്.
അപ്പോൾ അങ്ങനെയുള്ള ഡാറ്റയൊക്കെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതുപോലെ കാറ്റ് വന്നിട്ട് എന്ത് സംഭവിച്ചു? അല്ല, അപ്പോൾ ഈ 5 കേസ് നിർന്നപ്പോൾ ഐ ഗേവ് എ പെറ്റീഷൻ ടു ദ ഗവൺമെൻറ് അഗെയിൻ എൻ്റെ കേസെല്ലാം തീർന്നു, ഐ ആം ക്ലീൻ. കാറ്റിലെടുക്കണം. അപ്പോൾ കാറ്റിൽ റീകൺസിഡർ ചെയ്യാൻ പറഞ്ഞു കൊടുത്തു. ഉടനെ ഇവർ എന്ത് ചെയ്യുന്നു വെച്ചാൽ, ഞാൻ ISRO കേസിൽ സുപ്രീം കോടതിയെ പറഞ്ഞതനുസരിച്ച് ഒരു പ്രതി ഈ ജയതിലകാണ് ഒപ്പിട്ട് കൊടുത്തിരിക്കുന്നത്. മനസ്സിലായി. അപ്പോൾ അയാളെ ഒപ്പിടുന്നത് എന്താണെന്ന് നോക്കണ്ടേ. പക്ഷെ അയാൾ എന്തിനും തയ്യാറായിരിക്കുന്ന ഒരാളാണ്, എന്തും ചെയ്തു കൊടുക്കും. ആബ്സല്യൂട്ട്ലി. അയാൾ ഇപ്പൊ ഈ അടുത്ത കാലത്ത് പ്രശാന്തുമായിട്ട് ബന്ധപ്പെട്ട കേസിന്റെ അകത്തെ മുഖ്യമന്ത്രി പോലും അറിഞ്ഞിട്ടല്ല അശോകനെ സ്ഥലം മാറ്റം ചെയ്തത്. അതെ അതെ, സ്വന്തമായിട്ട് മുഖ്യമന്ത്രി വാക്കാൽ പറഞ്ഞതനുസരിച്ച് ഞാൻ സ്ഥലം മാറ്റുന്നു പറഞ്ഞ അയാൾ ചെയ്തിരിക്കുന്നു. അതെ അതെ, അയാൾ എന്തും ചെയ്യും. കാരണം അങ്ങനെയാണ് എൻ്റെ ഇതിലിട്ടിരിക്കുന്നത്. അപ്പം ഞാൻ ഇതെല്ലാം കളക്ട് ചെയ്ത് അങ്ങ് വെച്ചിട്ട് ഞാൻ വിചാരിച്ചു, ഞാനൊരു ഡാമേജിന് ഒരു കേസ് അങ്ങ് കൊടുക്കുകയാണെങ്കിൽ ഒരു കുഴപ്പമില്ല, നന്നായിട്ട് കിട്ടും. എല്ലാം ഉണ്ട്, എല്ലാ ഡാറ്റയും ഉണ്ട്. അതായത് എനിക്ക് 5 വർഷത്തേക്ക് കാറ്റിൽ മെമ്പറായിട്ട് പോകേണ്ട കംപ്ലീറ്റ് പൈസ കിട്ടണം. കാരണം ഈ നുണ പറഞ്ഞു കൊടുത്തിട്ടാണ് ഇതിൽ മാറ്റിയിരിക്കുന്നത്. കൊടുത്തില്ലേ? ഞാൻ കൊടുക്കാൻ ഷാജന അറിയായിരിക്കും, ഓടുന്നവനും ഓടിക്കുന്നവനും ഒരുപോലെ ക്ഷീണമാണ്. അപ്പം നമ്മൾ ഇപ്പോൾ ഗവൺമെൻറ്റിൻ്റെ ഗുണമെന്ന് വെച്ചാൽ സർക്കാർ പൈസ ഉപയോഗിച്ചിട്ട് ഇവർക്ക് നമ്മൾ ഉപദ്രവിക്കാം. ആ സമയത്ത് നമ്മൾ സ്വന്തമായിട്ട് പൈസ ഇറക്കിയിട്ട് വേണം ഇതെല്ലാം ചെയ്യാനായിട്ട്. അപ്പോൾ അത് എടുത്തു വെച്ചിരിക്കുകയാണ്. അപ്പോൾ അതിന് നമ്മൾ ഇതിൻ്റെ പുറകെ നടക്കണം. ഈ നമ്മൾ ശരിക്കും പൈസ കുറേ വർഷത്തേക്ക് ഒരു 5-6 വർഷങ്ങളിൽ എടുക്കുക കേസ്. ഈ പ്രതിയാകുന്നതിനേക്കാൾ ബുദ്ധിമുട്ടാണ് വാദിയാകാൻ. സർക്കാരിനൊക്കെ ഞാനൊരു 3-4 കേസ് കൊടുത്താണ്. മടുക്കും. കാരണം നമ്മൾ എത്ര തവണ എന്തറിയോ സ്റ്റേറ്റ്മെന്റ് വിളിക്കുന്നു പറയുന്നത്. കാരണം എന്നെ കുറിച്ച് നുണ പറയുന്നവർക്കെതിരെ ഞാൻ 3-4 കേസ് കൊടുത്തു. ഇപ്പൊ അൻവർ അടക്കമുള്ള കുറെ പേർക്കെതിരെ ഞാൻ കേസ് കൊടുത്തു. ഈ കേസ് കൊടുത്ത് ഒരു പോയി ചാവുകയും കടിച്ചു. അതോടെ ഞാൻ പിന്നെ ഞാൻ നിർത്തി. ഇനി അതിന് പറയുമ്പോൾ അതാണ്. അപ്പൊ അതുകൊണ്ടാണ് ഞാനത് ചെയ്യാത്തത്. ശരി. അപ്പൊ ഈ ഇതിൽ ആക്ച്വലി ഇങ്ങനെ ജഡ്ജ്മെന്റിൽ എഴുതി വരികയാണെങ്കിൽ തീർച്ചയായിട്ടും they should go for a damage case. He should go for a damage case. അതാണ് അദ്ദേഹം ഹിന്ദുവിൽ അഭിമുഖത്തിൽ പറഞ്ഞു. അദ്ദേഹം ഡാമേജ് കേസിന് പോകുമെന്ന് പറഞ്ഞു. പിന്നെ ഇത്രേ ഉള്ളൂ, അദ്ദേഹം പെർഫെക്റ്റ് ആണെങ്കിലേ പറ്റത്തുള്ളൂ. എന്തെങ്കിലുമൊക്കെ അദ്ദേഹത്തിന് എനിക്ക് തോന്നുന്നത് അദ്ദേഹത്തിന്റെ കാര്യത്തിൽ സംഭവിച്ച, ഞാനിത് നോക്കുമ്പോൾ ഇദ്ദേഹം സിനിമയിൽ ഒരു രാജാവായിരുന്നു. അപ്പോൾ അത്ര സ്ട്രൈറ്റ് ഒന്നും ആയിരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് ഇദ്ദേഹം ചവിട്ടാനുള്ള ഒരു ചവിട്ടും ഒതുക്കൊണ്ടൊരു ഒതുക്കുമായ തിയേറ്റർ നിർമ്മാണം എല്ലാത്തിനും കൺട്രോൾ ഉണ്ട്. അല്ല, അതൊക്കെ ഉണ്ടായിരിക്കാം. പക്ഷെ അതൊക്കെ ചെയ്യുന്നത് ക്രിമിനാലിറ്റി എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അല്ല പുള്ളിയുടെ ആധിപത്യം നിലനിർത്തും. ഞാൻ ഇമ്മോറൽ എന്ന് വേണമെങ്കിൽ പറയാം. നടന്മാരെ ഒതുക്കി നടന്മാരെ ഒതുക്കും. അപ്പൊ എന്നെ തുളസീദാസ് എന്ന് പറഞ്ഞ ഒരു സംവിധാനം ഉണ്ടായിരുന്നു. അദ്ദേഹം ഇടയ്ക്ക് സിനിമയിലായിരിക്കും, ഇദ്ദേഹത്തിന്റെ സിനിമയ്ക്ക് വേണ്ടി കാണാൻ പോകുന്നു. വന്നപ്പം പുള്ളിയുടെ അടുത്തൊരു കസേര കിടപ്പുള്ളൂ, ദിലീപിന്റെ അടുത്ത്. ഇദ്ദേഹം ഇരിക്കാൻ തുടങ്ങാൻ നേരത്തെ ഈ കസേര കാലെടുത്ത് വെച്ചു. ഇരിക്കേണ്ട, നിന്ന് പറഞ്ഞാൽ മതി. ഇത്തരത്തിലുള്ള ധാർഷ്ട്യമൊക്കെ ദിലീപിനുണ്ടായിരുന്നു. അതുകൊണ്ടുകൂടി ആവാം സിനിമയ്ക്കകത്ത് അദ്ദേഹത്തിനെതിരെ വലിയൊരു അത് തീർച്ചയായിട്ടും ഡെവലപ്പ് ചെയ്യാൻ പാടില്ലാത്തതാണ്. കാരണം അങ്ങനെ ഒരു സ്റ്റേജിൽ നിന്ന് വളർന്നു വന്നവനാണ് അയാൾ. ആ ഓർമ്മ അയാൾക്ക് ഉണ്ടായിരുന്നിരിക്കണം. അതില്ല, അത് നഷ്ടപ്പെട്ടു. പിന്നെ വേറൊരു കഥ എന്നോടൊരു പറഞ്ഞൊരു സംവിധായകൻ പറഞ്ഞത്, മമ്മൂട്ടി കിടക്കാലത്ത് സിനിമയിലായിരുന്ന കാലമുണ്ട്. ഇയാൾക്ക് ഇഷ്ടംപോലെ സിനിമയുണ്ട്. ഇയാൾ മമ്മൂട്ടിയുടെ വീട്ടിൽ ചെന്നത്. മമ്മൂട്ടി ഉറക്കവാ. മമ്മൂട്ടി ഉറങ്ങുന്ന സമയത്ത് ആരും ശല്യം ചെയ്യത്തില്ല. ദിലീപ് വന്നത് വിളിച്ച് പറയാൻ പറഞ്ഞു. നിർബന്ധിച്ച് വിളിച്ച് എഴുന്നേപ്പിച്ചു. മമ്മൂക്കായ്ക്ക് ഞാനൊന്നിന്റെ സിനിമയൊക്കെ ശരിയാക്കുന്നില്ല, ഇപ്പൊ ശരിയാക്കി തരാമെന്ന് പറഞ്ഞ് വിളിച്ചെന്ന് പറഞ്ഞു. അപ്പൊ ആലോചിക്കണം, ഈ അത്തരത്തിലുള്ള ധാർഷ്ട്യമൊക്കെ ഇയാൾ കാണിച്ചിരുന്നത്. ഞാനാണ് സിനിമയെ കൊണ്ട് നടക്കുന്നത്. അങ്ങനെ അവസരം അതൊക്കെ തിയേറ്ററുകളിൽ അയാളുടെ കൺട്രോളിലായിരുന്നു, നിർമ്മാണം അയാളുടെ കൺട്രോളിലായിരുന്നു, റിയൽ എസ്റ്റേറ്റ് അയാളുടെ കൺട്രോളാണ്. അതൊക്കെ കൊണ്ടുണ്ടായ ഒരു അവസരം കിട്ടിയപ്പോൾ എല്ലാവരും കൂടി പിടിച്ച് വലിച്ചതാണെന്ന് തോന്നുന്നു. അത് ഉണ്ടായിരിക്കാൻ സാധ്യതയുണ്ട്. ക്രിമിനാലിറ്റി എന്ന് നമുക്ക് പറയാൻ പറ്റില്ല, ഇറ്റ് ഇസ് എ ഇമ്മോറാലിറ്റി. അത് ചെയ്യാൻ പാടില്ലാത്ത കുറെ കാര്യങ്ങളിലേക്ക് അതുകൊണ്ടായിരിക്കും ശിക്ഷയ്ക്ക് കിട്ടി ഇത്രയും ദിവസം ജയിലൊക്കെ കിടക്കേണ്ടി വന്നത്. നമ്മൾ ഇപ്പൊ പറയുന്നുണ്ടല്ലോ പലപ്പോഴും, ദൈവം പണ്ടൊക്കെ പതുക്കെ പതുക്കെയാണ് കൊടുക്കാറ്, അപ്പൊക്കെ കൊടുക്കുന്നു എന്ന് പറയുന്ന പോലെ. അത്ര ഒരുപാട് പേരുണ്ട്. രാഹുൽ ഈശ്വറിന്റെ കാര്യം അടിസ്ഥാനപരമായി പാവത്താനാ. എനിക്കറിയില്ല, പക്ഷേ അല്ല, ഞാൻ പറഞ്ഞ അയാൾക്ക് ഈ പറയുന്ന എന്തോ ഒരു പിരി കുറവാണ്. അത് മാത്രമല്ല എനിക്ക് തോന്നിയിരിക്കുന്നത്, he has been under the chains of somebody എന്ന് പറയുന്നു അല്ലേ? under the chains of somebody കേസിലൊക്കെ. അതെ അയാൾ ഇത്ര ഈ സൂത്രപ്പണിയൊക്കെ ചെയ്ത് അവരെ ബുദ്ധിമുട്ടിക്കേണ്ട ഒരു ആവശ്യമില്ലല്ലോ. അയാള് ഒരു ഹിന്ദു ആക്ടിവിസ്റ്റ് എന്നും പറഞ്ഞപ്പോൾ നമ്മൾ ആൾ ഇന്ത്യ അതിലൊക്കെ നോക്കുന്ന സമയത്ത് ഹിന്ദു ആക്ടിവിസ്റ്റ് എന്നാണ്. ഹി ഈസ് നോട്ട് എ ഹിന്ദു ആക്ടിവിസ്റ്റ്, ഹി ഈസ് ആന്റി ഹിന്ദു ആക്ടിവിസ്റ്റ് എന്ന് പറയായിരിക്കും ബെറ്റർ. അതാണ് അതിൻ്റെ കൊടുക്കേണ്ടത്. പിന്നെ ലൂസായിരിക്കുന്നു എന്നുള്ളത് ആബ്സല്യൂട്ട്ലി റൈറ്റാണ് ഇത്തരം കാര്യങ്ങളിലുമൊക്കെ.
അദ്ദേഹത്തിന്റെ അഭിഭാഷകൻ കോടതി പറഞ്ഞത് കണ്ടില്ലേ? ഇപ്പൊ ഈ മറ്റേ രാഹുലിന്റെ രണ്ടാമത്തെ കേസ് വന്നപ്പോൾ ഇയാൾ എന്ത് ചെയ്യും? അല്ല, പക്ഷെ ഇയാൾ, ഞാൻ ചോദിക്കുന്നത്, മറ്റേ രാഹുലിനെ ഇപ്പൊ തൽക്കാലം കുഴപ്പമൊന്നുമില്ല, യഥാർത്ഥ പ്രതിക്ക് ഇയാൾ അകത്താണ്. ഐ കുഡന്റ് ബിലീവ്. ഞാൻ പറഞ്ഞത് അനേകം ജാമ്യ വകുപ്പുകളിൽ പ്രതിയായിട്ടുള്ള ആളാണ് ഞാൻ. ഭാഗ്യവശാൽ ഞാനിതൊരു ദിവസം ജയിലിൽ കിടന്നില്ല. ഇയാൾക്ക് ജാമ്യമില്ലാത്ത അതിനകത്ത് ഒരു വകുപ്പേ ഉള്ളൂ, 1 വർഷമേ തടവുള്ളൂ. എന്തോ കാരണത്താൽ ആ വകുപ്പ് നോൺ ബെയിലബിളായിട്ട് എഴുതിയിരിക്കുന്ന BNS, അതായത് ഈ സെക്ഷലി കളേർഡ് റിമാർക്സ്. ഇയാൾ 2 ആഴ്ചയായിട്ട് ജയിലിലാണ്. ആലോചിച്ച് എത്ര ദിവസം ഇനി കിടക്കുന്ന അറിയാൻ പറ്റില്ല. ഇത് മാത്രമേ ഉള്ളൂ, അതൊന്നുമില്ല ഇതിനകത്ത്. ഞാൻ ആ ഫുൾ എടുത്തു നോക്കി, ആകപ്പാടെ പുള്ളിക്ക് പലതുണ്ടെങ്കിലും ജാമ്യമില്ലാത്തത് ഈ സെക്ഷലി കളേർഡ്. അതായത് ഇയാളുടെ വക്കീല് ശ്രമിക്കാനായിട്ടാണ്. അല്ല, വക്കീൽ ശ്രമിക്കാഞ്ഞിട്ടുമല്ല. ഈ വീഡിയോ കോടതി എടുത്ത് കാണുമ്പോൾ കോടതി പറയും, എങ്ങനെ ഞാൻ അങ്ങനെ ജാമ്യം കൊടുക്കുന്നു? കാരണം ഇവൻ ഈ വൃത്തികേട്, ഇത് വനിതാ ജഡ്ജിമാരാണ് കേൾക്കുന്നത്. അപ്പൊ ഇത് കേട്ടിട്ട് ജഡ്ജി ചോദിക്കും, വക്കീലെ എങ്ങനെ ജാമ്യം കൊടുക്കും? അതുപോലെ മറ്റേ കുറേ വീഡിയോകൾ ഹണി റോസിന്റെ ഒക്കെ കൊണ്ടുവന്നു. അപ്പൊ ഇയാളുടെ ഈ അമിതാവേശത്തിലുള്ള ഡയലോഗുകളെല്ലാം കോടതി കേൾക്കും, ഇവരെല്ലാം കൊണ്ട് കൊടുക്കും. അപ്പോൾ കോടതി എങ്ങനെ ജാമ്യം കൊടുക്കും? ഇതാണ് പ്രശ്നം. 1. 2, ഇയാൾ കോടതിക്ക് നാടകമാണ്. ഈ ചാനൽ ചർച്ച ചെയ്യുന്ന മാതിരി ശാസ്ത്രമംഗല അജി സാറോട് ഞാൻ സംസാരിച്ചപ്പോൾ അതേ കണ്ടു, എൻ്റെ ഷാജ ജീവിതത്തിൽ ഇങ്ങനെ അനുഭവം ഉണ്ടായിട്ടില്ല, ഞാൻ കേസ് വാദിക്കും, ഇയാൾ ഇവിടുന്ന് ഒരു വകുപ്പ് പറയുക വന്ന് ജഡ്ജിനോട് വക്കീൽ കേസ് പറയുക, ഉടനെ ഇയാളവിടെ നരേഷ് വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള ഇയാളോട് വിളിച്ച് പറയാ. അത് കഴിഞ്ഞിട്ട് ഇവര് ശ്രദ്ധിക്കുന്നില്ല. അപ്പൊ ചാനൽ ചർച്ച ചെയ്യുന്ന പറയും 30 സെക്കൻഡ് എനിക്ക് തരാമോ ചോദിച്ചു കോടതിയില്. എന്നോട് ശാസ്ത്രമംഗല അജിത് കുമാർ സാർ ഇങ്ങനെ ഒരു പ്രതിയ ജീവിതം ഞാൻ കണ്ടിട്ടില്ല. ഒരു സെൻസ് ഓഫ് സിസ്റ്റം. ഞാൻ എത്രയോ കേസിന് കോടതി പോയിട്ടുണ്ട് ജീവിതത്തിൽ, ഇന്നേ വരെ ഒരു തവണ മാത്രം. അത് പിന്നെ ജഡ്ജി ചിരിച്ചു. കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ കുറ്റപത്രം വായിച്ച് കേൾക്കാൻ വേണ്ടി പോവാം ആലുവ കോടതിയിൽ. അവിടെ ചെന്നപ്പം അപ്പോഴാണ് ഈ മജിസ്ട്രേറ്റ് കേസ് എടുത്ത് നോക്കുന്നത്. മജിസ്ട്രേറ്റ് വക്കീലോട് ചോദിച്ചു, വക്കീലോട് ചോദിച്ചു, അല്ല ഇത് കാഷ് ചെയ്യാവുന്ന കേസാണല്ലോ, ഇത് മുഴുവൻ പ്രൊസീജിയർ മിസ്റ്റേക്ക് ആണല്ലോ, നിങ്ങൾ എന്താണ് ഇത് കാഷ് ചെയ്യാൻ കൊടുക്കാത്തതെന്ന് ചോദിച്ചു. ഉടനെ എന്നിട്ട് അപ്പോൾ അവരിന്ന് സംസാരിക്കുന്ന കൊടുത്ത് മജിസ്ട്രേറ്റ് പറഞ്ഞു, ഇപ്പം ഞാനിത് കുറ്റപത്രം വായിച്ച് കേട്ടാൽ നിങ്ങൾക്ക് കാഷ് ചെയ്യാൻ പറ്റത്തില്ല, അതുകൊണ്ട് മാറ്റി വെക്കാന്ന് പറഞ്ഞു. അപ്പം ഞാൻ മൊത്തം കേട്ടില്ല. അപ്പം ഞാൻ പെട്ടെന്ന് പറഞ്ഞു മാറ്റി വെക്കാതെ കേട്ടു. അപ്പം ഞാൻ പറഞ്ഞു, ഞാൻ തിരുവനന്തപുരത്ത് വന്നതാണ്, ദയവായിട്ട് വായിച്ച് കേൾപ്പിക്കണമെന്ന് പറഞ്ഞു. ഉടനെ ഇവർ ചിരിച്ചിട്ട് പറഞ്ഞു, വായിച്ച് കേൾപ്പിക്കാൻ എനിക്ക് കുഴപ്പമൊന്നുമില്ല, കാഷ് ചെയ്യാൻ പറ്റത്തില്ല, അതുകൊണ്ട് പറഞ്ഞതാണ് എന്ന് പറഞ്ഞു. അപ്പോൾ പറഞ്ഞു വേറെ കാര്യം ചെയ്തോളൂ, ഇനിയിപ്പോൾ ഇനി വായിച്ച് കേൾപ്പിക്കണം, ഞാൻ വക്കീലിനെ വായിച്ച് കേൾപ്പിക്കണം, അങ്ങനെ ഉള്ളൂ. അല്ലാതെ ജീവിതത്തിൽ ഇതേവരെ ഇയാൾ കോടതിയെ പഠിപ്പിക്കുകയാണ്. കോൺസ്റ്റിറ്റ്യൂഷൻ 21 ആർട്ടിക്കിൾ 21 ജീവിക്കാനുള്ള അവകാശം. ഇതൊന്നും പഠിക്കാത്തവരാണ് അവിടെ ഇരിക്കുന്നത്. 7 വർഷത്തിൽ ഇയാൾ കോടതി പറഞ്ഞ 7 വർഷത്തിൽ താഴെ കുറ്റപത്രം ഉണ്ടെങ്കിൽ ജാമ്യം കൊടുക്കണമെന്ന് ഇയാൾ പറയാണ്. ഈ വക്കീലടക്കണമെങ്കിൽ അത് നോക്കുന്നുണ്ട്. അല്ല, ഞാൻ പറഞ്ഞത് ഇതിൻ്റെയൊക്കെ ഒരു നേരെ ജോവി അല്ലെങ്കിൽ ഒരു കാര്യമില്ലാതെയും ജയിലിലാവും. അത് എത്ര ദിവസമായിട്ടാണ്? എത്ര ദിവസം ഒന്ന് ആലോചിച്ച്. ഇന്നലെ അയാൾ ഉണ്ടായിരുന്നെങ്കിൽ ഈ ദിലീപ് കേസ് വരുമ്പം സകല ചാനലുകൾ നിറഞ്ഞു നിൽക്കേണ്ട ആളാണ്. ഇല്ലേ, ദിലീപിന് വേണ്ടിയിട്ട് അയാളാണ് വാദിച്ചിരുന്നത്. അപ്പം എനിവേ, അപ്പം ദിലീപ് കേസിലെ സാറ് അപ്പം പറയുന്നത് ഹൈക്കോടതി ചെന്നാലും പ്രത്യേകിച്ചൊന്നും സംഭവിക്കത്തില്ലെന്നാണോ? ഇപ്പോഴത്തെ എൻ്റെ അറിവ് വെച്ചിട്ട് പ്രത്യേകിച്ചൊന്നും സംഭവിക്കുന്നത് എനിക്ക് തോന്നുന്നില്ല. കാരണം മാത്രമല്ല, ഈ സെഷൻസ് ജഡ്ജ് ഇത്രയുമെല്ലാം ഉള്ള സമയത്ത് അവർ എന്തായാലും ലീഗൽ അസസ്മെൻ്റ് നടത്തുമല്ലോ. ഈ പുറത്തിരുന്ന് പറയുന്ന ഈ ടി വിയിലുള്ള ആങ്കർമാർക്കും ബാക്കിയുള്ളവർക്കും എല്ലാവർക്കും തോന്നുന്നത്, സി they don't look into the law and what comes evidence. ഇപ്പോൾ അവിടെ വരുന്ന എവിഡൻസ് റിലവൻ്റ് ആയിരിക്കണം, അഡ്മിസിബിൾ ആയിരിക്കണം. ഈ റിലവൻ്റ് ആൻഡ് അഡ്മിസിബിൾ എവിഡൻസ് ഉണ്ടെങ്കിൽ മാത്രമേ ഒരു കോടതിക്ക് എടുക്കാൻ പറ്റുള്ളൂ. അത് ഇവർ നോക്കുന്നില്ല. ഇപ്പോൾ അയാൾ പറഞ്ഞില്ല, ഇയാൾ പറഞ്ഞില്ല, അല്ലെങ്കിൽ അങ്ങനെ സംഭവിച്ചില്ല, അവിടെ ഇതൊന്നും റിലവൻ്റ് അല്ല, അഡ്മിസിബിളും അല്ല. അപ്പോൾ ആ റിലവൻ്റ് ആൻഡ് അഡ്മിസിബിൾ എവിഡൻസ് എടുക്കുന്ന സമയത്ത് ഒരു കോടതിക്ക് അത് വെച്ചല്ലേ പോകാൻ പറ്റുള്ളൂ. അങ്ങനെ അല്ലാത്ത പോകുന്ന കോടതികളും ഉണ്ട്, ഇല്ല എന്നല്ല ഞാൻ പറയുന്നത്. അങ്ങനെയൊക്കെ സംഭവിക്കാറുണ്ട്. മാത്രമല്ല, ഇവര് ഹൈക്കോടതിയിലേക്ക് പ്രൊമോഷൻ ആയിരിക്കുക ഈ കേസ് കൊണ്ടാണ് കഴിഞ്ഞ പ്രാവശ്യം ഇവരെ വിടാതിരുന്നത്. അപ്പൊ അങ്ങനെ ഒരാൾ എന്തായാലും റിസ്ക് എടുക്കത്തില്ലല്ലോ. തീർച്ചയായിട്ടും. മാത്രമല്ല, അതിനുള്ള സമയം എടുത്തിട്ടുമുണ്ട്. ഇപ്പോഴും സമയം എടുത്തിട്ടുണ്ടല്ലോ, നന്നായിട്ട് സമയം എടുത്ത് തന്നെയാണ് ജഡ്ജ്മെന്റ് തയ്യാറാക്കിയിരിക്കുന്നത് ഉണ്ടാകുക. അപ്പോൾ ഐ ഡോണ്ട് ഫൈൻഡ് എനി പ്രോബ്ലം ഫോർ ദിലീപ് ആഫ്റ്റർ ദിസ് ആൾസോ. ഇതാണ് എൻ്റെ ഒരു ഗസ് വർക്ക് ഉള്ളത്. കാരണം ഞാനിപ്പോൾ CD ഫയലിൽ ജഡ്ജ്മെൻറ്റ് കണ്ടാൽ മാത്രമേ നമുക്ക് കൂടുതലായിട്ട് പറയാൻ പറ്റുള്ളൂ.
ജഡ്ജ്മെൻറ്റ് ഇപ്പോൾ 12-ാം തീയതി പുറത്ത് വന്നു കഴിഞ്ഞാൽ വി ക്യാൻ സേ, അത് കാണുമ്പോൾ തന്നെ നമുക്ക് അറിയാൻ പറ്റും ഇതിൽ എന്താണ് ഉള്ള പ്രശ്നം എന്താണെന്നുള്ളത് അപ്പോൾ തന്നെ പറയാൻ പറ്റും. ഏതായാലും എൻ്റെ ഒരു ഇതെന്ന് വെച്ചാൽ ഇതിൽ ഈ പാഡഡ് അപ്പ് എവിഡൻസ് ഒന്നും ഒരാൾക്കെതിരെ എടുക്കരുത്. നമുക്ക് എത്ര ദേഷ്യമുള്ളവനാണെങ്കിൽ പോലും നമ്മൾ ഒരിക്കലും പാഡഡ് അപ്പ് എവിഡൻസ് എടുത്ത് ഒരാളെ മാനേജ് ചെയ്യാനായിട്ട് പോകരുത്. പോലീസ് ദേ ഷുഡ് കീപ് സം സ്ക്രൂപ്പിൾസ്. കുറച്ച് അങ്ങനെ ഒരു പ്രാക്ടീസ് പോലീസിൽ ഇപ്പോഴും ഉണ്ടല്ലേ സജീവമായി തന്നെ? അതെ, വേറെ കേസുകളും എനിക്ക് സാറിന് തോന്നുന്നുണ്ട് അതേപോലെ ഉണ്ടാക്കുന്ന അന്ന് വെച്ചാൽ ഇത് നോക്കൂ, പോലീസിൽ ഇത് സിസ്റ്റം നന്നാകണമെങ്കിൽ DGP ഷുഡ് ഹാവ് എ ഫേം ദിസ് തിങ്. ഇപ്പം ഞാനൊക്കെ പോയതിൻ്റെ ഒരു ഗുണം വന്നതെന്ന് വെച്ചാൽ 2 വർഷത്തേക്ക് DGയെ മാറ്റാനായിട്ട് എളുപ്പമല്ല, വളരെ ബുദ്ധിമുട്ടാണ് ഒരു DGയെ മാറ്റാനായിട്ട്. അന്ന് പറ്റുമായിരുന്നല്ലേ? അന്നും പറ്റുമായിരുന്നു. അതിന് ശേഷം അങ്ങനെ മാറ്റാൻ പറ്റില്ല. അതിൻ്റെ ഇതിൽ പറഞ്ഞിട്ടുണ്ട്, ഇപ്പോൾ ചീഫ് സെക്രട്ടറിമാരെയൊക്കെ ഇഷ്ടംപോലെ മാറ്റാം. സാറിൻ്റെ കേസിലാണോ വരുന്നത്? എൻ്റെ കേസിലും അതിന് ശേഷവും. അതിന് മുമ്പുള്ളൊരു വിധിയാണത്. 2 കൊല്ലം കൊടുക്കണം എന്നുള്ളത്. അത് DGക്ക് മാത്രമല്ല ബാധകം, അത് SHO മുതലൊക്കെ ഉള്ളതാണ്. പക്ഷെ ആരും ഇതുവരെ കേസിന് പോകാത്തതുകൊണ്ട് നടക്കുന്നില്ല എന്നുള്ളത്. അശോക് മാത്രം അതെ, അവർക്ക് അവരുടെ ഒരു സിവിൽ സർവീസ് ബോർഡ് ഉണ്ട്, അത് കൂടിയിട്ട് വേണം ഇതൊക്കെ ചെയ്യാനെന്നാണ് അവരുടെ നിയമം പറയുന്നത്. അതിൽ നിന്ന് പോലീസിനെ എക്സ്ക്ലൂഡ് ചെയ്തായിരുന്നു. ആദ്യം ആൾ ഇന്ത്യ സർവീസിൽ പോലീസും അതിൽ വന്നിരുന്നു. പോലീസിന് പിന്നെ ആ സിവിൽ സർവീസ് ബോഡിയിൽ നിന്ന് എക്സ്ക്ലൂഡ് ചെയ്തിരുന്നു, വിച്ച് ഐ തിങ്ക് ഈസ് കറക്റ്റ് ആൾസോ. പക്ഷേ പ്രകാശ് സിംഗ് കേസിലെ വിധികൾ വന്നു കഴിഞ്ഞ് ഇപ്പോൾ എൻ്റെ കേസിൽ അതൊരു പ്രത്യേകം എടുത്ത് പറയുന്നുണ്ട്, ഒരു ചീഫ് സെക്രട്ടറി വേണമെങ്കിൽ എപ്പോൾ വേണമെങ്കിലും ഗവൺമെൻറ്റിന് മാറ്റാം, പക്ഷേ ഒരു DGP അങ്ങനെ മാറ്റാൻ പറ്റില്ല. കാരണം DGP മേ ബി എൻക്വയറിങ് സംതിങ് അഗെയിൻസ്റ്റ് ദ ചീഫ് മിനിസ്റ്റർ ആൾസോ എന്ന് പറഞ്ഞിട്ടാണ് ആ ജഡ്ജ്മെൻറ്റിലുള്ള പവർ കൊടുക്കുന്നത്, അത്തരം ഇത് കൊടുക്കുന്നത്. അപ്പോൾ DG ഷുഡ് സ്റ്റാൻഡ് ഫേം, എന്നിട്ട് ഫേമായിട്ട് നിന്നിട്ട്, അതിനാണല്ലോ ഇത് കൊടുത്തിരിക്കുന്നത് 2 വർഷത്തേക്ക് ടെന്യൂർ സെക്യൂരിറ്റി. റിട്ടയർ ചെയ്താലും ഹി ക്യാൻ കണ്ടിന്യൂ ടിൽ 2 years. അതും കൂടി ഉള്ളതുകൊണ്ട് ഈ 2 yearsലുള്ളതുകൊണ്ട് DG ഷുഡ് സ്റ്റാൻഡ് ഫേം ആൻഡ് ഗിവ് ഡയറക്ഷൻ, റിട്ടേൺ ഡയറക്ഷൻ താഴത്തേക്ക് കൊടുത്താൽ സിസ്റ്റം വിൽ ഇംപ്രൂവ്. പിന്നെ അധികം കളിക്കാൻ പറ്റില്ല, ആ റിട്ടേൺ ഡയറക്ഷൻ കൊടുക്കണം. സോ റിട്ടേൺ ഡയറക്ഷൻ ഒരു DGയുടെ നിന്ന് കിട്ടിയാൽ താഴത്തേക്ക് ഇൻസ്ട്രക്ഷൻ പോകുകയാണെങ്കിൽ ദെൻ എവരിബഡി വിൽ ബി റെസ്പെക്റ്റിംഗ് ദാറ്റ്. പിന്നെ ഒരു ചീഫ് മിനിസ്റ്റർ വിളിച്ച് പറഞ്ഞാൽ പോലും പറയും, സാറേ അവിടെ നിന്ന് എഴുതി തന്നിട്ടുണ്ട്, സാർ അവിടെ ഒന്ന് പറഞ്ഞ് അതൊന്ന് മാറ്റിച്ച് തരാൻ പറയും. അങ്ങനെയാണ്. ഞാൻ പണ്ട് ക്രൈംബ്രാഞ്ചിലും അങ്ങനെയുള്ളടത്തൊക്കെ ചില ഓഫീസേഴ്സ്, എൻ്റെ മുകളിലുണ്ടായിരുന്ന ഓഫീസേഴ്സ് ഇതുപോലെ ചെയ്യുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യുന്നു വെച്ചിട്ടുണ്ടെങ്കിൽ, ഞാൻ റൈറ്റിങ്ങിൽ എഴുതി കൊടുക്കും താഴെയുള്ള ഓഫീസേഴ്സിന്, ഇത് ഇൻ റൈറ്റിംഗ് എഴുതി കൊടുക്കും. ഇൻ റൈറ്റിംഗ് എഴുതി കൊടുക്കുമ്പോൾ മറ്റേ 1-2 സ്ഥലത്താണെങ്കിൽ ആളെ പറയുന്നില്ല, എല്ലാം വളരെ സീനിയർ ഓഫീസേഴ്സായിരുന്നു, ഇവരിത് കൊണ്ട് കാണിച്ചു കൊടുക്കും. സാറേ DIG എഴുതിയിരിക്കുന്നത് ഇന്നതാണ്, ഇനി അതിന് കൗണ്ടറായിട്ട് എഴുതണമെങ്കിൽ സാറൊന്ന് എഴുതി തന്നാൽ മതിയെന്ന്. അപ്പോൾ അതോടുകൂടി ആ പരിപാടി നിൽക്കും. കാരണം ഈ കളവ് ചെയ്യിക്കുന്നവർ മുഴുവൻ ഓറലായിട്ടുള്ള ഇൻസ്ട്രക്ഷൻ മാത്രമേ ഉണ്ടാവുള്ളൂ, ആർക്കൊന്നും റൈറ്റിങ്ങിന് കൊടുക്കാൻ പറ്റില്ല. അപ്പോൾ ഈ പോലീസിലൊക്കെ അഴിമതിയുടെ പ്രധാന കാരണം എന്ന് പറയുന്നത് നട്ടലുള്ള ഒരു DG ഇല്ലാത്തതാണ് അല്ലേ? തീർച്ചയായിട്ടും. എബൌട്ട് 80% ഓഫ് ദ റീസൺ DGയുടെ നട്ടലനുസരിച്ചിരിക്കും. കാരണം അങ്ങനെ നിൽക്കുകയാണെങ്കിൽ ഈ പ്രോപ്പറായിട്ട് അന്വേഷിക്കാനേ പാടുള്ളൂ, നിയമപരമായിട്ടായിരിക്കണം പോകുന്നത്, പൊളിറ്റിക്കലി കളേർഡ് ആയിരിക്കരുത്. വി ഷുഡ് ഗോ ബൈ ദ ട്രൂത്ത്. അങ്ങനെ ഒരു ആറ്റിറ്റ്യൂഡ് നമ്മൾ എടുക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ആബ്സല്യൂട്ട്ലി. എനിക്കിപ്പോൾ നമ്മളിപ്പോൾ പലയിടത്തും നമ്മൾ സ്വന്തം ഓഫീസർമാരോടും അല്ലെങ്കിൽ താഴെയുള്ള പൊളിറ്റീഷ്യൻസിനോടൊക്കെ അപൂർവമായിട്ട്, എനിക്ക് വളരെ അപൂർവമായിട്ട് പറയണമെന്നുള്ളൂ, അല്ല ഇതാണ് അതിൻ്റെ കാര്യം. അത് ക്രൈംബ്രാഞ്ചിലൊക്കെ ഉണ്ടായിരുന്ന സമയത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ഈ കൂത്തുപറമ്പ് കേസൊക്കെ എൻ്റെ അടുത്ത് ഞാൻ എൻ്റെ 2 ബുക്ക് എഴുതിയിട്ടുണ്ട്. ആ ബുക്കിൽ എഴുതിയിട്ടുണ്ട്, നമ്മൾ പറഞ്ഞു കഴിഞ്ഞപ്പോൾ നമ്മൾ ഇതാ പറഞ്ഞത്, അറസ്റ്റ് കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷിക്കണം. ഇപ്പോൾ ISR കേസിൽ ഞാൻ പറഞ്ഞു ഇന്ന കാര്യങ്ങൾ കൊണ്ട് അത് ഞാൻ ചെയ്യുന്നത് ശരിയല്ല എന്ന് പറഞ്ഞു. പക്ഷേ ഗവൺമെൻറ് ഓർഡർ ഇട്ടാൽ എനിക്ക് ചെയ്യേണ്ടി വരും. പക്ഷേ ദെൻ ഐ വിൽ ഡിസൈഡ് ഏത് സമയത്ത് അറസ്റ്റ് ചെയ്യണം, എന്ത് ചെയ്യണം എന്നുള്ളത്. ദെൻ ഇറ്റ് ഈസ് മൈ ഡിസിഷൻ. ISR കേസിൽ അങ്ങും നമ്പിനാരായണൻ തമ്മിൽ ചില ഭിന്നതയൊക്കെ ഇല്ലേ? അല്ല, സി ദാറ്റ് ഈസ് ISR കേസിലുണ്ടായത് കാര്യങ്ങൾ പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല. ഇറ്റ് ഈസ് ISR കേസിൻ്റെ ജെന്യൂനിറ്റിയെ പറ്റി ആരും ക്വസ്റ്റ്യൻ ചോദിച്ചില്ല. ക്വസ്റ്റ്യൻ വന്നത് കേരള ഗവൺമെൻറ് ഇട്ട ഓർഡർ ശരിയാണോ ഇല്ല എന്നുള്ളതാണ്. ആ ഓർഡർ ശരിയല്ല എന്ന് അന്ന് തന്നെ ഞാൻ പറഞ്ഞതാണ്. കാരണം സെൻട്രൽ ഗവൺമെൻറ്റിന് നമ്മളൊരു സാങ്ഷൻ കൊടുക്കുക, അല്ലെങ്കിൽ CBIക്ക് സ്റ്റേറ്റ് ഗവൺമെൻറ് ഒരു സാങ്ഷൻ കൊടുക്കുന്നു, ഇത് CBI എടുക്കാൻ പറഞ്ഞിട്ട്, വിത്തൗട്ട് ദെയർ കൺകറൻസ് നമ്മൾ ഈ കേസ് വിഡ്രോ ചെയ്ത് ഇങ്ങോട്ട് എടുക്കാനായിട്ട് അത് ശരിയല്ല എന്നാണ് എൻ്റെ ഒപ്പീനിയനായിട്ട്. പക്ഷെ അൺഫോർച്ചുനേറ്റ്ലി ഇത് ഹൈക്കോർട്ട് ഓഫ് കേരള ഒരു ഡിവിഷൻ ബെഞ്ച് പറഞ്ഞു അത് ശരിയാണ്.
പക്ഷെ അത് സുപ്രീം കോടതി പോയപ്പോൾ നേരെ മറിച്ചു പോയി. അതല്ല സംഭവിച്ചത്. അതിനു മുമ്പ് സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ ഒരു സാങ്ഷൻ വാങ്ങിക്കാരെങ്കിൽ അത് നിലനിന്നാണ്. സെൻട്രൽ ഗവൺമെൻറ് സമ്മതിക്കുകയാണ്. ഞാനും അന്നത്തെ ഏജും കൂടി ഇന്ദ്രജിത് ഗുപ്തയൊക്കെ കണ്ടായിരുന്നു ഇത് ഇതിനെ സാങ്ഷൻ കൊടുക്കാനായിട്ട്. പക്ഷെ ആരൊന്നും ചെയ്തില്ല പിന്നീട്. അത് കഴിഞ്ഞിട്ട് ഇവർക്ക് വലിയ ഇൻട്രസ്റ്റും ഉണ്ടായില്ല. അവർക്കൊരു ഈ പൊളിറ്റിക്കൽ പാർട്ടീസ് ഇത്തരം കേസുകൾ എടുക്കുന്നത് ഇറ്റ് ഇസ് ഓൺലി ബേസ്ഡ് ഓൺ എ പൊളിറ്റിക്കൽ ഇൻട്രസ്റ്റ്. അവർക്ക് അൾട്ടിമേറ്റ്ലി നത്തിങ് മോർ ദാൻ എ പൊളിറ്റിക്കൽ ഇൻട്രസ്റ്റ് ഉണ്ട്. അല്ലാതെ നാഷണൽ സെക്യൂരിറ്റിയോ അതുപോലുള്ള കാര്യങ്ങളോ മറ്റു കാര്യങ്ങളോ ഒന്നും അതിന് ശരിക്കും പറഞ്ഞാൽ ISR കേസിലെ ഏറ്റവും വലിയൊരു വിക്ടിമായത് ഞാനാണ്. വെറുതെ നമ്മളെ എത്ര രൂപയാണ് പല കേസ് നടത്താനായിട്ട് ഇത് വന്നത്. എന്ത് കാര്യമുണ്ട്? നമ്മൾ ഒബ്ജക്റ്റ് ചെയ്തൊരു കാര്യമാണ് എന്നെ ആക്കുന്നതിൽ. പക്ഷേ അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ അതിൻ്റെ പോയാൽ നമ്മൾ ഇനി ഇപ്പോഴൊന്നും നിൽക്കില്ല, തീരില്ല. അപ്പോൾ ഈ കേസിൽ എനിക്ക് തോന്നുന്നത് ഹൈക്കോടതിയിൽ പോയാലും ഹൈക്കോടതി വന്നിട്ട് അത് ആർഗ്യൂ ചെയ്യട്ടെ. ഇനി നമുക്ക് പറയാൻ പറ്റില്ല ഇനിയിപ്പോൾ മറ്റേത് പോയിൻസാണ് ജഡ്ജ്മെൻറ്റും കൂടി കാണാതെ നമുക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല ഏതൊക്കെ പോയിൻസാണുള്ളത്. ഇപ്പോൾ ഈ പറയുന്നത് പോലെ കൃത്യമായിട്ട് പോലീസിൻ്റെ വീഴ്ചകൾ അക്കമിട്ട് നിരത്തിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും പാടായിരിക്കും അത് ഈ ഓഫീസേഴ്സിന്. പ്രത്യേകിച്ച് ഒരു ഡാമേജ് കേസിന് ഫ്ലൂട്ടിന് പോവുകയാണെങ്കിൽ ഡാമേജ് വിൽ ബി ഹ്യൂജ്. 8 years ഇയാളുടെ അതിനും പ്രീവിയസ് 8 yearsന്റെ ഇൻകം എടുത്തിട്ട് അയാളുടെ ടോട്ടൽ ടേൺ ഓവർ എടുത്തിട്ട് കൊടുത്താൽ മതി. അതിന് ഡിമിനിഷൻ ഉണ്ടായിരിക്കുന്നത് ഇയാളുടെ എല്ലാ സിനിമയും പോയി, എല്ലാം പോയി. അതെ അയാൾക്ക് വന്ന എക്സ്പെൻസസ്, ഈ കേസ് നടത്താൻ കുറച്ച് എക്സ്പെൻസ് എങ്ങനെയാണ് വന്നിരിക്കുന്നത്, സംശയമുണ്ടോ? അപ്പോൾ അതെല്ലാം കൂടി എടുക്കുകയാണെങ്കിൽ ഡാമേജിന് സൂട്ട് വന്നാൽ വളരെ ഡാമേജ് ചെയ്യും. പോലീസിന് കൺസേൺ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു. അത് ഞാൻ പറയുകയാണെങ്കിൽ ഇങ്ങനെയുള്ള കേസുകളിലെ ആൾക്കാർ അത് ചെയ്യണം. അങ്ങനെ ചെയ്താൽ മാത്രമേ പോലീസ് ഓഫീസേഴ്സ് സത്യസന്ധരാകാനും എന്താണ് പറയുന്നത് ലീഗലി അന്വേഷിക്കാനും തുടങ്ങുള്ളൂ. ഞാനൊന്ന് കേസ് കൊടുക്കണമെന്ന് ഓർത്താ എന്നെ ഒരുപാട് കേസിൽ എന്നെ അനാവശ്യമായിട്ട് പെടുത്തുകയും എന്നെ കംപ്ലീറ്റ് കമ്പ്യൂട്ടർ കൊണ്ടൊക്കെ ചെയ്തിരുന്നു. പക്ഷേ അതിനകത്ത് ടെക്നിക്കൽ പ്രോബ്ലം എന്ന് വെച്ചാൽ ഇതുകൊണ്ടൊക്കെ എനിക്ക് ബെനിഫിറ്റ് ഉണ്ടായിട്ടുള്ളൂ. എനിക്ക് പോയിട്ട് എക്കണോമിക്കലി എനിക്ക് നഷ്ടം വന്നത് പ്രൂവ് ചെയ്യാൻ പറ്റത്തില്ല. ഓരോ കേസും എൻ്റെ പബ്ലിസിറ്റി കൂട്ടി തന്നുകൊണ്ട് അത് ബുദ്ധിയുള്ള വക്കീല് വാദിച്ചാൽ സർക്കുലേഷൻ കൂടി എല്ലാം കൂടി പബ്ലിസിറ്റി കൂടി വരുമാനം കൂടി അതുകൊണ്ട് മെന്റൽ വരി മാത്രം ബാക്കിയുണ്ടായുള്ളൂ. ഈ സാറേ ഇതിനോട് അനുബന്ധിച്ചാൽ നമ്മൾ സംസാരിക്കേണ്ട ഒരു കേസാണ് ഈ പാലത്തായി കേസ്. തികച്ചും ഡിഫറൻ്റ് ആണ്. ഇപ്പം ഈ കേസിൽ വലിയ സൈബർ ആക്രമണം ജഡ്ജിനെതിരെ വരുന്നു. അതേസമയം പാലത്തായി കേസിൽ ജഡ്ജിനെതിരെ വന്ന വിമർശനത്തെക്കുറിച്ച് പറയുന്നവരെ ചീത്ത വിളിച്ചവരാണ് ഇപ്പം ഇവിടെ ജഡ്ജിനെതിരെ ചീത്ത വിളിക്കുന്നത്. സാർ ഈ പാലത്തായി കേസ് ശ്രദ്ധിച്ചെന്ന് എനിക്ക് തോന്നുന്നു. തീർച്ചയായിട്ടും. സാർ അതിനെ എങ്ങനെയാണ് കാണുന്നത്? അത് നമ്മൾ ഒന്ന് ഇതിലൊരു കുഴപ്പമുള്ളത് എന്താണെന്ന് വെച്ചാൽ, കുഴപ്പമില്ല ആക്ച്വലി നിയമം അനുസരിച്ച് ഇപ്പോൾ ഒരു ജഡ്ജ്മെൻറ്റ് വന്നു കഴിഞ്ഞാൽ നിയമം അനുസരിച്ച് ഏത് ജഡ്ജ്മെൻ്റ് ആണെങ്കിലും നമ്മൾ അനുസരിച്ചേ പറ്റുള്ളൂ. അതിന് മുകളിലുള്ളൊരു കോടതി അത് മാറ്റി വയ്ക്കുന്നത് വരെ. അപ്പോൾ ആ മുകളിലുള്ള കോടതി ദിസ് ഈസ് ദ ഫാക്ട്. ഇപ്പോൾ നമ്മൾ ഒരു സെഷൻസ് കോടതിയിൽ നമ്മൾ ഏതെങ്കിലും വിധത്തിൽ ഒരു ജഡ്ജ്മെൻ്റ് ഉണ്ടായെങ്കിൽ അത് ഏത് വിധത്തിൽ മോശമാണെങ്കിലും നമുക്കതേപ്പറ്റി പറയാമല്ലോ. ഇന്ന ഡിഫക്ട്സ് ആ കേസ് ജഡ്ജ്മെൻറ്റ്സിന് ഉണ്ടെന്ന് പറയാം. നമ്മൾ ജഡ്ജിയെ വിമർശിക്കുന്നത് മാത്രമല്ല കണ്ടംപ്റ്റ് ഓഫ് കോർട്ടിൽ വരുന്നത്. ജഡ്ജ്മെൻറ്റ്സിലുള്ള ഡിഫക്റ്റ് നമുക്ക് തീർച്ചയായിട്ടും ചൂണ്ടിക്കാണിക്കാവുന്നതാണ്. അപ്പോൾ അതൊക്കെയാണ് അതിൽ ചൂണ്ടിക്കാണിക്കാനായിട്ട് ആദ്യം മുതലേ ഉള്ള ശ്രമങ്ങൾ. കാരണം ഒന്ന്, ഈ ജഡ്ജി വന്ന് വിത്തിൻ 1 or 2 ഡേയ്സിലാണ് 133 പേജുള്ള ഒരു ജഡ്ജ്മെൻറ്റ്. എനിക്കറിയില്ല എങ്ങനെ, ഞാൻ ജഡ്ജ്മെൻറ്റ് മുഴുവൻ വായിച്ചതാണ്. കാരണം അതിന് മുമ്പ് തന്നെ ഞാൻ ശ്രദ്ധിച്ചിരുന്ന ഒരു ഇഷ്യൂ ആണത്. അപ്പോൾ ആ ഇഷ്യൂവിൽ എങ്ങനെയൊക്കെ നടന്നിരിക്കുന്നതെന്ന് എനിക്കറിയില്ല. എന്തായാലും ഇത് അപ്പീലിൽ ഇപ്പോൾ പോകുന്നുണ്ടല്ലോ, അവർ അപ്പീൽ പോകാനായിട്ട് തയ്യാറെടുക്കുന്നുണ്ട്. അപ്പീലിൽ ഇനി വരട്ടെ എന്ന്. അപ്പോൾ അതുകൊണ്ട് ഞാൻ കൂടുതലായിട്ട് അതേപ്പറ്റി പറയുന്നില്ല പാലത്തായി കേസിനെ പറ്റി. കാരണം അപ്പീലിൽ വരേണ്ടതാണ് ഇനി എല്ലാം. പക്ഷേ ബേസിക്കലി ദർ വെർ ലോട്ട് ഓഫ് ഡിഫക്ട്സ്, ലോട്ട് ഓഫ് സർപ്രൈസിങ് തിങ്സ്. അതാണ് ഒന്ന്, ഈ വാദം കേട്ട ജഡ്ജ് സാധാരണ കേട്ട് കഴിഞ്ഞിട്ട് ഇത് ജഡ്ജ്മെൻറ്റ് എഴുതേണ്ടത് അവരാണ്. അതിന് സമയം കിട്ടിയില്ല അവർക്ക്. അവർ 10 ദിവസം സാധാരണ മാറ്റം ഉണ്ടെങ്കിലും അത് നിന്ന് എഴുതി തീർത്തിട്ടാണ് പോകാറ്. അതിന് അന്ന് തന്നെ പോയി ചാർജ് എടുക്കാനൊക്കെ ഡയറക്ഷൻ കിട്ടുന്നു. അപ്പോൾ ദർ ആർ സം തിങ്സ് വിച്ച് ആർ പ്ലേയിങ്. നമ്മളീ കാണുന്ന ലീഗൽ ഫ്രണ്ടിലല്ലാതെ തന്നെ അണ്ടർഗ്രൗണ്ടിൽ എന്തൊക്കെയോ കളികൾ സംഭവിക്കുന്നുണ്ടെന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അതിൽ നിന്ന്. അപ്പോൾ ഇനിയും പക്ഷേ പുതിയൊരു ജഡ്ജി വരുമ്പോൾ സാധാരണ വാദം കേൾക്കാറില്ല വീണ്ടും. അല്ല, വാദം കുറേയെങ്കിലും കേൾക്കണമല്ലോ അവർക്ക്. അല്ലെങ്കിൽ അവർക്ക് പക്ഷേ അത് മാത്രമല്ല, ഈ ഒരു ദിവസം 2 ദിവസം കൊണ്ട് എങ്ങനെയാണ് അവർ ജഡ്ജ്മെൻറ്റ് എഴുതുക? ശരി. അപ്പോൾ അവർ കംപ്ലീറ്റ് വാദം രണ്ടാമത് കേട്ടാൽ മാത്രമല്ല അവർക്ക് മനസ്സിലാവുള്ളൂ ഇതിൻ്റെ ആർഗ്യുമെൻറ്റ്സിൻ്റെ കൊടുത്തിരിക്കുന്നത്. ഇത് വായിക്കാൻ തന്നെ എത്ര സമയം എടുക്കും? അതെ.
ഇതിൻ്റെ ഡിഫക്ട്സ് ഇപ്പോൾ അതിൽ എനിക്ക് തോന്നുന്നു 127 കോൺട്രഡിക്ഷൻസ് തന്നെ അതിലെ പ്രതിയുടെ അഡ്വക്കേറ്റ് കൃത്യമായിട്ട് പോയിൻ്റ് ഔട്ട് ചെയ്തിട്ടുണ്ട്, വളരെ കൃത്യമായിട്ട്. കാരണം അതിനുശേഷം അബ്ദുൾ റഹീം എന്ന് പറഞ്ഞ DYSP ഒക്കെ വിശദമായിട്ട് എഴുതിയിട്ടുണ്ട്. ദാറ്റ് ഇറ്റ് സെൽഫ് ഷോസ് വാട്ട് ആർ ഹി ബിലോങ്സ് ടു ദ സെയിം കമ്മ്യൂണിറ്റി. അപ്പോൾ അതിൽ വേറെ യാതൊരു മോട്ടീവും പറയാൻ പറ്റില്ല. അദ്ദേഹത്തിന് പോലും തോന്നിയ കാര്യങ്ങൾ കൃത്യമായിട്ട് അദ്ദേഹം പോയിന്റ് ഔട്ട് ചെയ്തിട്ടുണ്ടല്ലോ. എനിക്ക് ഈ പാലത്തായി കേസിൽ ഒരു പ്രത്യേക താല്പര്യം ഈ SDPI പോലുള്ള ആളുകൾ എടുത്തിരുന്നു തോന്നുന്നല്ലേ? തീർച്ചയായിട്ടും വളരെ. അതായത് ഈ വാസ്തവത്തിൽ ആ പ്രതി മരിക്കാതിരിക്കുന്നത് ഇരുന്നത് എന്താണെന്നുള്ളതാണ്. അങ്ങനെ കൊല്ലും എന്നുള്ളൊരിത് ഒക്കെ ഉണ്ടായിരുന്നു അവർക്ക്. പക്ഷെ അത് കൺവിക്ഷൻ നടത്തി അങ്ങനെ ആക്കണം എന്നുള്ളൊരിതുണ്ടായിരുന്നു. അപ്പോൾ ഇത്രയധികം കോൺട്രഡിക്ഷൻ എല്ലാം വന്നിട്ടും ഒരു ജഡ്ജ്മെൻറ്റ് അങ്ങനെ വരുന്നതിൽ നമുക്ക് സർപ്രൈസ് തോന്നും. നമ്മൾ ഇത് രണ്ട് ടൈപ്പ് ഓഫ് ഇഷ്യൂസാണ്. അപ്പോൾ അതിൽ ഒരു ജഡ്ജ് വരിക, ഉടനെ എടുത്തൊരു ജഡ്ജ്മെൻറ്റ് 131 പേജ് എഴുതുക എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് വെരി ഡിഫിക്കൽട്ട്. അത് ഓരോന്നും പറഞ്ഞ് അതിനെ ഖണ്ഡിച്ച് പോകണ്ടേ. അങ്ങനെയുള്ള പക്ഷെ പല പോയിന്റ്സും ഇല്ല. മനസ്സിലായി. അപ്പോൾ അതുകൊണ്ട് അവസാനം ഈ പെൺകുട്ടി പലയിടത്തും പറഞ്ഞത് എല്ലാം മാറ്റി വെച്ചിട്ട് അവസാനം കുട്ടി ഇവിടെ ഇങ്ങനെ പറഞ്ഞു എന്ന് മാത്രം വെച്ചിട്ടാണ് കൺവിക്ഷൻ വരുന്നത്. സാർ ഈ ആ പാലത്തായി കേസ് പോലെ തന്നെ സാർ ഈ ഇസ്ലാമിക ഫണ്ടമെൻ്റലിസത്തിൻ്റെ ശക്തമായൊരു നിലപാട് എടുക്കാറുണ്ട്. ഈ പോപ്പുലർ ഫ്രണ്ടിൻ്റെയാണ് SDPI ആയിക്കോട്ടെ. പക്ഷെ അതൊക്കെ പലപ്പോഴും വർഗീയത അല്ലെ മുസ്ലിം വിരുദ്ധ തരത്തിലൊക്കെ ചിത്രീകരിക്കപ്പെടുന്നത്. സാറിന് അതിനൊരു റിഗ്രറ്റ് തോന്നാറുണ്ട് ഇങ്ങനെയൊക്കെ കേൾക്കേണ്ടി വരുന്നത്? ഇല്ലില്ല, നമുക്കതിൽ കാരണം അതെല്ലാം നോക്കുമോ. ഇപ്പം ഞാൻ 2017 ഞാൻ പുറത്തു വരുന്നത്. അപ്പോൾ അതിന് മുമ്പ് തന്നെ ഞാൻ 1996 മുതൽ ഗവൺമെൻറ്റിലേക്കൊക്കെ ഞാൻ ഒരു സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം ഉണ്ടായിരുന്നു. ഇൻഫാക്റ്റ് ഇഫ് യു ഹാഡ് റെഡ് മൈ പറയാൻ ബാക്കി വെച്ചത് അതിൽ ഒരു ചാപ്റ്റർ ഉണ്ട്, വർഗീയതയുടെ അടിവേരുകൾ എന്ന് പറഞ്ഞാൽ അതിൽ തീവ്രവാദത്തിൻ്റെ അടിവേരുകൾ. അതിൽ ഞാൻ കുറേ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എനിക്ക് എന്തുകൊണ്ട് മറ്റൊരു ഓഫീസർക്ക് ഇല്ലാത്ത വിധത്തിൽ പരിചയപ്പെടാൻ പറ്റിയെന്നുള്ളതിൻ്റെ കാരണം എന്ന് വെച്ചാൽ 1996 ഞാൻ DIG ക്രൈം ബ്രാഞ്ചായിട്ട് ചാർജ് എടുത്ത സമയത്ത് അന്ന് ഒരു ചെറിയ ടീമിന് ഗവൺമെൻറ് പറഞ്ഞിട്ട് ഫോം ചെയ്ത് ഈ ടെററിസം കേസസ് അന്വേഷിക്കാനായിട്ട്, ഇസ്ലാമിക് ടെററിസം ആ രീതിയിലുള്ള കേസസ് അന്വേഷിക്കാനായിട്ട് വെച്ചിരുന്നു. അതിൽ ഒരാൾ ഉണ്ടായിരുന്ന മുഖ്യമന്ത്രി അന്ന് നയനാർ മുഖ്യമന്ത്രി. അപ്പോൾ അന്ന് തൃശ്ശൂരിലെ ഒരു കേസിൽ ഒരു സംഘടന ജമയത്തുൽ ഉൽഷാനിയുടെയും അതുപോലുള്ള മറ്റ് സംഘടനകളുടെയൊക്കെ പ്രധാനമായിട്ട് ജമയത്തുൽ ഉൽഷാനിയായിരുന്നു. അവിടെ ഒരു 6 മർഡർ കേസ് ഉണ്ടായിരുന്നു, പിന്നെ 10-30 തിയേറ്റർ കത്തിച്ച കേസ് ഉണ്ടായിരുന്നു, അതുപോലെയുള്ള കേസുകളുണ്ടായിരുന്നു. അപ്പോൾ ആ കേസുകളൊക്കെ നമ്മൾ അന്വേഷിച്ച് തുടങ്ങുന്ന സമയത്താണ് നമ്മൾ മനസ്സിലാക്കുന്നത് എവിടെയാണ് ഈ തിങ്സ്. അപ്പോൾ ഇറ്റ് വാസ് ആക്ച്വലി ആൾമോസ്റ്റ് സ്റ്റാർട്ടിങ് പീരീഡ്. ഈ സ്റ്റാർട്ടിങ് പീരീഡ് എന്ന് പറയുന്നത് ആക്ച്വലി സിമി എഴുതി വയ്ക്കാൻ തുടങ്ങി ഇന്ത്യയുടെ മോചനം ഇസ്ലാമിലൂടെ. അപ്പോൾ അതിന് പകരം മറ്റവരെ എഴുതിയെന്ന് വെച്ചാൽ ഇസ്ലാമിൻ്റെ അന്ത്യ. ഇത് കഴിഞ്ഞ് കുറേ നാൾ കഴിഞ്ഞ് സിമി പിന്നീട് ബാൻഡായിപ്പോയി. സിമിയുടെ ആൾക്കാർ പക്ഷേ മറ്റ് ഫോമിലേക്കൊക്കെ പോയിട്ട് അങ്ങനെ നടന്നു വന്നു. ഇതിനിടയ്ക്ക് നമ്മുടെ ഈ നാദാപുരത്ത് 1988 പീരീഡിൽ നാദാപുരം ഡിഫൻസ് ഫോഴ്സ് എന്ന് പറഞ്ഞ NDF ഉണ്ടാകുകയും അന്ന് നല്ല സംഘർഷം മാർക്സിസ്റ്റ് പാർട്ടിയായിട്ട് നടന്നിരുന്നു. അപ്പോൾ അവിടുത്തെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഈ നാദാപുരത്ത് ലാൻഡുള്ള ആൾക്കാർ മുഴുവൻ മോസ്റ്റ്ലി ഇറ്റ് ഈസ് മുസ്ലിംസ്. ഈ ലാൻഡ് അതായത് അവരെല്ലാം അന്നത്തെ നായർ അല്ലെങ്കിൽ അങ്ങനെയുള്ള കമ്മ്യൂണിറ്റീസ് കൺവെർട്ടഡ് ആണ്. ഈ പറയുന്ന നമ്മുടെ ടിപ്പുവിൻ്റെ കാലത്തും അതിന് ശേഷവും നടന്ന ഈ ഹയർ കാസ്റ്റ് ആൾക്കാരും ബാക്കിയുള്ളവരും ലാൻഡഡ് പ്രോപ്പർട്ടിയൊക്കെ ഉള്ളവർ കൺവെർട്ടഡ് ആണ്. അവിടെയുള്ള തിയാസ് മുഴുവൻ നോട്ട് കൺവെർട്ടഡ് പീപ്പിളാണ്. ഹിന്ദുസ് റിമൈനിങ് അവരാണ് ജോലിയൊക്കെ ചെയ്യുന്നത്, അവരാണ് പ്രധാനമായിട്ടും അങ്ങനെ വരുന്നത്. അപ്പോൾ അങ്ങനെ ഒരു വ്യത്യാസം കൂടി അവിടുത്തെ അറ്റ്മോസ്ഫിയറിനുണ്ട്. അപ്പോൾ 1988 സമയത്ത് 1987 to 91 ഈ നയനാർ സാറിൻ്റെ ഗവൺമെൻറ് ആയിരുന്നു. ആ സമയത്ത് 88 ഈ വലിയ സംഘർഷങ്ങളൊക്കെ അവിടെ ഉണ്ടായത്. ആ സമയത്താണ് NDF എന്ന് ഫോം ചെയ്തിട്ട് അവർ വന്നത്. ആ NDF പിന്നെ അവിടുത്തെ ആ സംഘർഷങ്ങൾ കഴിഞ്ഞ സമയത്ത് അത് നാഷണൽ ഡെവലപ്മെൻറ്റ് ഫ്രണ്ടായിട്ട് ഫോം ചെയ്യുന്നത്. ഐ തിങ്ക് ഇൻ 92. അതിനുശേഷമാണ് ഇവർ കുറേ അധികം കണക്ഷൻസും ബാക്കിയെല്ലാം ഉണ്ടാക്കിയിട്ട് ഇവരുടെ അൾട്ടിമേറ്റ് ഒബ്ജക്റ്റീവ് ഈ പറയുന്നത് പോലെ ഇസ്ലാമിക് സ്റ്റേറ്റ് ഉണ്ടാക്കുക എന്നുള്ളൊരു ഇതിലേക്ക് വന്ന് വർക്കൗട്ട് ചെയ്ത് വരുന്നത്. അതിൻ്റെ ഭാഗമായിട്ട് ഇപ്പോൾ കേരളത്തിലൊക്കെ
പോപ്പുലേഷൻ കൂട്ടാനായിട്ട്. ഇപ്പം നമ്മളൊക്കെ അന്വേഷിക്കുമ്പോൾ കാണാം ഈ ഒരു അൻവാരി എലിയാസ്, അയാളുടെ പേര് വിട്ടുപോയെന്ന് തോന്നും, എന്താ അൻവാരി എന്നാണ് അയാൾ അറിയപ്പെട്ടിരുന്നത്. അൻവാരിയുടെ ബുക്കിലൊക്കെ റൈറ്റിംഗ് ഉണ്ടായിരുന്നു, അതായത് ഇന്ന കാര്യങ്ങളാണ് നമ്മൾ ചെയ്യേണ്ടത്. അതിലുണ്ട് ഈ പറയുന്ന നോൺ മുസ്ലിം ഗേൾസിനെ അട്രാക്ട് ചെയ്ത് കൊണ്ടുവരണമെന്നും, അതുപോലെ മുസ്ലിം വിമണുമായിട്ട് ആരെങ്കിലും പുസ്തകത്തിൽ തന്നെയുണ്ട് അത് ഇങ്ങനെ അല്ല, പുസ്തകത്തിലല്ല, എഴുതി വെച്ചിരിക്കുന്നത് ഇതുപോലെ നോട്ട് എഴുതി വെച്ചിരിക്കുന്ന പോലെ ആക്ടിവിറ്റീസിന് അപ്പോൾ ഉണ്ടായിരുന്നതാണ്. അങ്ങനെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത് ഇത് ഇത്തരം കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് എന്നുള്ളത്. സോ അതിനുശേഷം അപ്പോൾ നമുക്ക് അറിയാമായിരുന്നു പോപ്പുലേഷൻ്റെ മാറ്റങ്ങൾ എത്ര വരുന്നു, എത്ര ജിഹാദിൻ്റെ ഇഷ്യൂസ്, ജിഹാദിന് വേണ്ടിയുള്ള ഇഷ്യൂസ് എങ്ങനെ വരുന്നു. ഇപ്പോൾ ഉമ്മൻചാണ്ടി സാറൊക്കെ നമ്മൾ ഹൈക്കോടതിയിൽ കൊടുത്തിരിക്കുന്നു എന്ന് പറയുന്ന സ്റ്റേറ്റ്മെൻറ്റെല്ലാം ഞാൻ തയ്യാറാക്കി തന്നെ കൊടുത്തിരിക്കുന്നതാണ്. കണക്കെടുത്ത് കൃത്യമായിട്ട് എല്ലായിടത്തു നിന്നും എടുത്ത് വളരെ പ്രോപ്പറായിട്ട്, ഒരുപക്ഷെ മറ്റാരും ചെയ്തതിനേക്കാൾ കൂടുതലായിട്ട് നമ്മൾ ഇത്തരം, ഞാൻ ADG ഇൻ്റലിജൻസ് ആയിരിക്കുന്ന 2 ഫുൾ ഇയേഴ്സ് കംപ്ലീറ്റ് ഇത് വീണ്ടും, അന്ന് 4 ഇയേഴ്സ് ഉണ്ടായിരുന്നു, പിന്നെ 2 ഇയേഴ്സും. അപ്പോൾ നമുക്ക് നല്ല ഫീൽഡിലുള്ള നന്നായിട്ട് അറിയാം ഇതെങ്ങനെയാണ് വർക്കൗട്ട് ചെയ്യുന്നത്. അല്ലാതൊന്നും ഇങ്ങനത്തെ പൊളിറ്റിക്കൽ പ്രഷർ ഇല്ല. നമ്മൾ കറക്റ്റ് റിപ്പോർട്ട് കൊടുത്ത് അവർ അംഗീകരിക്കും. അല്ല, അത് ഇപ്പം ഞാൻ റിപ്പോർട്ട് കൊടുത്ത നടപടി പലപ്പോഴും ഇപ്പം നാനാർ അദ്ദേഹത്തിന് കൊടുത്തിരിക്കുന്ന റിപ്പോർട്ടിലൊന്നും നടപടികൾ ഉണ്ടായിട്ടില്ല. നടപടി ഉണ്ടെങ്കിൽ ഇപ്പോഴത്തെ പോലെ പെട്ടെന്ന് ഹൗണ്ടിങ് ഇല്ലല്ലോ, അതില്ല. ഇന്നിപ്പോൾ അത് പറഞ്ഞ് തീർന്നല്ലോ. അല്ല, പക്ഷേ UDFൻ്റെ പീരീഡിൽ ഞാൻ കൊടുത്ത റിപ്പോർട്ട്സ് എല്ലാം ആക്സെപ്റ്റ് ചെയ്യുമായിരുന്നു. അതാണല്ലോ അത് ഹൈക്കോടതിയിൽ കൊടുത്ത് ആക്സെപ്റ്റ് ചെയ്ത് ഇപ്പോഴും പലരും കോട്ട് ചെയ്യുന്ന റിപ്പോർട്ടുണ്ട് 2012-ലും 2013-ലൊക്കെ കൊടുത്ത കാര്യങ്ങൾ. നമ്മൾ ADG ഇൻ്റലിജൻസ് എന്ന നിലയിൽ തയ്യാറാക്കി കൊടുക്കുന്ന കാര്യങ്ങളായിരുന്നു അത്. അപ്പോൾ അതുകൊണ്ട് കൃത്യമായിട്ട് അറിയാം ഇവിടെ നടക്കുന്ന പ്രവർത്തനങ്ങൾ ഏതൊക്കെയാണെന്നും ഇങ്ങനെ പോയാൽ എങ്ങോട്ടാണ് ഈ പോക്ക് എന്നുള്ളതും. മാത്രമല്ല, ഇന്ത്യയുടെ ഹോൾ റൂട്ട് എന്ന് പറയുന്നത് കേരളമാണെന്നും കാശ്മീരോ വേറെ ഒന്നുമല്ല, ബേസിക്കലി ഇറ്റ് ഈസ് കേരള. ഇതിന് എല്ലാത്തിനും വളർച്ചയുണ്ടാക്കുന്നത്, ഇങ്ങനെ ചിന്തിക്കുന്നത്, അതിൻ്റെ എല്ലാം സെൻട്രൽ പ്ലേസ് എന്ന് പറയുന്നത് കേരളമാണ്. നമ്മൾ എവിടെ എടുത്തു നോക്കിക്കോളൂ, ഇറ്റ് ഈസ് ദ കേരള പീപ്പിൾ ഹു ആർ ഡയറക്റ്റിംഗ് എവറിഥിങ്. ഈ 10 കൊല്ലം സർക്കാരിൻ്റെ ഒരു സപ്പോർട്ട് അവർക്കുണ്ടായി തോന്നുന്നല്ലേ ഈ ഇത്തരം ശക്തമാകാൻ വേണ്ടിയിട്ട് അവരുമായിട്ട്. കാരണം എന്ത് സംഭവിച്ചെന്ന് വെച്ചാൽ, ഇപ്പോൾ ബേസിക്കലി മുസ്ലിം ലീഗ് എനിക്ക് തോന്നുന്നത് പൊളിറ്റിക്കലി ദേ ആർ സ്ട്രോങ് ഇൻ മലപ്പുറം ആൻഡ് കോഴിക്കോടിൻ്റെ കുറച്ച് ഭാഗങ്ങളിലൊക്കെ. മറ്റുള്ള ഭാഗങ്ങളിലെല്ലാം മറ്റ് അതേഴ്സാണ് ശക്തമായിട്ടുള്ളത്. അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം, പൊളിറ്റിക്കൽ പാർട്ടീസിനെ സംബന്ധിച്ചിടത്തോളം ഇവരെ പ്ലീസ് ചെയ്യുക മറ്റ് സ്റ്റേറ്റ്സിനേക്കാളും. പിന്നെ പോപ്പുലേഷനിലുണ്ടായ മാറ്റം വലിയ വ്യത്യാസം. 10,000 വോട്ടില്ലാത്ത മണ്ഡലമില്ല. 1971 to 2011 അല്ലെങ്കിൽ 225 ഒക്കെ വെച്ച് നോക്കുമ്പോൾ അവർക്കറിയാലോ, ഈ പറയുന്ന രാഷ്ട്രീയക്കാർക്ക് ഞങ്ങൾക്ക് എത്ര വോട്ടാണ് കിട്ടുന്നതെന്ന്. മാത്രമല്ല, ഇതിനെതിരായിട്ട് വരുന്ന വോട്ട് ഒരുമിച്ചല്ല വരുന്നതെന്നും അവർക്കറിയാം. ഇപ്പം ഇതിനെതിരായിട്ടുള്ള വോട്ട് മുഴുവൻ BJPക്കാണ് പോകുന്നതെന്നും മനസ്സിലാവുന്ന നിമിഷം ഇവർ മാറും. അങ്ങനെയാണ് ഇപ്പോൾ CPM മാറി തുടങ്ങിയിരിക്കുന്നത്. CPM ഇപ്പോൾ അവിടെ ഇല്ല ഇവിടെ ഇല്ല എന്നാൽ മറ്റില്ല. കാരണം CPM ഇപ്പോൾ ഹിന്ദു വോട്ട് പോകുകയാണെന്ന് മനസ്സിലായി തുടങ്ങി, മുസ്ലിം വോട്ടും പോകുന്ന അവസ്ഥയായി. ഹിന്ദു വോട്ട് കുറച്ച് പിടിച്ചു നിർത്തുന്നുണ്ട്. കണ്ണുമടച്ച് എന്തൊക്കെ കണ്ടാലും അത് ഞാൻ ഇപ്പോഴും ഇതിലെ ചിഹ്നത്തിലെ കുത്തുള്ളൂ എന്നും പറയുന്ന ഒരു വിഭാഗം ഇപ്പോഴും ഉണ്ട്. പ്രത്യേകിച്ച് കണ്ണൂർ പോലെയുള്ള ജില്ലകളിൽ ഇപ്പോഴും കുറച്ച് പേര് അങ്ങനെയുണ്ട്. അല്ല, ഞാൻ സാറ് പറയുന്നത് ഈ നമ്മൾ വിചാരിക്കുന്നതിനേക്കാൾ വലിയൊരു പോപ്പുലേഷൻ ഗ്രോത്ത് ഉണ്ടായിട്ടുണ്ടെന്നാണോ? ഗ്രോത്ത് തീർച്ചയായിട്ടും. ഈ 27 അല്ല. ഇപ്പോഴത് ഇറ്റ് മസ്റ്റ് ബി നൗ. ഇപ്പോൾ 14 കൊല്ലമായില്ലേ, ഇപ്പോൾ 2011-ലല്ലേ 27%, 26.7% മറ്റോ ആയി കിടന്നത്. ആഫ്റ്റർ ദാറ്റ് ഈ പോപ്പുലേഷൻ ലൈവ് ബർത്ത് നോക്കിയാൽ മതി. ലൈവ് ബർത്ത് നമ്മൾ നോക്കുമ്പോൾ അറിയാതെ 38 നിന്നൊക്കെ വളർന്ന് 45-ലേക്ക് എത്തിയിരിക്കുന്നതും ബാക്കിയുള്ളവർ കുറഞ്ഞു വന്നതും. അല്ല, പക്ഷെ അതിലൊരു റാഡിക്കൽ ഇസ്ലാം എന്ന് പറഞ്ഞൊരു ചെറിയ വിഭാഗമല്ലേ ഉള്ളൂ. റാഡിക്കൽ ഇസ്ലാം എന്ന് പറയുന്നതിന് എൻ്റെ പ്രശ്നം എന്ന് വെച്ചാൽ, ഈ റാഡിക്കലിസത്തെ ഇപ്പോൾ ഹിന്ദുവിലാണെങ്കിലും ക്രിസ്ത്യാനികളിലാണെങ്കിലും ഈ റാഡിക്കലിസത്തെ എതിർക്കാനായിട്ട് ബാക്കിയുള്ള ഭൂരിപക്ഷം കാണും. പക്ഷേ ഇതിവിടെ അവരെ പരസ്യമായിട്ട് എതിർക്കാൻ ആരും ഇല്ല എന്നുള്ളൊരു പ്രത്യേകതയുണ്ട്. ഇപ്പോൾ നമ്മൾ ജോസഫ് സാറിൻ്റെ കൈ വെട്ടിയ ആൾക്കാരെ ഇലക്ഷനിൽ നിന്ന് ജയിക്കാൻ സാധിക്കുന്നുണ്ട് അന്ന് പോലും. ഇപ്പോഴും അന്ന് പോലും ജയിലിൽ കിടക്കുമ്പോൾ പോലും. അപ്പോൾ അത്രയും പോപ്പുലാരിറ്റി ഉണ്ട് എന്ന് പറഞ്ഞാൽ ഈ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് നിൽക്കുന്ന ആൾക്കാർക്ക് വോട്ട് ചെയ്യാൻ പോകുമ്പോഴെങ്കിലും പേടിക്കാതെ വോട്ട് ചെയ്യാലോ. അവർക്ക് ഇപ്പോൾ വോട്ട് ചെയ്യാനായിട്ട് CPM-ഉം കോൺഗ്രസും ഒക്കെയുള്ള സമയത്ത് പോലും ഇവരൊക്കെ വോട്ട് ചെയ്തു എന്നുള്ളത് അവരുടെ വില്ലിങ്നെസ് ആണ് കാണിക്കുന്നത്. പിന്നെ ഇതിനകത്ത് ഞാനൊരു വിക്ടിമാണ്. കാരണം യഥാർത്ഥത്തിൽ ഞാൻ
ഇവരാരും പറയുന്ന പോലെ ഇസ്ലാം എന്ന റിലീജിയനെ കുറിച്ച് ഒന്നും പറഞ്ഞിട്ടില്ല, ഖുറാനെ കുറിച്ച് പറഞ്ഞിട്ടില്ല. പക്ഷേ ഇവർക്ക് ഏറ്റവും വലിയ നോട്ടപ്പള്ളി ഞാനാണ്. അപ്പോൾ ഞാനൊരു ക്രൈസിസിലൂടെ കടന്നു പോകുമ്പം UDF എന്നെ പിന്തുണയ്ക്കാൻ പറ്റാത്തത് ഇവരെ ഭയന്നിട്ടാണ്. ഞാൻ ആ UDF അവരോട് ചോദിച്ചിട്ടുണ്ട്, നിങ്ങൾ ആരാണ് എന്നെ എതിർക്കുന്നത്? ഈ തീവ്രവാദികളാണ്. ഈ മോഡറേറ്റ് മുസ്ലിംസിന് എന്നോട് വെറുക്കേണ്ട കാര്യമില്ലല്ലോ. പക്ഷേ ഇവർക്ക് പേടിയാണ്. അതാണ് ഇവരുടെ ഒരു ശബ്ദത്തിൻ്റെ ഒരു ശക്തി. കാരണം ദർ ഈസ് നോ മോഡറേഷൻ. അപ്പം അങ്ങനെ ഒരു മോഡറേഷൻ ഇല്ല എന്ന് നമുക്ക് പറയേണ്ട ഒരു സ്ഥിതിയിലേക്ക് വരികയാണ്. കുറേ പേരുണ്ട്, പക്ഷേ ലീഗൊക്കെ കുറച്ച് ഭേദമല്ലേ. പക്ഷെ അതിൽ തന്നെ നമ്മൾ കണ്ടതല്ലേ ഒരു KM ഷാജിയുടെ പ്രസംഗം, അതുപോലെ തല്ലിക്കൊന്ന് കെട്ടിത്തൂക്കി അമല ഇതിൽ കെട്ടിത്തൂക്കുന്നൊക്കെ പറഞ്ഞുള്ള മുദ്രാവാക്യമൊക്കെ മുഴക്കി പോയവരാണ് അവർ. അപ്പോൾ അതിൽ മറ്റേ ഇതുപോലെ തന്നെയല്ലേ, അത് കുന്തിരിക്കൊക്കെ കരുതി വയ്ക്കാനൊക്കെ പറയുന്ന പോലെ തന്നെയാണ് അത്. ഈ സാർ റിട്ടയർ ചെയ്തിട്ട് ഇത്രയും വർഷമായിട്ട്, ഇപ്പം 2017 റിട്ടയർ ആയതാണ്, ഈ 8 വർഷമായിട്ടും സാറുണ്ട്, സജീവമായിട്ടുണ്ട്, ഐഡിയോളജിക്കലി ഉണ്ട്. പക്ഷേ ആക്റ്റീവായിട്ട് ഇപ്പോൾ സാറ് ഒരു BJPക്ക് അനുകൂലമായ നിലപാടാണ് സാറിൻ്റെ പോസ്റ്റുകൾ. പക്ഷേ സാർ BJP മെമ്പർഷിപ്പ് എടുക്കുകയോ BJP പ്രവർത്തനമാവുകയോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യങ്ങൾ ചോദിച്ച് കാണുന്നില്ല. മാത്രമല്ല മറ്റൊരു വശം, ഇപ്പം ആനന്ദ് ബോസൊക്കെ ഇപ്പം ഗവർണറായി, സാർ ആ ലെവലിലേക്ക് മാറി. എന്താണ് അങ്ങനെ നിൽക്കുന്നത്? ഞാൻ നിൽക്കുന്നതിൻ്റെ ഒരു കാര്യം എന്ന് വെച്ചാൽ, ഇപ്പം ഞാൻ സംഘത്തിൻ്റെ പല സംഘടനകളിലും ഞാൻ വർക്ക് ചെയ്യുന്നുണ്ട്. ഞാൻ സേവാഭാരതിയായിട്ട് ഒരുമിച്ച് പോകാറുണ്ടായിരുന്നു, കുറേ നാൾ അതിലുണ്ടായിരുന്നു. അല്ലെങ്കിൽ ഹിന്ദു ഐക്യവേദിയായിട്ട് ഒരുമിച്ച് പോകാറുണ്ടായിരുന്നു. അതുപോലെയുള്ള ക്ഷേത്ര സംരക്ഷണ സമിതിയായിട്ട് ഒരുമിച്ച് പോകാറുണ്ട്, ഇപ്പോഴും അങ്ങനെ പോകുന്നുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളിൽ വർക്ക് ചെയ്തിട്ട് നമ്മുടെ ഒരു പേഴ്സണൽ ഗെയിനേക്കാൾ കൂടുതലായിട്ട് ടു എഡ്യൂക്കേറ്റ് പീപ്പിൾ. അപ്പോൾ നാം പോകുന്നിടത്ത് എല്ലാം പറയുന്നത് ഇന്ന കാര്യങ്ങളാണ് സംഭവിക്കുന്നത്. നിങ്ങളുടെ നിങ്ങൾ മൂക്കിനൊപ്പം വെള്ളത്തിലാണ് നിൽക്കുന്നത്. നിങ്ങൾ ഇങ്ങനെ നിന്നാൽ കുറച്ച് കഴിയുമ്പോൾ തലയുടെ മുകളിലായിരിക്കും വെള്ളം വരുന്നത്. ഇന്ത്യ കഴുത്തിനൊപ്പം വെള്ളത്തിലാണ്, കേരളം മൂക്കിനൊപ്പം വെള്ളത്തിലാണ്. ഇങ്ങനെയാണ് നമ്മൾ പോകുന്നതെങ്കിൽ അപ്പോൾ അത് മനസ്സിലാക്കി കൊടുക്കാനാണ് ഞാൻ ശ്രമിക്കുന്നത്, റാദർ ദാൻ ഗെറ്റിംഗ് മൈ പേഴ്സണൽ ഗെയിൻസ്. അതല്ലെങ്കിൽ ഇപ്പോൾ 2017 തൊട്ട് എന്നോട് അവർ പറയുന്നതാണ് പാർട്ടിയിൽ ജോയിൻ ചെയ്യും. ഈ പാർട്ടിയിൽ ജോയിൻ ചെയ്യാനൊക്കെ എളുപ്പമാണ്, ഒരുപക്ഷെ നമുക്ക് പേഴ്സണലായിട്ട് ബെനിഫിറ്റുള്ള പോസ്റ്റുകളൊക്കെ കിട്ടുമായിരിക്കും. പക്ഷേ ഞാൻ ഉദ്ദേശിക്കുന്ന പോലെ ഒരിക്കലും വെറുതെ ഒരു ഗവർണറോ, എനിക്കറിയാം ഒരു ഗവർണർക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ളത്. ബേസിക്കലി വലിയ പദവിയാണ്, അത്രേ ഉള്ളൂ. ഞാനൊരു ഗവർണറുടെ ADC ആയിരുന്നു 4 വർഷം. സോ ഐ നോ ലീഗലി വാട്ട് ഗവർണർ ക്യാൻ റിയലി ഡു. അപ്പം നമ്മൾക്ക് ഇപ്പോൾ ചെയ്യുന്ന കാര്യങ്ങളൊന്നും ചെയ്യാൻ പറ്റില്ല. ഇപ്പം നമ്മൾ ഈ ഇപ്പം ഞാനിപ്പോൾ BJPയുടെ ഈ ഇലക്ഷൻ തന്നെ ഇപ്പോൾ 2 പഞ്ചായത്തിൻ്റെ കൺവെൻഷൻ ഞാനാണ് ഉദ്ഘാടനം ചെയ്തത്. അതുപോലെ അവരുടെ ഒരു മെമ്പർ അല്ലെങ്കിലും അവർക്ക് വേണ്ടി ഞാൻ കുറേയധികം വർക്ക് ചെയ്യുന്നുണ്ട്. ആബ്സല്യൂട്ട്ലി ദർ ഈസ് നോ പ്രോബ്ലം ഇൻ ദാറ്റ്. പിന്നെ ചില കാര്യങ്ങൾ ഇപ്പം നമുക്ക് സ്വതന്ത്രമായിട്ട് പറയണമെങ്കിൽ, അതായത് ഇറ്റ് ഈസ് ഫോർ ദ വെൽഫെയർ ഓഫ് ദം, പക്ഷേ അവരുടെ ഉള്ളിൽ നിന്നിട്ട് നമുക്ക് പറയാൻ പറ്റില്ല. ഇപ്പം ഒരു എക്സാമ്പിൾ ഞാൻ പറയുന്നത് മോർച്ചകൾ. ഇപ്പം മോർച്ചകളുണ്ടാകുക, അത് ജാതി പാടില്ല എന്ന് പറയുന്ന ഒരു പ്രസ്ഥാനത്തിൽ മോർച്ചകളുടെ പേരിൽ അത് വീണ്ടും കൊണ്ടുവരുന്നത് SC മോർച്ച, ST മോർച്ച, OBC മോർച്ച എന്നൊക്കെ പറയുന്നത് തെറ്റാണെന്നാണ് ഞാൻ പറയുന്നത്. അത് എനിക്ക് ശബ്ദത്തോടു കൂടി പറയാൻ പറ്റുന്നത് ഞാൻ അതിലൊരു മെമ്പർ അല്ലാത്തതുകൊണ്ടാണ്. അപ്പോൾ അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ നടക്കാനാണ്, അല്ലാതെ നമുക്ക് വേറെ ഒബ്ജക്റ്റീവ് ഒന്നുമില്ല. അവർ ചെയ്യുന്നത് സാർ വോളണ്ടിയറിൽ കുറച്ച് വർക്ക് ചെയ്യുന്നതല്ലാതെ സാർ നേതാവാകുന്നില്ല, ആഗ്രഹിക്കുന്നില്ല ഉടനെയും. അല്ല, അത് അങ്ങനെ കിടക്കട്ടെ. അത് എനിക്ക് തോന്നുന്നു ഞാനീ പറയുന്ന കാര്യങ്ങൾ, അതായത് ഇപ്പോൾ കുറേയധികം ഞാനൊക്കെ ഇപ്പോൾ ഈ പോപ്പുലേഷൻ്റെ കാര്യമൊക്കെ എഴുതുകയും പറയുകയും പ്രസംഗിക്കുകയും ഒക്കെ ചെയ്യുന്നതുകൊണ്ട് കുറേയധികം പേർക്ക് മനസ്സിലായിട്ടുണ്ട് ഈ പോപ്പുലേഷൻ്റെയൊക്കെ ഭയങ്കര ഡിഫിക്കൽട്ട് സിറ്റുവേഷനിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ഓൾ ഓവർ ഇന്ത്യ. അപ്പോൾ അതിന് കുറേ മാറ്റങ്ങൾ വരുന്നുണ്ട്. ഇപ്പോൾ SIR ഒക്കെ വന്ന് കുറേ ആൾക്കാർ പോയി, ഇനി NCR വരുന്ന സമയത്ത് കുറേ അധികം. അപ്പം ഞാനാണ് പറയുന്നത് ഏകദേശം 7-8 കോടി ആൾക്കാരെങ്കിലും ബംഗ്ലാദേശികളിൽ ആയിട്ട് തന്നെ, പ്രധാനമായിട്ടും ബംഗ്ലാദേശികൾ തന്നെ ഇന്ത്യയിലുണ്ടാകും. കേരളത്തിലും 10-60 ലക്ഷം ആൾക്കാരുണ്ടാവും. അപ്പോൾ തീർച്ചയായിട്ടും, കാരണം നമ്മുടെ ഈ ആധാറിൻ്റെ ലിസ്റ്റ് നോക്കിയാൽ മതി, 4 കോടി കടന്നു. അല്ല, 4 കോടി 10 ലക്ഷമാണ് ആധാർ ഉള്ളത് കേരളത്തിൽ. 3 കോടി 60 ലക്ഷം പോപ്പുലേഷനുള്ളൂ. അപ്പോൾ 3 കോടി 60 ലക്ഷം പേര് എങ്ങനെ 4 കോടി 10 ലക്ഷം ആധാർ ഉണ്ടാക്കുന്നത്? 3 കോടി 60 ലക്ഷത്തിൻ്റെ കണക്കിലുള്ള പലരും ആധാർ എടുത്തിട്ടില്ലാത്ത, കാരണം വിദേശത്തുള്ള പലരും എടുത്തിട്ടില്ല. അപ്പോൾ ഈ 4 അങ്ങനെ കൂടെ നോക്കണം. അപ്പോൾ കുറച്ചുകൂടെ കൂടി. അപ്പോൾ അതൊരു ഭയങ്കര ഡേഞ്ചറസ് പാറ്റേൺ അല്ലേ വരുന്നത്. മാത്രമല്ല, ഇവർ പലരും ഇവിടെ വന്ന് മാരി ചെയ്ത് ഇവിടുത്തെ പതുക്കെ ആരും അറിയാതെ ഇവിടുത്തെ സിറ്റിസൺസായിട്ട് അങ്ങ് മാറുകയാണ്. അപ്പോൾ അതിനെ സപ്പോർട്ട് ചെയ്യാൻ പാർട്ടിക്കാരൊക്കെ ഉണ്ട് താനും.
അതിന് വാസ്തവത്തിൽ കോൺഗ്രസ്സുകാർക്കും CPM-കാർക്കും അറിയില്ല അവരെന്ത് അപകടത്തിലേക്കാണ് പോകുന്നതെന്ന്. കാരണം ഇപ്പോൾ ഈ പോപ്പുലേഷൻ ഇങ്ങനെ പോകുകയാണെങ്കിൽ ഒരു 40-45% ആകുന്ന സമയത്ത് ദേ വിൽ ഡോണ്ട് റിക്വയർ യു. എനിക്ക് ഇപ്പം നടക്കാനായിട്ട് നിങ്ങളുടെ സഹായം വേണം. പക്ഷേ ഞാൻ ഇനി ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ഒരു 40-45% എത്തിക്കഴിഞ്ഞാൽ ഐ ഡോണ്ട് നീഡ് യു. ഇവർ ഈ കാണുന്ന മറ്റ് സ്ഥലങ്ങളിൽ ഒന്ന് പഠിക്കാൻ പോലും ഇപ്പോൾ എനിക്ക് VD സതീശൻ്റെ കാര്യത്തിലൊക്കെ എന്താണ് ഐ ഫീൽ പിറ്റി ഫോർ ഹിം. ഇത് ഈ കാര്യത്തിനൊക്കെ ഇങ്ങനെ നടക്കുന്ന സമയത്ത് എന്താണെന്ന് വെച്ചാൽ എന്ത് അപകടത്തിലേക്കാണ് അവർ എനിക്ക് തോന്നുന്നു ബിഫോർ ഹിസ് എന്താണ് ഡെത്ത് ഇറ്റ് സെൽഫ് ഹി വിൽ ഹാവ് ടു സീ ദ ഹോൾ ചേഞ്ച്. അന്ന് കോൺഗ്രസിന് ഒന്നും ഒരു ഡിമാൻഡ് ഉണ്ടാകില്ല. കോൺഗ്രസിന് ആവശ്യമില്ല. എന്തിനാ ഞങ്ങൾക്ക് ഇപ്പോൾ കേരളത്തിലെ സംബന്ധിച്ചിടത്തോളം ആണെങ്കിൽ ഇപ്പോൾ 140 സീറ്റിൽ 80 സീറ്റ് ഞങ്ങൾക്ക് നേടാൻ പറ്റുകയാണെങ്കിൽ വൈ ഷുഡ് യു ബി സപ്പോർട്ടിങ് അസ്? കറക്റ്റ്, അത്രയല്ലേ ഉള്ളൂ. അത് മനസ്സിലാക്കാനുള്ളൊരു ബുദ്ധി ഇവർക്ക് കാണുന്നില്ല എന്നുള്ളതാണ്. അല്ല, ഇന്ത്യ ഒരു ബഹുഭൂരിപക്ഷ ഹിന്ദു സ്റ്റേറ്റാണ്. മോദി വളരെ ശക്തമായി ഭരിക്കുന്നുണ്ട്, RSS ഉണ്ട്. അപ്പം ഇതിന് ഒരു തടയിടാൻ അവർക്ക് കഴിയാൻ സാധ്യതയില്ലേ ഇവരുടെ ഒരു ഇൻവേഷൻ? അല്ല, ആ ഇൻവേഷന് 2 വിധത്തിലാണ് സംഭവിക്കുന്നത്. ശരിക്കും 4 വിധത്തിലാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഒന്ന് സംഭവിക്കുന്നതെന്ന് വെച്ചാൽ പോപ്പുലേഷൻ ഗ്രോത്ത്. അത് ഈ പറയുന്ന പോലെ TFR ടോട്ടൽ ഫെർട്ടിലിറ്റി റേറ്റ് കാണിക്കുന്നതെല്ലാം തെറ്റാണ്. ഇപ്പോൾ കേരളത്തിൽ പറയും ടോട്ടൽ ഫെർട്ടിലിറ്റി റേറ്റ് കുറവാണെന്ന്. അങ്ങനെയാണെങ്കിൽ 27% താഴെയുള്ളവരെങ്ങനെയാണ് 45% കുട്ടികളെ ഉണ്ടാക്കുന്നത്? അത് അസാധ്യമല്ലേ? അപ്പോൾ അതിൽ എന്തോ തെറ്റുണ്ടെന്നുള്ളത് നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ പറ്റും. അത് അപ്പോൾ ഒരു സൈഡിൽ പോപ്പുലേഷൻ നന്നായിട്ട് ഇൻക്രീസ് ചെയ്തുകൊണ്ടിരിക്കുന്നു, മറു സൈഡിൽ പോപ്പുലേഷൻ നന്നായിട്ട് ഡിക്രീസ് ചെയ്തുകൊണ്ടിരിക്കുന്നു. അതായത് 2.1 വേണം പെർ വുമൺ വേണം, TFR വേണം ജനസംഖ്യ നിലനിർത്തണമെങ്കിൽ. അതിപ്പോൾ തന്നെ 1.58 അടുത്തൊക്കെയാണ് ക്രിസ്ത്യൻസ്. അതിലും കുറവാണ്, 1.04 ഒക്കെയാണ് ക്രിസ്ത്യൻസിൻ്റെ കാര്യത്തിൽ വരുന്നത്. ബർത്ത് ഇത് TFR ടോട്ടൽ ഫെർട്ടിലിറ്റി റേറ്റ് വരുന്നത്. അപ്പോൾ അത് ഒരു സൈഡ് കുറയുന്നു. 2 ഇല്ലീഗൽ ഇമിഗ്രേഷൻ വളരെ വരുന്നു. 3 ഇവിടുന്ന് പുറത്തേക്ക് പോകുന്ന ആൾക്കാർ വളരെ കൂടുന്നു. എവിടെ നിന്നാണ് പോകുന്നത്? ഇപ്പം ഗൾഫിൽ പോയവനും എല്ലാം തിരിച്ചു വരുന്നവനാണ്. അപ്പോൾ എല്ലാവരും മാക്സിമം പോകുന്നത് ഗൾഫ് സ്റ്റേറ്റുകളിലേക്കാണ്. യൂറോപ്പിലേക്ക് പോകുന്നവർ തിരിച്ചു വരത്തില്ല. യൂറോപ്യൻ കൺട്രി അമേരിക്കയിലും പോകുന്നവരൊന്നും തിരിച്ചു വരുന്നില്ല. അപ്പോൾ അങ്ങനെ എൻ്റെയൊക്കെ കുടുംബത്തിൽ ഞാൻ UK-യിലൊക്കെ പോകാൻ നേരം ഞങ്ങളുടെയൊക്കെ ഓൾ കുടുംബത്തിൽ വളരെ കുറച്ച് പേരെ ഉണ്ടായിരുന്നുള്ളൂ. ഇന്നിപ്പോൾ എല്ലാ കുടുംബത്തിലും ആരെങ്കിലും ഒരാൾ UK-യിലാണ്. എന്ന് മാത്രമല്ല, ഇവിടെയൊക്കെ ജോലി ചെയ്യുന്ന ആളുകളൊക്കെ റിട്ടയർ ചെയ്താൽ മക്കളുടെ കൂടെ അങ്ങ് പോകുക. ഇതിനകത്ത് മറ്റൊരു വശം കൂടിയുണ്ട്. മലയോര പ്രദേശങ്ങളിലാണ് ക്രിസ്ത്യൻ പോപ്പുലേഷൻ കൂടുതലുള്ളത്. അവിടെ എല്ലാം ഈ വന്യമൃഗങ്ങളുടെ ശല്യം തുടങ്ങിയോടുകൂടി കൃഷി ചെയ്യാൻ പറ്റുന്നില്ല. അപ്പം ഇവരെല്ലാവരും തന്നെ ആ സ്ഥലം ഉപേക്ഷിച്ച് ടൗണിലേക്ക് വരികയും ടൗണിൽ നിന്ന് മക്കളുടെ കൂടെ വിദേശത്ത് പോവുകയും ചെയ്യുകയാണ്. അപ്പോൾ ഈ സ്ഥലങ്ങളൊക്കെ ഇപ്പം വലിയ തോതിൽ വാങ്ങുകയോ അല്ലെങ്കിൽ കാട് പിടിച്ചു വല്ലാത്തൊരവസ്ഥയുണ്ട് അവിടെ. ഇത്തരം കാര്യങ്ങൾ എല്ലാം കൂടി നടക്കുന്ന സമയത്ത് നമ്മൾ പ്രതീക്ഷിക്കുന്നതിലും വളരെ വേഗത്തിൽ ഈ പോപ്പുലേഷൻ ഡെമോഗ്രാഫിക് സ്ട്രക്ചർ മാറുകയാണ് ഇന്ത്യയുടെ. അപ്പോൾ അതിനെ മോഡിജിക്കോ അല്ലെങ്കിൽ ഇവർക്കാർക്കും ഒന്നും ചെയ്യാൻ പറ്റില്ല. ഇപ്പം ചെയ്യാൻ പറ്റുന്നത് എന്ന് പറയുന്നത് SIR അല്ലെങ്കിൽ NCR ഒക്കെ നടപ്പാക്കിയിട്ട് ഈ ഇല്ലീഗലായിട്ട് വന്ന കുറേ പേര്, അതിൽ ആൾറെഡി കുറേ പേര് ഇന്ത്യൻ സിറ്റിസൺസ് ആയിട്ട് ഈ 2002 മുന്നേ വന്ന എത്ര പേരുണ്ടാവും? ഇപ്പം നമ്മൾ ആസാം നോക്കിയാൽ മതി. ആസാമിൽ ഇപ്പം 83 ഞാൻ ആസാമിൽ ഇലക്ഷൻ നടത്താൻ പോയിട്ടുള്ളതാണ്. ഐ വാസ് ഇൻ ഇന്ത്യൻ എക്കണോമിക് സർവീസ്. അപ്പോൾ ഡിബ്രുഗഡായിരുന്നു മുമ്പ്. അപ്പോൾ 1983 ഇലക്ഷന് ഞാനൊക്കെ അവിടെ പോയി റിട്ടേണിംഗ് ഓഫീസേഴ്സായിട്ട് ഇരുന്ന് ഈ പ്രിസൈഡിങ് ഓഫീസേഴ്സായിട്ട് ഇരുന്ന് ഇലക്ഷൻ നടത്തിയ സമയമൊക്കെ ഉണ്ട്. അന്നുണ്ടായിരുന്നതിലും എത്ര വ്യത്യാസം അവിടുത്തെ പോപ്പുലേഷനിൽ വന്നു എന്നുള്ളതാണ്. അപ്പോൾ ആ പോപ്പുലേഷൻ ഒന്ന് സ്വന്തമായിട്ടുണ്ടായിരുന്ന ഗ്രോത്തും പുറത്തുനിന്ന് വന്ന ഗ്രോത്തുമാണ്. അപ്പോൾ ആ പോപ്പുലേഷൻ ഗ്രോത്ത് അങ്ങനെ പോവുകയാണെങ്കിൽ എങ്ങനെ കൺട്രോൾ ചെയ്യുന്നത്? ഇതിപ്പോൾ എല്ലായിടത്തും സംഭവിക്കുന്ന പോലെ, ലെബനോണിൽ സംഭവിച്ച പോലെ, ബാക്കി ഇതിപ്പോൾ മറ്റ് സ്ഥലങ്ങളിൽ സംഭവിച്ച പോലെ ഇന്ത്യയിലും സംഭവിക്കാം. ആബ്സല്യൂട്ട്ലി. ഈ മോദിയുടെ ഭരണം തുടരും അല്ലെങ്കിൽ എന്ന് അങ്ങ് കരുതുന്നുണ്ടോ? RSSൻ്റെ BJPയുടെ ഒരു തീർച്ചയായിട്ടും ഞാൻ വിശ്വസിക്കുന്നത്. കാരണം ഡെവലപ്മെൻ്റൽ ആസ്പെക്റ്റ് മറ്റ് കാര്യങ്ങളൊക്കെ വെച്ച് നോക്കുമ്പോൾ ഇത്രയും നല്ല ചെയ്തിട്ടുള്ള ആൾക്കാർ, അത് അൺഫോർച്ചുനേറ്റ്ലി ഇപ്പോൾ കേരളത്തിലൊക്കെ BJPക്കാർക്ക് പറ്റിയിരിക്കുന്നതെന്ന് വെച്ചാൽ അത് എന്തൊക്കെയാണെന്ന് ഞാനിപ്പോൾ ആക്ച്വലി ഒരു ലേഖനം എഴുതിക്കൊണ്ടിരിക്കുകയാണ്. കേരള കൗമുദിയിലെ ഒരാൾ എന്നെ വിളിച്ചിട്ട് അവർക്ക് വേണമെന്ന് പറഞ്ഞു. അല്ലാതെ തന്നെ പറഞ്ഞ് ഞാൻ തയ്യാറാക്കിയായിരുന്നു. ഞാൻ ഈ ഡിസംബറിൽ അത് കംപ്ലീറ്റ് ആക്കണമെന്ന് വയ്ക്കുന്നു. ഈ 11 വർഷത്തെ ഭരണ നേട്ടങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് കാണിക്കാനായിട്ട്. അതെ.
അപ്പോൾ അതിൻ്റെ കുറേ എൻ്റെ സ്ട്രക്ചറായിട്ടുണ്ട്. ഞാൻ എൻ്റെ ബാക്കിയുള്ള ഫില്ലപ്പ് ചെയ്യുന്ന കാര്യങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അത് നോക്കുകയാണെങ്കിൽ വളരെ വലിയ വ്യത്യാസമാണ് വന്നിരിക്കുന്നത്. നമ്മുടെ രാജ്യം എത്രമാത്രം മാറി 11 വർഷം കൊണ്ട് എന്നുള്ളത്. നമ്മൾ യു പിയും ബീഹാറും അതുപോലെ ബീമാരു സ്റ്റേറ്റ് എന്ന് പറയുന്ന ഈ പറയുന്ന മധ്യപ്രദേശും ഉത്തർപ്രദേശും രാജസ്ഥാനും ഒക്കെ എടുത്ത് നോക്കുകയാണെങ്കിൽ ഭയങ്കര മാറ്റമാണ്. ഇനിയൊരു 2-3 വർഷം കൂടി നമുക്ക് ബീഹാറിൽ നിന്നും യു പിയിൽ നിന്നൊക്കെ വർക്കേഴ്സ് ഉണ്ടാവുള്ളൂ. പിന്നെ ഉണ്ടാകാൻ പോകുന്നത് ഈ സോക്കാൾഡ് ബംഗാളായിരിക്കും ബേസ്ഡ് വർക്കേഴ്സ്, ബംഗ്ലാദേശികളാണത്. ആസാം പോലും മാറുകയാണ്. 80% ഇപ്പം ബംഗാളികളാണ്. ബംഗാളി ആ 80%-ൽ അതിൻ്റെ ഒരു 90% ബംഗ്ലാദേശികളായിരിക്കും. കാരണം മുർഷിദാബാദാണ് അവരുടെ കേന്ദ്രം. അപ്പോൾ അവിടെ നിന്നൊക്കെ 500 രൂപയുള്ളൂ എന്ന് പറയുന്നത്. നമ്മൾ നോക്കിയാൽ അവിടെ ബംഗ്ലാദേശിൽ നിന്ന് കടന്നു വന്ന് ഈ പറയുന്ന റെക്കോർഡ്സ് ഉണ്ടാക്കാനായിട്ട് ഇപ്പോൾ സുപ്രീം കോടതി പറഞ്ഞല്ലോ, അതായത് ആധാർ കനോട്ട് ബി ടേക്കൺ ആസ് എ ഫോർ വോട്ടിംഗ് റൈറ്റ്സ്. ഇപ്പോൾ പുതിയ ചീഫ് ജസ്റ്റിസ് വന്നതിന് ശേഷം ആധാർ ഉപയോഗിക്കാൻ പറഞ്ഞവരാണ്. അല്ല, അതൊരു പ്രത്യേക ബെഞ്ചായിരുന്നു. എന്തുകൊണ്ടാണ് അതിന് മുന്നേ മറ്റൊരു ബെഞ്ചിൻ്റെ ഓർഡർ കിടപ്പുണ്ട്, അത് പറ്റില്ല എന്ന് തന്നെ. കാരണം ആധാറിൽ തന്നെ ആക്ച്വലി എഴുതി വെച്ചിട്ടുണ്ട് ദിസ് ഈസ് നോട്ട് എ പ്രൂഫ് ഓഫ് സിറ്റിസൺഷിപ്പ്. അതിൽ തന്നെ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് വി ആർ ഗോയിങ് ഫോർ എ ബിഗ് ഡേഞ്ചർ. ആ ഡേഞ്ചർ നമ്മൾ ഇപ്പോഴും ഫേസ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഇപ്പോഴും ചാടി ഒരു പാർട്ടിയിൽ കയറി സ്വന്തം കാര്യങ്ങൾ നോക്കാതെ ഇത് ആൾക്കാരെ കഴിയുന്നത്ര എല്ലായിടത്തും മനസ്സിലാക്കി കൊടുക്കുക, മറ്റുള്ളവർക്ക് എങ്ങനെ ഡെവലപ്മെൻറ്റ് ഉണ്ടാകാൻ. അതായത് നമ്മൾ എക്കോണമിക്കലി ആൾസോ, ഞാനിപ്പോൾ പറയുന്നൊരു കാര്യം എന്ന് പറയുന്നത് ഒരു ക്ഷേത്രത്തിനെ എങ്ങനെയാണ് ഒരു ആധ്യാത്മികവും ഭൗതികവുമായ വളർച്ചയുടെ ഒരു സെൻറ്ററാക്കി കൊണ്ടുവരേണ്ടത് എന്നിവർ പറഞ്ഞ് മനസ്സിലാക്കുകയാണ്. കഴിയുന്നത്ര എങ്ങനെയാണെന്ന് വെച്ചാൽ ഭൗതികമായിട്ട് നമുക്ക് കുറേയധികം കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. മതപഠനം കൂടി കൊണ്ടുവരണം. ഇപ്പം ഞങ്ങൾക്കൊക്കെ സൺഡേ സ്കൂളും അവർക്ക് മദ്രസ ഉള്ളതുപോലെ ഒരു മതപഠനം ഇവിടെ ഇല്ല. തീർച്ചയായിട്ടും അത് ഇതിലുണ്ട്. അതിപ്പോൾ ചിദാനന്ദപുരി സ്വാമിജിയും അതുപോലെ മനോജ് ആർഷവിദ്യാസമാജത്തിൻ്റെ അവിടെയൊക്കെ സിലബസ് ഉണ്ട്. അതായത് നമുക്കിപ്പോൾ ഹിന്ദുക്കൾക്കുള്ള ഒരു കുഴപ്പമെന്ന് വെച്ചാൽ യു ഹാവ് ദ ബുക്സ്, സോ യു ക്യാൻ ടീച്ച് ദ ബുക്സ്. നിങ്ങൾക്ക് ജാതിയുടെ പ്രശ്നം അല്ല, ഇതിൽ വരുന്ന സമയത്ത് അതായത് നമ്മുടെ ചട്ടമ്പി സ്വാമിജികൾ പറഞ്ഞിട്ടുള്ളത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ ഋഷി പ്രോക്തങ്ങളാണ് ഹിന്ദുക്കളുടെ എല്ലാം. ഋഷിമാർ എഴുതിയിട്ടുള്ളതാണ്, അല്ലാതെ ഏതെങ്കിലും പ്രോഫറ്റോ അല്ലെങ്കിൽ ദൈവങ്ങളോ വന്ന് പറഞ്ഞിട്ടുള്ളതല്ല. അപ്പോൾ ദുഷ്ടപണ്ഡിത പ്രഭുക്കൾ ചേർത്ത നിന്ദ്യവസ്തുക്കൾ ധാരാളമായിട്ട് ഇതിൽ ചേർന്നുണ്ട്. അപ്പോൾ ആ നിന്ദ്യവസ്തുക്കളേക്ക് എടുത്ത് മാറ്റിയിട്ട് വേണം ഒരു സിലബസ് ഉണ്ടാക്കി കൊടുക്കാനായിട്ട്. അപ്പോൾ ആ സിലബസ് ഉണ്ടാക്കാൻ പറ്റിയ ആൾക്കാർ ഇപ്പോൾ നമ്മളിപ്പോൾ ക്ഷേത്രങ്ങൾ ഞാൻ എഴുതിയായിരുന്നു, ഞാൻ പറയുകയും ചെയ്തായിരുന്നു. ക്ഷേത്രങ്ങൾ ടെമ്പിൾസ് ഫോർ ഡിവോട്ടീസ് എന്ന് പറഞ്ഞ് ഒരു ക്യാമ്പയിൻ നടത്താൻ ശ്രമിച്ചപ്പോൾ ഞാൻ പറഞ്ഞു നോ, തെറ്റാണത്. കാരണം അത് ഹിന്ദുവിനെ ഇല്ലാതാക്കാനേ പറ്റുള്ളൂ. ഞാൻ പറഞ്ഞു ദേവസ്വംസ് ഫോർ ഡിവോട്ടീസ്, അതാണ് നടക്കുള്ളൂ എന്ന് പറഞ്ഞിട്ട് അതിൽ ഇന്ന കാര്യങ്ങളാണ് ചെയ്യേണ്ടത്. സോ ദേ അണ്ടർസ്റ്റുഡ് ഇറ്റ് ഇമ്മീഡിയറ്റ്ലി വാട്ട് ഈസ് ദ ഡേഞ്ചർ ഓഫ് ദ അതർ വൺ ആൻഡ് ദിസ് വൺ. അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് ഈ ടെമ്പിൾസ് ബേസിക്കലി ഇപ്പോൾ ഒരു ആഴ്ചയിൽ അവർക്ക് എല്ലായിടത്തും ഒരു ഹാളുണ്ടാകണം. ആ ഹാളിൽ ആഴ്ചയിൽ 2 ദിവസം ഇതേപോലെ 5 വയസ്സ് മുതൽ 18 വയസ്സ് വരെയുള്ള ആൾക്കാർക്ക് അവർക്ക് സനാതനധർമ്മം എന്താണെന്ന് പഠിപ്പിച്ചു കൊടുക്കണം. ആക്ച്വൽ സനാതനധർമ്മം എന്താണെന്ന്. ഇപ്പോൾ ആരെങ്കിലും ഒരു ചോദ്യം ചോദിക്കുകയാണ്, നിങ്ങൾക്ക് അവർ കുഴക്കുന്ന പോലെ ഒരു ചോദ്യം ചോദിക്കുകയാണ്. ഇപ്പോൾ ഈ TS ശ്യാംകുമാറും അല്ലെങ്കിൽ സണ്ണി കബിക്കാടൊക്കെ കുറ്റം പറഞ്ഞ് നടക്കുന്ന സാധനമുണ്ടല്ലോ, അതിന് പറഞ്ഞു കൊടുക്കാനായിട്ട് അത് ആർക്കും അറിയില്ല. അപ്പോൾ അതുകൊണ്ടാണ് അവരിപ്പോൾ പല ഹിന്ദു വൈ ദർ ഈസ് ലോട്ട് ഓഫ് ലവ് ജിഹാദ് ഹാപ്പനിങ് ഈസ് ദാറ്റ് ദേ ഡോണ്ട് നോ എനിത്തിങ്. അപ്പോൾ ആ കാര്യങ്ങളൊക്കെ അവരുടെ ചെറുപ്പത്തിലൊന്ന് പറഞ്ഞു കൊടുത്താൽ അതിനാണ്. മറ്റുള്ള ദിവസങ്ങളിൽ ദേ ഷുഡ് ബി ലേണിംഗ് അബൌട്ട് നമ്മുടെ മുദ്ര ലോൺസ് എങ്ങനെ എടുക്കാം, അതുപോലെ ഓരോ പ്രോജക്ട്സ് എങ്ങനെ ഉണ്ടാക്കാൻ പറ്റും, എന്തെല്ലാം ഗവൺമെൻറ് പ്രോജക്ട്സ് ഉണ്ട്. അപ്പോൾ അതിനെപ്പറ്റിയൊക്കെ പഠിപ്പിച്ചു കൊടുക്കുകയും മാത്രമല്ല ഇവർക്ക് അതിൽ നിന്ന് ചെറിയ ചെറിയ ബിസിനസ്സൊക്കെ ഉണ്ടാക്കാൻ പറ്റുകയാണെങ്കിൽ ദേ വിൽ ബി എക്കണോമിക്കലി ബെനിഫിറ്റഡ്. ഇപ്പോഴത്തെ നമ്മുടെ ഒരു സിറ്റുവേഷൻ എന്താണെന്ന് വെച്ചാൽ ഇപ്പം നമ്മൾ അൺഎംപ്ലോയ്മെൻറ്റിൻ്റെ കാര്യം പറയുന്ന സമയത്ത് എംപ്ലോയ്മെൻറ്റ് ഉണ്ടായിരിക്കുന്നത് കൂടുതൽ പ്രൈവറ്റ് സെക്ടറിലാണ്. പ്രൈവറ്റ് സെക്ടറിൽ നമ്മൾ മനസ്സിലാക്കുന്നത് EPF-ൻ്റെ റെക്കോർഡ് വെച്ചിട്ടാണ്. അപ്പോൾ EPF-ൻ്റെ റെക്കോർഡ് ഹ്യൂജ്ലി കൂടിയിട്ടുണ്ട്. അതിൻ്റെ അർത്ഥം പ്രൈവറ്റ് സെക്ടറിൽ ജോലി വന്നു എന്നാണ്. അപ്പോൾ പക്ഷെ അത് ഇതിൽ റിഫ്ലക്റ്റ് ചെയ്യുന്നില്ല. അതായത് ബാക്കിയുള്ളവരും ജോലി എന്ന് പറഞ്ഞാൽ എന്താണ്, ഇപ്പോൾ കേരളത്തിൽ എന്തായാലും ഗവൺമെൻറ് ജോലി, ആ ഗവൺമെൻറ് ജോലി വിൽ നോട്ട് ബി ഇൻക്രീസിങ് എസ്പെഷ്യലി വിത്ത് AI ആൻഡ് IT. അപ്പോൾ നമുക്ക് ഉണ്ടാക്കാൻ പോകേണ്ടത് ഈ പറയുന്ന രീതിയിലുള്ള പ്രൈവറ്റ് സെക്ടറിൽ ഉണ്ടാകാൻ പോകുന്ന സംരംഭങ്ങളാണ്.
അപ്പോൾ ആ സംരംഭങ്ങളിൽ ഉണ്ടാക്കുകയും അതിന് ബെനിഫിറ്റ് കിട്ടുകയും ചെയ്യുന്ന കണ്ടാൽ അവിടേക്ക് യുവാക്കൾ വരും. ദേ വിൽ സ്റ്റേ ബാക്ക് ആൻഡ് ദേ വിൽ നോട്ട് റൺ അവേ ടു യൂറോപ്പ് ഓർ അമേരിക്ക ആൾസോ. അപ്പോൾ അത് ഒക്കെ എങ്ങനെയാണെന്നുള്ളത് നമുക്ക് പറഞ്ഞു കൊടുക്കണമെങ്കിൽ ഐ തോട്ട് ഇറ്റ്സ് ബെറ്റർ ഫോർ മീ ടു സ്റ്റേ ബാക്ക് ലൈക്ക് ദിസ്. അതുകൊണ്ട് മാത്രമാണ് ഐ ആം സ്റ്റേയിങ് ബാക്ക് ലൈക്ക് ദിസ്. ഈ മാറ്റം കേരളത്തിൽ പ്രതിഫലിക്കുന്നില്ലല്ലോ. BJP ക്കൊന്നും കേരളത്തിൽ വേണ്ട ഒരു ഗ്രിപ്പ് ഉണ്ടാക്കാൻ കഴിയുന്നില്ലല്ലോ. ഇനിയും പ്രതീക്ഷ ഉണ്ടോ ഇനി വരാൻ? തീർച്ചയായിട്ടും. ഐ തിങ്ക് ഇപ്പോൾ ഈ പറയുന്ന ലോക്കൽ ബോഡി ഇലക്ഷനിൽ അതിൻ്റെ നല്ലൊരു റിഫ്ലക്ഷൻ ഉണ്ടാകും. എനിക്ക് തോന്നുന്നത് തിരുവനന്തപുരം കോർപ്പറേഷൻ തീർച്ചയായിട്ടും അവർ പിടിക്കും. വളരെ എനിക്ക് തോന്നുന്നു ഒരു ദേ വിൽ ഗെറ്റ് മോർ ദാൻ ഒരു 26% വോട്ട്സ് ആണല്ലേ. വലിയ മാറ്റം വരും. ഇവിടെ കേരളത്തിലുള്ളൊരു ഒരു ഹിന്ദു വിരോധമുണ്ട്. അതിൻ്റെ ഒരു പ്രതിഫലനമാണ് കഴിഞ്ഞ ദിവസം ശ്രീജിത്ത് പണിക്കരോട് ചെന്ന് പൊളിച്ചടക്കി നശിപ്പിച്ചിട്ട് പോകുന്നത്. ത്രില്ലടിച്ചു പോയി കേട്ടോ. 3 പേർക്കെതിരെ ഒറ്റയടിക്ക് പൊളിച്ച് അത് ചർച്ചയാക്കി. അതിന് അവരുടെ ഇപ്പോഴത്തെ നിലപാടെന്താണെന്നറിയോ? ശ്രീജിത്ത് പണിക്കരെയോ TP സെൻകുമാറിനെയോ അല്ലെങ്കിൽ ജയശങ്കരെയോ ഷാജൻസ്കരെയോ അതിനെ ഒരിക്കലും സമ്മതിക്കാൻ നമ്മൾ പോവരുത്. പോകുമ്പോഴാണല്ലോ ഈ പ്രശ്നം ഉണ്ടാവുന്നത്. ഞാൻ അവരുടെ ഒരു ലേഖനം വായിച്ചതാണ്. ഇതെല്ലാം കുഴപ്പമാണ്, അവരെ നമ്മൾ വെറുക്കപ്പെട്ടവരാണ് അകറ്റി നിർത്തുന്നത്. ഞാൻ ഞെട്ടിപ്പോയി. ഇതാണ് അവരുടെ രീതി എന്ന് പറയുന്നത്. എനിവേ, അപ്പം ഈ കേന്ദ്രത്തിലെ ഇപ്പം എനിക്കൊന്ന് RSS കുറച്ചുകൂടെ ജനങ്ങളുടെ ഇടയിലേക്ക് എത്തിയെന്ന് തോന്നുന്നല്ലേ? പഴയതിനേക്കാൾ പണ്ട് അവരൊരു മാറി നിന്നുള്ള ഒരു പ്രവർത്തനമാണ്. തീർച്ചയായിട്ടും അവരുണ്ട്, തെറ്റിദ്ധാരണകൾ മാറി. അല്ല, പക്ഷെ അവരുടെ ഇടയിൽ തന്നെ നമ്മൾ പറയുന്നുണ്ട് ദ ഡേഞ്ചേഴ്സ് ഓഫ് പോപ്പുലേഷൻ ഗ്രോത്ത്, ഡെമോഗ്രാഫിക് ഗ്രോത്ത് മനസ്സിലാക്കുക. നിങ്ങൾ നല്ലൊരു ഇന്ത്യയെ പണിതിട്ട് അതൊരു ഇസ്ലാമിക് സ്റ്റേറ്റിന് കൊടുക്കാൻ ഹാൻഡ് ഓവർ ചെയ്ത് പോയരുത്. കേരളത്തിൽ ക്രൈസ്തവ പോപ്പുലേഷൻ കുറയുന്ന കഥ പറയുമ്പോഴും അങ്ങ് തന്നെ പറഞ്ഞ് ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഈ എന്തുകൊണ്ടാണ് ക്രിസ്ത്യൻ മിഷണറിമാർ ഈ ഹിന്ദു ഭൂരിപക്ഷ പ്രദേശത്ത് പോയി മതപരം, എനിക്കൊന്നത് വടക്കേ ഇന്ത്യയിലെ ഒരു പ്രവണതയാണ് തോന്നല്ലേ? കേരളത്തിലുണ്ട്. അതാണ് കേരളത്തിൽ മതപരം നടക്കുന്നുണ്ടോ? ഉണ്ട്, കേരളത്തിൽ നടക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ ബേസിക് പ്രോബ്ലംസ് ഇതാണ്. അപ്പോൾ ക്രിസ്ത്യൻസ് ഷുഡ് നൗ അണ്ടർസ്റ്റാൻഡ് ദാറ്റ് ദിസ് ദേ ഷുഡ് സ്റ്റോപ്പ്. ദേ ഷുഡ് ലുക്ക് ബാക്ക് ടു ദംസെൽവ്സ്. ഇപ്പോൾ സീ ദാറ്റ് അവർക്ക് യൂറോപ്പിലൊക്കെ എന്ത് സംഭവിക്കുന്നു. ഇന്നലെ ഇതിലുണ്ടായിരുന്നു, ഒരു വാട്സാപ്പിൽ ഒരു പടം ഉണ്ടായിരുന്നു. അവിടുത്തെ ഒരു പള്ളി വാങ്ങിച്ചിട്ട് അല്ലല്ല ക്ഷേത്രമാക്കിയിട്ട് അത് മോസ്കാക്കുന്നത്, ഇതൊക്കെയാണ് നടക്കുന്നത്. അപ്പോൾ അവിടെ എന്ത് സംഭവിക്കുന്നു എന്ന് ഇവിടുത്തെ ആൾക്കാർ മനസ്സിലാക്കിയിട്ട് ഇപ്പോൾ ഉള്ളവരെ നിലയ്ക്ക് നിർത്താനും അവരുടെ പോപ്പുലേഷൻ ഈ 2.1 നിലനിർത്താനുമായിട്ടുള്ളൊരു ശ്രമമാണ് അവർ നടത്തേണ്ടത്. ഇപ്പോഴും അതിന് പകരം വീണ്ടും മറ്റിടത്ത് പോയാൽ ഇപ്പോൾ പഴയ പോലെയല്ല, നല്ലൊരു റെസിസ്റ്റൻസ് ഉണ്ടാകും. ഇപ്പോൾ ഈ ഹിന്ദു ക്രിസ്ത്യൻ പ്രോബ്ലം എന്ന് പറയുന്നത് ഓൺലി വിത്ത് റിഗാർഡ് ടു ഈ നമ്മുടെ ഈ മതപരിവർത്തനത്തെ സംബന്ധിച്ച് മാത്രമേ ഉള്ളൂ. അല്ലാതെ ഒരു സംഘർഷവും ഇല്ല അവർ തമ്മിൽ, ഒരു സംഘർഷവും. മതപരിവർത്തനവും അത് ഈ ന്യൂ ജെൻ ക്രിസ്ത്യാനിസ് ഉണ്ടല്ലോ, ഈ പെന്തക്കോസ്റ്റൽ അടക്കമുള്ള അവരാണ് കൂടുതൽ താല്പര്യം കാണിക്കുന്നത്. എനിക്കൊന്ന് ഈ പരമ്പരാഗത ക്രിസ്ത്യൻ വിഭാഗങ്ങളും പല വിഭാഗങ്ങളും ഇത് ചെയ്യാത്തവരാണ്. ഈ പരമ്പരാഗത ആളുകൾ പലതും അങ്ങനെയാണ്. പക്ഷെ വടക്കേന്ത്യയിലൊക്കെ അതുണ്ട്. എനിക്കൊന്ന് ഛത്തീസ്ഗഡിലും മറ്റുമൊക്കെ അത് വ്യാപകം അതുണ്ട്. ഇപ്പം നമ്മൾ എൻ്റെ ചേട്ടൻ മഹാരാഷ്ട്രയിലെ ഒരു കാത്തലിക് പ്രശ്നം ഇന്നേ വരെ അങ്ങോട്ട് വന്ന് ആവശ്യപ്പെടുന്നവരെ പോലും മതം മാറ്റത്തില്ല. നിങ്ങൾ വിശ്വസിച്ചോളൂ, പക്ഷെ മതം മാറേണ്ട കാര്യമില്ലെന്നുള്ളതാണ് അദ്ദേഹം പറയുന്നത്. അല്ല, ഈ തമിഴ്നാട്ട്, ആന്ധ്രാപ്രദേശ്, പഞ്ചാബ് ഇതേപോലുള്ള സ്റ്റേറ്റ്സിലൊക്കെ ഭയങ്കരമായിട്ട് ഛത്തീസ്ഗഡ് ജാർഖണ്ഡും ഉണ്ടെന്ന് തോന്നുന്നു. ഛത്തീസ്ഗഡ് ജാർഖണ്ഡിൽ നടക്കുന്നു, പക്ഷേ ഇത്രയും പെർസെൻറ്റേജ് ആയിട്ടില്ല. ഇപ്പോൾ അവിടെയൊക്കെ നടക്കുന്ന ആ പെർസെൻറ്റേജ് എന്ത് റെക്കോർഡിക്കലി അവർ ഹിന്ദുസായിട്ട് തുടരുന്നെന്ന് മാത്രമേ ഉള്ളൂ. ഇപ്പോൾ എൻ്റെ ബാച്ച്മേറ്റ്സിലൊക്കെ ഉണ്ടായിരുന്ന IAS പലരും തമിഴ്നാട്ടിൽ നിന്നുള്ളവർ അവരെല്ലാം ക്രിസ്ത്യനാണ്. പക്ഷേ അവർ ഷെഡ്യൂൾ കാസ്റ്റിൻ്റെ ഇതിൽ വന്നിരിക്കുകയാണ് കോട്ടയിൽ. അപ്പോൾ ഷെഡ്യൂൾ കാസ്റ്റ് OBC കൺവേർട്ട് ചെയ്താലും they remain as Hindus in record. അത് കേരളത്തിൽ അങ്ങനെ. എനിക്കറിയാവുന്ന ഒരു MP കേരളത്തിൽ നിന്നുള്ള, എനിക്കറിയാവുന്ന 2 MLA-മാർ, അവർ രണ്ടുപേരും ക്രിസ്ത്യൻസ് ആണ്. പക്ഷെ അവർ SC കോട്ടയിലാണ് MP ആയിരിക്കുന്നത്, MLA റെക്കോർഡിൽ അവർ ഹിന്ദുവാണ്, SC ആണ്. പക്ഷെ എനിക്ക് ഈ കേരളത്തിലെ കാര്യം ഞാൻ പറയുന്നത്. അപ്പം ബാക്കിയുള്ളടത്ത് എന്തായാലും നോക്കിയാൽ മതി. അപ്പം അങ്ങനെയുള്ള കുറേ കാര്യങ്ങളുണ്ട്. എന്തായാലും കേരളത്തിൽ ഈ ക്രിസ്ത്യൻ ഹിന്ദു ഐക്യം ഒരുപക്ഷെ ആവശ്യമാണെന്ന് തോന്നുന്നില്ല ഇത്തരം. ഇപ്പം എനിക്ക് തോന്നുന്നു സാമാന്യം നന്നായിട്ട് കുറേ പേർക്ക് മനസ്സിലായിട്ടുണ്ട്. പ്രത്യേകിച്ച് കാസ അതിന് നന്നായിട്ട് ശ്രമിക്കുന്നുണ്ട്. ആ കാസയുടെ ഇമ്പാക്റ്റ് കുറേയധികം വരുന്നുണ്ട് ഇപ്പോൾ പലയിടത്തും. അതായത് ഡേഞ്ചർ ഇവിടെയല്ല, നിങ്ങളൊരു ഹിന്ദു സ്റ്റേറ്റിൽ സേഫായിരിക്കും, പക്ഷേ ബാക്കിയുള്ളിടത്താണെങ്കിൽ എന്തായിരിക്കും നിങ്ങളുടെ സ്ഥിതി എന്ന്
മനസ്സിലാക്കി കൊടുക്കാനായിട്ട് അവർക്ക് നന്നായിട്ട് സാധിക്കുന്നുണ്ട്. കാസ ഇപ്പോഴും ഈ ഒഫീഷ്യലി പള്ളി അംഗീകരിച്ചിട്ടില്ല. അതില്ല, കാസയുടെ ഇൻഫ്ലുവൻസ് കൂടി വരുന്നുണ്ട്, നന്നായിട്ട് കൂടി വരുന്നുണ്ട്. ഒരു കാര്യം കൂടി ചോദിച്ച് നമുക്ക് അവസാനിപ്പിക്കാം. അത് രാഹുൽ മാങ്കൂട്ടത്തിലാണ്. അപ്പം ഞാൻ എൻ്റെ എനിക്ക് എല്ലാവരും പറഞ്ഞൊരു ആവേശം രാഹുൽ വിഷയത്തിൽ എനിക്ക് രാഹുലിനെതിരെ ഇല്ല. ഞാനത് പറയാൻ കാര്യവും നമ്മൾ ഉമ്മൻചാണ്ടിയുടെ കേസ് കേട്ടിട്ടുണ്ട്. ഇപ്പം മൂന്നാറിലൊരു അധ്യാപകൻ ജയിലിൽ കിടന്നിട്ട് താഴത്ത് പാലത്തായി കേസുണ്ട്, എന്തിനാണിപ്പോൾ ദിലീപിൻ്റെ കേസുണ്ട്. ഇതൊക്കെ വരുന്നത് പോലെ സമ്മതത്തോടെയുള്ളൊരു സാധനമല്ലേ, അതിന് ഇത്രയും വലിയൊരു വിവാദമാക്കേണ്ട കാര്യമുണ്ടോ സാർ? അങ്ങനെ പക്ഷേ എനിക്ക് തോന്നുന്നത് ഇതുവരെയുള്ള വിവരം വെച്ച്, പ്രത്യേകിച്ച് ഇന്നലെ കണ്ട എഫ്ഐആറും കൂടി എൻ്റെ വിവരം കൂടി വെക്കുമ്പോൾ, ഞാൻ അമൃതയിൽ TV-യിൽ ഇന്ന് അവർ ഇടേണ്ടതാണ്, ഇപ്പോൾ ഇട്ടിട്ടുണ്ടാവും. അതിൽ ഐ സീ ഹിം ആസ് എ സൈക്കിക് ക്യാരക്ടർ. ഹി ഹാസ് ഗോട്ട് സം പ്രോബ്ലം വിത്ത് യങ് വിമൻ. എനിക്കിത് അത്ഭുതം തോന്നുന്നത് ഒരു MLA ഒക്കെ ആയിരിക്കുന്ന ആൾക്ക് ഇതിനൊക്കെ സമയം എവിടെ നിന്ന് കിട്ടുന്നു എന്നുള്ളതാണ്. ഇതിനിടെ എങ്ങനെ പൊതുപ്രവർത്തന സമയം കിട്ടുന്നുള്ളതാണ്. അല്ല, ഈ പൊതുപ്രവർത്തനത്തിന്റെ ഇടയിൽ പോയിട്ട് ഈ പരിപാടികളൊക്കെ ഒപ്പിക്കാനായിട്ട് ഒരാളെന്നോട് ചോദിച്ചത് നേരെ മറിച്ച് ഇതിനിടയിൽ എങ്ങനെ പൊതുപ്രവർത്തന സമയം കിട്ടുന്നത്? ശരിയാണ്. കാരണം ഇത് ഭയങ്കരമായിട്ട് ഒരാളെ വളച്ചെടുത്ത് ഇതൊക്കെ ചെയ്യാന്ന് പറഞ്ഞാൽ, പക്ഷെ മാത്രമല്ല, ഹി ഹാസ് ഗോട്ട് എ സൈക്കിക് ക്യാരക്ടർ വിച്ച് നീഡ്സ് എ സൈക്യാട്രിക് ട്രീറ്റ്മെന്റ്. ഇതൊക്കെ കുറെ ഈ സോഷ്യൽ മീഡിയ ആയിട്ട് പ്രചരണം ആവത്തില്ലേ സാറേ? ആയിരിക്കണമെന്നില്ല. കാരണം അല്ലേ, ഇപ്പൊ ഈ രണ്ടെണ്ണം രണ്ടാമത്തെ പോലും ഞാൻ ആദ്യത്തെ അവിടെ നിൽക്കേ, രണ്ടാമത്തേത് ജനുവിനൊന്നും ഉറപ്പൊന്നുമില്ല. അല്ല, പക്ഷെ ആ പെൺകുട്ടി സ്റ്റേറ്റ്മെന്റ് കൊടുത്തു കഴിഞ്ഞല്ലോ. പക്ഷെ അതൊക്കെ എനിക്ക് തോന്നുന്നത് അങ്ങനെയല്ല. എന്ന് വെച്ചാൽ ഒരു ഭയങ്കരമായ പൊളിറ്റിക്കൽ പ്രഷറും ഒക്കെ ഉണ്ട്. ഈ രാഹുലിനോടൊരു വല്ലാത്ത ശത്രുത എല്ലാവർക്കും ഉണ്ട്. ഒന്നിപ്പം വിജയ വിത്തിൻ കോൺഗ്രസ് ആൾസോ, എല്ലായിടത്തും കോൺഗ്രസിന്റെ അകത്ത് ഇപ്പം അതൊക്കെ ശരിയായി. ഞാൻ മനസ്സിലാക്കിയതനുസരിച്ച് രാഹുലിനെതിരെ കോൺഗ്രസിൽ നീക്കങ്ങൾ നടത്തി KM മുരളീധരനാണ്. ഈ പെൺകുട്ടി എനിക്ക് പരിചയമുള്ള ഒരാളോട് പറഞ്ഞത് മുരളി സാറാണ് എന്നെ നിർബന്ധിച്ചത് കേസ് കൊടുക്കാൻ പറഞ്ഞത്. അതേസമയം BJPക്ക് ബുദ്ധിമുട്ട് പാലക്കാടായതുകൊണ്ട് CPM എടാ വിജയ എന്ന് വിളിച്ച് സംസാരിക്കപ്പെടക്കൊണ്ട് പിന്നെ അത്യാവശ്യം പഞ്ചാര പരിപാടി ഉണ്ടെന്ന് അതില്ലെന്ന് ഞാൻ പറയുന്നില്ല. എനിക്ക് തോന്നുന്നു രണ്ടാമത്തെ കേസൊക്കെ ജനുവിനാന്ന് എനിക്ക് തോന്നിയിട്ടില്ല. ഞാൻ ന്യായീകരിക്കുകയല്ല. എൻ്റെ ഒരു തോന്നൽ ഈ ഒരു ഭയങ്കര സംഘടിതമായൊരു ആക്രമണം അയാളുടെ മേൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് കൊണ്ടൊരു ഉണ്ട്. അയാളുടെ കുത്തിത്തിരിപ്പുണ്ട്. സാധാരണ പൊളിറ്റീഷ്യൻ എന്ന നിലയിൽ ജാഗ്രത കാണിക്കുന്നതാണ്. ആ ജാഗ്രത കുറേ ഭാഗത്തുണ്ടായിട്ടുണ്ട്. മാത്രമല്ല, അയാൾ ആസ് എ യങ്സ്റ്റർ ഹി ഹാസ് കം അപ്പ് ജസ്റ്റ് ലൈക്ക് എ ഷൂട്ടിംഗ് സ്റ്റാർ. അതെ, പെട്ടെന്ന് പൊങ്ങി വന്ന ഒരാളാണ്. ശരിക്കും പറഞ്ഞാൽ സ്റ്റുഡിയോയിൽ നിന്ന് പൊങ്ങി വന്ന ഒരാളാണ് പ്രധാനമായിട്ടും. അത് മാത്രമല്ല, അതിന് സ്കോപ്പ് നന്നായിട്ടുണ്ടായിരിക്കുന്ന സമയത്ത് ഇത്തരം കാര്യങ്ങളിൽ പെടാതിരിക്കാനായിട്ട് അങ്ങേര് കൂടുതൽ ശ്രദ്ധിക്കേണ്ടതായിരുന്നു. ഒരു കാര്യം സാറേ, ഈ ചാനലുകൾ, ഇപ്പോൾ പ്രത്യേകിച്ച് റിപ്പോർട്ടർ ചാനൽ, അവരുടെ അത്തരം ചാനലുകളുടെ ഒരു ഇൻഫ്ലുവൻസും ഇതൊക്കെ ഇങ്ങനെ വഷളാവുന്നതിലുണ്ടെന്ന് തോന്നി. ഇപ്പോൾ ദിലീപിൻ്റെ കേസ് നോക്കൂ, ഡ്രോൺ പരത്തി അവിടെ പോയി വീട്ടിൽ പോയിട്ട് ഈ ഇദ്ദേഹത്തെക്കുറിച്ച് രാഹുലിനെ കുറിച്ച് അവരിത് മാത്രമേ കരുത്. അതേസമയം അവരുടെ പശ്ചാത്തലമോ, ഞാൻ പറഞ്ഞ മുമ്പേ നമ്മൾ സൂചിപ്പിച്ച പോലെ റാഡിക്കൽ ഇസ്ലാമിൻ്റെ കാര്യം പറഞ്ഞാൽ മതി, റിപ്പോർട്ടർ ചാനലിൻ്റെ മുതലാളിമാരെ അടിമുടി തട്ടിപ്പുകാരാണ്. പറഞ്ഞ ഞാൻ അതിൻ്റെ പുറകെ പോയതാ. എല്ലായിടത്തും തട്ടിപ്പാണ് അവർക്ക്. ഞാൻ മനസ്സിലാക്കുന്നത് അവരുടെ തട്ടിപ്പ് നന്നായി നടത്താൻ വേണ്ടിയിട്ടാണ് റിസ്ക് എടുത്തിട്ട് ഇൻവെസ്റ്റ് ചെയ്ത് ഈ ചാനലിലേക്ക് വന്നതെന്ന് തോന്നുന്നു. അപ്പം ഞാൻ പറഞ്ഞു, അതിനെന്ത് ചെയ്യുന്നു? അതായത് കുറെ പൈസ ഉണ്ടാക്കിയിട്ട് ഒരു ചാനൽ ഉണ്ടാക്കിയാൽ എന്തും ചെയ്യാമെന്നുള്ളതാണ്. അത് TRP മാറ്റാനായിട്ടുള്ള സംവിധാനങ്ങൾ ഉണ്ടാക്കുക, അത് മുഴുവൻ തട്ടിപ്പ് കൂടെ TRP കൂട്ടുക, അങ്ങനെ അഡ്വർടൈസ്മെൻറ്റ് കൂട്ടുക. അപ്പോൾ അങ്ങനെയുള്ള പരിപാടികളെല്ലാം നടത്തുക, എല്ലാം തട്ടിപ്പ് കംപ്ലീറ്റ്. പക്ഷെ കേന്ദ്രമൊന്നും ED ഒന്നും ഇടപെടുന്നില്ല. എനിക്കത് മനസ്സിലാവാത്തത്. കാരണം അവരുടെ അടിമുടൽ, ഞാൻ ഇതിൻ്റെ കുറേ പോയതാണ്. മഞ്ഞളാംകുഴി അലിയെ 18 കോടി രൂപ പറ്റിച്ചു. അലി എന്നോട് പറഞ്ഞു, ഇപ്പോഴാണ് ഞാൻ ഹാപ്പി ആയിരിക്കും. ഞാൻ ചായന, എനിക്ക് കഴിഞ്ഞ 5-6-10 കൊല്ലമായിട്ട് വിഷമമായിരുന്നു എന്നെ പറ്റിച്ചല്ലോ എന്ന് പറഞ്ഞു. ഇന്നിപ്പോൾ ഒരു സർക്കാരിനെ തന്നെ പറ്റിച്ചല്ലോ, മറ്റേ മെസ്സിയെ കൂട്ടിരുന്നു പറഞ്ഞേ. അപ്പോൾ അവരെ പറ്റിക്കുന്നു. ഹോട്ടൽ ഇടപാട്, ഹോളിഡേ ഇൻ ഹോട്ടൽ മേടിച്ചതിൻ്റെ ഇടപാട്, ഇവിടുത്തെ ആ ഒരു ഹോട്ടൽ മേടിക്കും, എല്ലാം തട്ടിപ്പുകളാണ്. എന്നിട്ട് ഇവരിവിടെ നമ്മുടെ സാംസ്കാരിക നായകരായി മുമ്പിൽ നിൽക്കുന്നു. അവർക്കെതിരെ കേന്ദ്ര ഏജൻസികളൊന്നും കേസ് എടുക്കുന്നില്ല. ഐ വാസ് ഷോക്ക്ഡ്. അപ്പോൾ ഇതിനൊക്കെ ഒരു മാറ്റം ഉണ്ടായില്ലെങ്കിൽ കേരളത്തിൻ്റെ അവസ്ഥ. ഇല്ല, കേന്ദ്ര ഏജൻസി ആക്ച്വലി മറ്റേ കേസ് ഉള്ളതുകൊണ്ട് ഇടിക്ക് എടുക്കാവുന്നതാണ്. അതെ, അവർക്ക് നിരവധി കേസുണ്ട്. മരമുറി കേസുണ്ട്, നിരവധി കേസുണ്ട്. പിന്നെ ഈ മറ്റേ ഹോട്ടൽ ഇടപാടുണ്ടല്ലോ, ഈ ഹോളിഡേ ഇൻ, അത് ഈ ഫെമ നിയമലംഘനമായിട്ട് ബന്ധപ്പെട്ട കേസുണ്ട്. പിന്നെ ഒരുപാട് കേസ്. എന്തിനേറെ അവരുടെ മാംഗോ ഫോൺ എന്ന് പറയുന്നത് ഗൾഫിലും ഇവിടെയൊക്കെ ഉണ്ടായിരുന്നു. അതിപ്പം മഞ്ഞളാംകുഴിയിലെ മഞ്ഞളാംകുഴിയിലെ സ്റ്റേറ്റ് വേണ്ട, വിളിക്കണ്ട. ഇതിന്റെ ഫ്രാഞ്ചൈസിയുടെ പേരിൽ ഗൾഫിലെ 3-4 ബിസിനസ്സുകളുടെ FIR ഉണ്ട്, വഞ്ചന കേസ് കിടപ്പുണ്ട്. തീർച്ചയായിട്ടും നടക്കാത്ത എന്താണെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. അത് ഈ ഇദ്ദേഹം 100 കോടി രൂപയുടെ ഒരു നഷ്ടപരിഹാര കേസ് കൊടുത്തിട്ടുണ്ട്. ഈ അദ്ദേഹം നോട്ടീസ് അയച്ചു.
കേസ് കൊടുത്ത് എനിക്കറിയത്തില്ല. നോട്ടീസ് അയച്ച മിനിമം പീരീഡ് ഉണ്ടല്ലോ, അത് കഴിഞ്ഞിട്ട് കേസ് എടുക്കാൻ പറ്റുള്ളൂ. അദ്ദേഹം എങ്കിലും ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു. കാരണം അല്ലെങ്കിൽ കേരളത്തെ മുക്കിക്കൊല്ലും തീർച്ചയായിട്ടും. നമ്മൾ നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളി എനിക്കൊന്ന് റാഡിക്കൽ ഇസ്ലാമിനേക്കാൾ വെല്ലുവിളി ഈ റിപ്പോർട്ടർ ചാനലും ഇവരുടെ കൂട്ടുന്ന ഈ ജേർണലിസ്റ്റ് ഏറ്റവും വലിയ വെല്ലുവിളിയാണ്. ശരിയാണ്. ജനത്തെ അടിച്ചങ്ങേപ്പിക്കുവാണ് ഇല്ലാത്ത വാർത്തകളും. ആരെക്കുറിച്ച് ഇപ്പം ഞാൻ അവരെക്കുറിച്ച് നിരന്തരം അടിക്കുന്ന കാരണം എന്നെക്കുറിച്ചൊരു പരമ്പര ഞാൻ തീരുമാനിച്ചിരിക്കുക. ഇപ്പം ഞാൻ പോകുന്ന രാജ്യങ്ങളിലൊക്കെ ഇവർ വിളിക്കുന്നുണ്ട്. എന്തിനാ വിളിക്കുന്നത് ആളുകളോട് ചോദിച്ചോണ്ടിരിക്കുക. ഇനിയിപ്പോൾ ഈ ആഴ്ചങ്ങാനും എന്നെ കുറിച്ച് പരമ്പര എന്തും എഴുതാമല്ലോ. ഒരു ദിവസം മുഴുവൻ എന്നെ കുറിച്ച് വാർത്ത കൊടുത്തുകൊണ്ടിരുന്നു. ഒരു ദിവസം മുഴുവൻ ഞാൻ റെക്കോർഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. സന്തോഷം സാറേ, വിശദമായി സംസാരിക്കുമ്പോൾ പിന്നീട് ഒരിക്കൽ കൂടി സംസാരിക്കാം. ശരി, വളരെ നന്ദി. താങ്ക് യു സാർ.